मोहतरम दोस्तों और बुज़ुर्गों, दावत और तबलीग का काम जिसकी निस्बत पर हम सब यहाँ जमा हुए हैं वो असल में नबियों का काम है। ബഹുമാന്യരായ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ദാവത്തിൻ്റെ തബ്ലീഗിൻ്റെ പ്രവർത്തനത്തിൻ്റെ പേരിൽ നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്, ആ ഒരു പ്രവർത്തനം യഥാർത്ഥത്തിൽ അത് നബിമാരോട് ബന്ധമുള്ള നബിമാർ ചെയ്തിരുന്ന ഒരു പ്രവർത്തനത്തിൻ്റെ രീതിയാണ്. നബിയോं का काम है और अल्लाह का काम है। ഇത് നബിമാരുടെ ജോലിയാണ്, അള്ളാഹു നമ്മളോട് ചെയ്യാൻ കൽപ്പിച്ച ജോലിയാണ്. और अंबिया किराम अल्लाह के नेक बंदे होते थे। നബിമാർ അള്ളാഹുവിൻ്റെ നല്ല അടിമകളായിരുന്നു, सालिहीन होते थे। അവർ നല്ലവരായിരുന്നു, സാലിഹീങ്ങളായിരുന്നു. और अल्लाह से बहुत ज़्यादा डरने वाले बंदे होते थे। അവർ അള്ളാഹുവിനെ വളരെയധികം ഭയപ്പെട്ടിരുന്നു, അള്ളാഹുവിനെ പേടിച്ചിരുന്നു. अल्लाह को सबसे ज़्यादा पहचानते थे, इसलिए अल्लाह से सबसे ज़्यादा डरते थे। അള്ളാഹുവിനെ അവർ ശരിക്കും തിരിച്ചറിഞ്ഞിരുന്നു, പരിചയമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ ഭയം, അള്ളാഹുവിനെ അവർ ശരിക്കും പേടിച്ചിരുന്നു. और अल्लाह से उनका बड़ा गहरा ताल्लुक़ होता था। മാത്രവുമല്ല, അള്ളാഹുമായി അവർക്ക് വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു. इसीलिए फरमाया रसूलुल्लाह सल्लल्लाहु अलैहि वसल्लम ने, मैं सबसे ज़्यादा अल्लाह से डरता हूँ इसलिए कि सबसे ज़्यादा अल्लाह को पहचानता हूँ। റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഞാൻ ഏറ്റവും കൂടുതൽ അള്ളാഹുവിനെ പേടിക്കുന്നവനാണ്, കാരണം ഞാൻ ഏറ്റവും കൂടുതൽ അള്ളാഹുവിനെ അറിയുന്നവനാണ്. और अल्लाह से बड़ी मोहब्बत होती थी उनको। മാത്രവുമല്ല, അള്ളാഹുവിനോട് ഇതിനോടൊപ്പം വലിയ സ്നേഹവും നബിമാർക്കുണ്ടായിരുന്നു. और अल्लाह के बंदों से बड़ी शफक़त होती थी। മാത്രമല്ല, അള്ളാഹുവിൻ്റെ മറ്റ് അടിമകളോട് അവർക്ക് വലിയ ഷഫക്കത്ത്, സ്നേഹം, വാത്സല്യമുണ്ടായിരുന്നു. इंसानों की शफक़त उनके दिलों में होती थी। മനുഷ്യരോട് മുഴുവനും സ്നേഹവും കരുണയും വാത്സല്യം നബിമാരുടെ ഹൃദയത്തിലുണ്ടായിരുന്നു. अल्लाह की मोहब्बत, इंसानों पर शफक़त। അള്ളാഹുവിനോടുള്ള സ്നേഹം, മറ്റ് അടിമകളോടുള്ള വാത്സല്യം. और वो अल्लाह के हुक्म की पाबंदी करते थे। മാത്രവുമല്ല, അള്ളാഹുവിൻ്റെ എല്ലാ കൽപ്പനകളും നിഷ്ഠയോടുകൂടി അവർ ജീവിതത്തിൽ പാലിച്ചിരുന്നു. और कोई इंसान अपनी मेहनत से नबी नहीं बन सकता था, अल्लाह उनका इंतखाब करते थे। മാത്രമല്ല, അവർ ഒരു നബിയും സ്വന്തം പരിശ്രമത്തിന്റെ പേരിൽ നബി ആയവരല്ല, മറിച്ച് അള്ളാഹു അവരെ തെരഞ്ഞെടുത്തവരാണ്. അള്ളാഹുവിന്റെ തെരഞ്ഞെടുപ്പ് മൂലം അവർ നബിമാരായതാണ്. चुनते थे उनको। അള്ളാഹു അവരെ ഓരോരുത്തരായി തെരഞ്ഞെടുക്കുമായിരുന്നു. अल्लाह ने जब आलम अरवाह में रूहों को बनाया तो सबसे बेहतरीन रूहों को चुन करके उनको नबी बनाया। അള്ളാഹു സുബ്ഹാനഹു വ തആല ആലമുൽ അർവാഹിൽ, റൂഹുകളുടെ ലോകത്തിൽ മുഴുവൻ റൂഹുകളെയും അള്ളാഹു സൃഷ്ടിച്ചപ്പോൾ അതിൽ നിന്നും ഏറ്റവും മുന്തിയതിനെ അള്ളാഹു തെരഞ്ഞ് നബിമാരാക്കി. तो अल्लाह का इंतखाब है नबी। അള്ളാഹുവിന്റെ തെരഞ്ഞെടുപ്പാണ് ഒരു നബി എന്നത്. कोई अपनी मेहनत से नबी नहीं बनता। ഒരാളും തന്റെ പരിശ്രമം കൊണ്ട് നബി ആവുകയില്ല. तो दुनिया में अल्लाह नबियों को भेजते थे। അള്ളാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിലേക്ക് നബിമാരെ അയക്കുമായിരുന്നു. इंसानियत जब से शुरू हुई तब से नबुवत का काम शुरू हुआ। മനുഷ്യകുലം തുടങ്ങിയത് മുതൽ, ആദ്യത്തെ ആള് മുതൽ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ പ്രക്രിയ തുടർന്നു പോന്നു. और इंसानियत के खत्म होने तक नबी का काम बाकी रहेगा। മാത്രമല്ല, മനുഷ്യന്റെ അവസാനം വരേക്കും നബിമാരുടെ ജോലിയെ അള്ളാഹു ബാക്കിയാക്കുകയും ചെയ്യും. दुनिया के पहले इंसान आदम अलैहिस्सलातु वस्सलाम और दुनिया के पहले नबी आदम अलैहिस्सलातु वस्सलाम। ഈ ദുനിയാവിലേക്ക് വന്ന ആദ്യത്തെ മനുഷ്യൻ ആദം നബി അലൈഹിസ്സലാമാണ്. ആദ്യത്തെ നബിയും ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമാണ്. पहला इंसान पहला नबी, ആദ്യത്തെ മനുഷ്യൻ തന്നെ ആദ്യത്തെ നബി. और हमारे आपके आका मुहम्मदुर रसूलुल्लाह सल्लल्लाहु अलैहि वसल्लम आखिरी नबी। എന്റെയും നിങ്ങളുടെയും നേതാവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവസാനത്തെ നബിയും.
रसूलुल्लाह सल्लल्लाहु अलैहि वसल्लम के बाद कोई नबी नहीं आएंगे। റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശേഷം ഇനിയൊരു നബി വരാനില്ല. ये हमारा ईमान है, ഇത് നമ്മുടെ വിശ്വാസമാണ്, हमारा अकीदा है। ഇത് നമ്മുടെ ഉറച്ച അഖീദയാണ്, വിശ്വാസമാണ്. अगर कोई इसको नहीं मानता तो वो इस्लाम के दायरे से निकल जाता है। ആര് ഇതിൽ വിശ്വസിക്കുന്നില്ലയോ അവൻ ഇസ്ലാമിന്റെ വട്ടത്തിൽ നിന്നും വെളിയിലാണ്, പുറത്താണ്. रसूलुल्लाह सल्लल्लाहु अलैहि वसल्लम खातिमुन नबीयीन भी हैं और रहमतुल लिल आलमीन भी है। റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖാത്തമുൻ നബിയീൻ, അവസാനത്തെ നബിയുമാണ്, റഹ്മത്തുൽ ലിൽ ആലമീൻ, മുഴുവൻ ലോകത്തിന് റഹ്മത്തുമാണ്. एक ईसाई ने ये पूछा आकर कि तुम दो कॉन्ट्रडिक्टरी स्टेटमेंट कह रहे हो। ഒരു ക്രിസ്ത്യാനി വന്ന് ചോദിക്കേണ്ടായി, നിങ്ങൾ പറയുന്ന ഈ കാര്യം, ഈ രണ്ട് കാര്യങ്ങൾ അത് പരസ്പര വിരുദ്ധമായ രണ്ട് കാര്യങ്ങളാണല്ലോ നിങ്ങൾ പറയുന്നത്. अगर रहमतुल लिल आलमीन है तो खातिमुन नबीन नहीं हो सकते, अगर खातिमुन नबीन है तो रहमतुल लिल आलमीन नहीं हो सकते. റഹ്മത്തുൽ ലിൽ ആലമീൻ അഥവാ മുഴുവൻ ലോകത്തിനും കരുണയ്ക്ക് വേണ്ടി വന്നവരാണെങ്കിൽ അവസാനത്തെ നബി ആവാൻ പാടില്ല, ഖാത്തമുൻ നബീൻ ആവരുത്. ഖാത്തമുൻ നബീൻ ആണെങ്കിൽ അദ്ദേഹം റഹ്മത്തുൽ ലിൽ ആലമീൻ ആകുന്നത് എങ്ങനെ? ഇനിയൊരു നബി വരുന്നില്ലല്ലോ. उसने कहा नबी का आना अल्लाह की रहमत का आना है. കാരണം അദ്ദേഹം അതിന് കാരണം പറഞ്ഞത്, ഒരു നബി ഒരു സമൂഹത്തിൽ ഉണ്ടാവുക എന്നത് അത് അള്ളാഹുവിന്റെ കരുണയുടെ ലക്ഷണമാണ്, കരുണയാണ്. अल्लाह की रहमत आती है नबी के आने से. അള്ളാഹുവിന്റെ കരുണ മനുഷ്യരാശിയിലേക്ക് വരുന്നത് നബിമാരുടെ വരവോടുകൂടിയാണ്. और तुम कहते हो खातिमुन नबीन के नुबुवत का दरवाजा बंद हो गया तो गोया रहमत का दरवाजा बंद हो गया. നിങ്ങൾ പറയുന്നല്ലോ ഇത് അവസാനത്തെ നബിയാണ്, ഖാത്തമുൻ നബീനാണ്, അപ്പോൾ നബിമാർ ഇനി വരുന്നില്ല എങ്കിൽ കരുണയുടെ വാതിലുകൾ അടഞ്ഞു പോവുകയില്ലേ? तो समझाने वाले ने समझाया नबी का आना बंद हुआ है, नबी का काम बंद नहीं हुआ. മനസ്സിലാക്കി കൊടുത്തു. മറുപടി പറഞ്ഞ ആള് പറഞ്ഞു കൊടുത്തു, ഖാത്തമുൻ നബി, നബി അവസാനത്തെ നബി മാത്രമാണ്, നബിയുടെ ജോലി അവസാനിച്ചിട്ടില്ല. നബി അവസാനിച്ചു എന്ന് മാത്രം, നബിയുടെ ജോലി അവസാനിക്കുന്നില്ല. മുഹമ്മദുർ റസൂലുള്ളാह സല്ലല്ലാഹു അലൈഹി വസല്ലം ഖിയാമത്ത് തക്ക് के लिए नबी हैं. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖിയാമത്ത് നാൾ വരേക്കും നബിയാണ്. इंसानों के लिए भी नबी हैं और जिन्नातों के लिए भी नबी हैं. മനുഷ്യനും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നബിയാണ്, ജിന്ന് വർഗത്തിനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നബിയാണ്. और ഖിയാമത്ത് तक के लिए नबी हैं. മാത്രവുമല്ല ഖിയാമത്ത് നാൾ വരേക്കും നബിയാണ്. बल्कि नबियों के इमाम हैं. മാത്രവുമല്ല മുഴുവൻ നബിമാരുടെ, മുൻകഴിഞ്ഞ നബിമാരുടെ ഇമാമുമാണ് അദ്ദേഹം. तो नबी ने आकर मेहनत करके वापस नहीं चले गए, मेहनत करके मेहनत को जिंदा करके गए. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നു, ദീനിന്റെ പരിശ്രമം ചെയ്ത് തിരിച്ചു പോവുകയല്ല ചെയ്തത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദീനിന്റെ പരിശ്രമം ചെയ്തു, ആ പരിശ്രമത്തെ ഏൽപ്പിച്ചു കൊടുത്തിട്ടാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയത്. दूसरे नबी चले जाते, नबी की मेहनत खत्म हो जाती. മറ്റു നബിമാർ അവർ ദുനിയാവിൽ നിന്നും വിട്ടുപോകുമ്പോൾ അവരുടെ പരിശ്രമവും അവസാനിച്ചു പോകാറാണ് പതിവ്. लेकिन रसूलुल्लाह सल्लल्लाहु अलैहि वसल्लम ने जाने से पहले 1,80,000 सहाबा को तैयार कर दिया जो ऐसी मेहनत करते थे जैसे रसूलुल्लाह सल्लल्लाहु अलैहि वसल्लम मेहनत करते. പക്ഷേ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തങ്ങളുടെ വേളയിൽ 1,00,000 ചില്ലാനം സഹാബാക്കളെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തയ്യാറാക്കി വെച്ചു. അവര് ഓരോരുത്തരും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശ്രമത്തിനെ, ഉദ്യമത്തിനെ തന്റെ ഉദ്യമമായി മനസ്സിലാക്കി ചെയ്യുന്നവരാക്കി തയ്യാറാക്കിയിട്ടാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയത്. कुरान में अल्लाह ताला रसूलुल्लाह सल्लल्लाहु अलैहि वसल्लम के ताल्लुक से फरमाते हैं दाइयन इलल्लाहि बिइज़्निही व सिराजम मुनीरा, ये अल्लाह की तरफ बुलाने वाले रोशन चिराग. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പറഞ്ഞത് ദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജം മുനീറ, അള്ളാഹുവിലേക്ക് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം വിളിക്കുന്നവരായിരുന്നു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ഏതുപോലെ? വെളിച്ചമുള്ള ഒരു വിളക്കിനെ പോലെ. അതിന്റെ ആശയം रोशन चिराग कहा रसूलुल्लाह सल्लल्लाहु अलैहि वसल्लम को. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരു പ്രകാശിക്കുന്ന വിളക്കിനോടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപമിച്ചത്. क्यों भाई, सूरज में ज्यादा रोशनी है कि चिराग में ज्यादा रोशनी है? സൂര്യനിലാണോ കൂടുതൽ വെളിച്ചമുണ്ടാവുക, അല്ലെങ്കിൽ കത്തുന്ന വിളക്കിലാണോ കൂടുതൽ വെളിച്ചമുണ്ടാവുക? जरा बोलो. ഒന്ന് പറയിൻ. तो फिर सूरज कहना चाहिए था.
അങ്ങനായിരുന്നെങ്കിൽ സൂര്യൻ എന്നല്ലേ പറയേണ്ടിയിരുന്നത്? सिराज क्यों कहा? എന്തുകൊണ്ട് സിറാജ് എന്ന് പറഞ്ഞു? उलमा इकराम ने बड़ी अजीब तफसीर की। ഉലമാക്കള് അതിന് വലിയ ഒരു തഫ്സീർ, ഒരു വിശദീകരണം നൽകിയിട്ടുണ്ട്. फरमाया सूरज जब गुरूब हो जाता है तो डूब जाता है, अंधेरा हो जाता है, लेकिन चिराग बुझने से पहले दूसरे चिरागों को रोशन करके जाता है। അതിനുള്ള ഉദാഹരണം പറഞ്ഞത്, സൂര്യൻ അസ്തമിക്കുമ്പോൾ അന്ധകാരം ലോകത്ത് മുഴുവൻ വ്യാപിക്കും, അന്ധകാരം ഉണ്ടായിത്തീരും. പക്ഷെ ഒരു വിളക്ക് അത് കെടുന്നതിന് മുമ്പായി അടുത്തൊരു വിളക്കിനെ കത്തിക്കാൻ സാധിക്കും. दुनिया से जाने से पहले 1,80,000 सहाबा के अंदर नुबुवत की फिक्र को पैदा करके चले गए। 1,00,000 ചില്ലാനം സഹാബാക്കളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നുബുവത്തിന്റെ ചിന്ത ഉണ്ടാക്കിയിട്ടാണ് ഈ ദുനിയാവിനോട് വിട പറഞ്ഞത്. नुबुवत की फिक्र को भी जिंदा किया और नुबुवत की मेहनत को भी जिंदा किया। നുബുവത്തിന്റെ ഫിക്റും നുബുവത്തിന്റെ പരിശ്രമവും രണ്ടും ഉണ്ടാക്കിയിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോയത്. फिक्र दिल में, मेहनत जिस्म में। ഫിക്ർ ചിന്ത ഉണ്ടായത് ഹൃദയത്തിലാണെങ്കിൽ പരിശ്രമം മുഴുവൻ ശരീരം കൊണ്ട്. ये दो चीजें लेके आते थे दुनिया में नबी। നബിമാർ വന്നിരുന്നത് ഈ രണ്ട് കാര്യങ്ങളുമായിട്ടാണ്. एक फिक्र, एक मेहनत। ഒന്ന് ചിന്ത, രണ്ട് പരിശ്രമം. और नबी की फिक्र और नबी की मेहनत। നബിയുടെ ചിന്ത, നബിയുടെ പരിശ്രമം. हमारी जमात यमन गई നമ്മുടെ ജമാഅത്ത് യമനിൽ പോയി. तो हम लोग लोगों से मिलने के लिए जाते थे। നമ്മൾ ജനങ്ങളെ കാണാൻ വേണ്ടി അങ്ങോട്ട് പോകുമായിരുന്നു കാണാൻ. बड़े अच्छे लोग, അവരാണെങ്കിൽ വളരെ നല്ലവർ, दीनदार, നല്ല ദീനുള്ളവർ, नमाजी, നമസ്കാരക്കാർ. छोटे छोटे बच्चे मस्जिद में बैठकर ऐसा कुरान पढ़ते कि कुरान सुनकर मजा आ जाता। ചെറിയ ചെറിയ കുട്ടികൾ പോലും പള്ളിയിൽ വന്നിരുന്ന് ഖുർആൻ ഓതുന്നത് കേട്ടാൽ അത് നമ്മൾക്ക് വലിയ ആസ്വാദനം തോന്നും, ഭയങ്കര മാധുര്യം തോന്നുമാർ ഓതുന്ന കുട്ടികൾ പോലും. पूरे 2 महीने के सफर में कोई औरत बेपर्दा हमें नजर नहीं आई। ഈ 2 മാസത്തെ യാത്രയിൽ ഒരു സ്ത്രീയെ പോലും പർദ്ദയില്ലാത്ത അവസ്ഥയിൽ നമ്മൾ കണ്ടിട്ടേയില്ല. रसूलुल्लाह सल्लल्लाहु अलैहि वसल्लम ने यमन वालों के ताल्लुक से फरमाया, अल ईमानु यमानी वल हिकमतु यमानी। अगर ईमान है तो यमन वालों का है और हिकमत है तो यमन वालों की है। റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യമൻകാരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അൽ ഈമാൻ മിനൽ യമാൻ, ഈ വിശ്വാസം ഉണ്ടായത് തന്നെ യമനുകാരുടേതാണ്, ഹിക്മത്തും അത് യമൻകാരുടേതാണ്. तो अल्लाह के नबी ने जिनके ईमान की तारीफ की होगी उनका ईमान कैसा होगा? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ അഥവാ ഏതെങ്കിലും ഒരു സമൂഹത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ യമൻകാരുടെ ഈമാൻ എത്രമാത്രം ശക്തമായിരിക്കും. और इकराम भी, മാത്രമല്ല വലിയ ഇക്രാം, വലിയ ആതിഥ്യ മര്യാദ, मेहमान का इकराम, വരുന്ന അതിഥികളോട് അവർ കാണിക്കുന്ന സ്നേഹം, സേവനം. हम 2 साथी गश्त में जा रहे थे तो पेट्रोल पंप के ऊपर से गुजर हुआ। നമ്മൾ 2 കൂട്ടുകാര് ഗസ്റ്റ് ചെയ്യാൻ വേണ്ടി, ആൾക്കാരെ കാണാൻ വേണ്ടി യാത്ര ചെയ്യുമ്പോൾ ഒരു പെട്രോൾ പമ്പിന് അരികിലൂടെ കടന്നുപോയി यमन में। യമനില്. तो 2 भीख मांगने वाले बैठकर खा रहे थे। അപ്പൊ 2 ഭിക്ഷക്കാർ അവിടെ ഇരുന്ന് അവർ ഭക്ഷണം കഴിക്കുകയായിരുന്നു. हम लोग अजनबी, നമ്മൾ അപരിചിതർ, അജ്നബി. हमारे लिबास से, हमारी सूरत से पता चल गया उनको कि ये तो यहाँ के लोग नहीं है। നമ്മളെ വസ്ത്രം കണ്ട്, നമ്മളെ മുഖം കണ്ട് അവർക്ക് മനസ്സിലായി ഇവര് നമ്മുടെ നാട്ടുകാരല്ല. तो उन 2 भीख मांगने वालों ने हमें सलाम किया। ആ 2 ഭിക്ഷക്കാര് നമ്മളെ കണ്ടു, നമ്മളോട് സലാം പറയുകയുണ്ടായി. हमारे पास भी भीख मांगने वाले सलाम करते हैं। നമ്മളെ നാട്ടിലും ഭിക്ഷക്കാര് നമ്മളെ കണ്ടാൽ അസ്സലാം അലൈക്കും എന്ന് പറയാറുണ്ട്. सलाम करने का मकसद होता है पैसे दो। നമ്മളോട് നമ്മളെ നാട്ടില് ഭിക്ഷക്കാര് സലാം പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? നമുക്ക് എന്തെങ്കിലും തരൂ എന്നാണ് അതിന്റെ അർത്ഥം. बड़ा ताज्जुब हुआ मुझे देख करके। उन 2 भीख मांगने वालों ने सलाम करके, वो चूंकि खा रहे थे, दरखास्त की आओ हमारे साथ खाने में शरीक हो जाओ। എനിക്ക് വലിയ അത്ഭുതം തോന്നി. കാരണം അവര് നമ്മളോട് സലാം പറഞ്ഞതിന് ശേഷം അവർ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണത്തിലേക്ക് അവർ നമ്മളെ ക്ഷണിച്ചു, വരിൻ നമ്മളെ കൂട്ടത്തിൽ ഇരുന്ന് ഭക്ഷണം കഴിച്ചോളിൻ എന്ന് പറഞ്ഞ് നമ്മളെ ഇങ്ങോട്ടേക്ക് ക്ഷണിച്ചു. मस्जिद में बैठ के दरमियानी बात हो रही थी, बयान कर रहा था मैं, दरमियानी बात। നമ്മളാണെങ്കിലോ गश्त के दिन പള്ളിയില് ഗസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഇടയില് ദർമിയാനി ബാദ്, ഗസ്റ്റിന്റെ ഈമാൻ യക്കീൻ സംസാരത്തിന് വേണ്ടി ഇരുന്ന വേളയിലാണ് ഇങ്ങനെ പുറത്തേക്ക് പോകേണ്ടി വന്നത്. 7-8 आदमी बैठ के बयान सुन रहे थे। असर की नमाज के बाद का वक्त था।
ഇത് വേറൊരു കാര്യം. ഈമാൻ യക്കീൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് 8 പേര് എന്റെ ചുറ്റും കൂടിയിരിക്കുന്നുണ്ടായിരുന്നു. बात चल रही है दीन की, ദീനിന്റെ കാര്യം സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. और ये 7-8 लोग बैठ के दीन की बात सुन रहे हैं. 8 പേര് ചുറ്റും ഇരുന്ന് പറയുന്ന കാര്യങ്ങൾ, ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. छोटा सा खरिया था वो. ചെറിയൊരു പ്രദേശമായിരുന്നു അത്. तो एक आदमी अपने एक बच्चे को एक हाथ में पकड़कर, सूटकेस एक हाथ में पकड़कर, अपनी बीवी के साथ जो पूरे पर्दे में थी, वो मस्जिद के दरवाजे के पास आके खड़ा हुआ. ആ വേളയില് നമ്മളിവിടെ മജ്ലിസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാള് തന്റെ ചെറിയ കുട്ടിയെ ഒരു കയ്യിൽ പിടിച്ചുകൊണ്ട്, മറ്റൊരു കയ്യിൽ ഒരു സൂട്ട് കേസും പിടിച്ചുകൊണ്ട്, മാത്രമല്ല അദ്ദേഹത്തിന്റെ കൂടെ ഭാര്യയുണ്ട് പർദ്ദയിൽ. അദ്ദേഹം പള്ളിയുടെ വാതിൽക്കൽ വന്നു നിന്നു. और आकर उसने ऐलान किया, आज रात मैं किसी का मेहमान बनना चाहता हूं. എന്നിട്ട് അദ്ദേഹം ഉറക്കെ പള്ളിയിലേക്ക് നോക്കിക്കൊണ്ട് അദ്ദേഹം അനൗൺസ് ചെയ്തു, ഉറക്കെ പറഞ്ഞു, ഇന്ന് രാത്രി ഞാൻ ആരുടെങ്കിലും വീട്ടിൽ അതിഥിയായി തങ്ങാൻ ആഗ്രഹിക്കുന്നു. तो ये जितने 7-8 बैठे थे ना, मेरा बयान छोड़ दिए, जाकर उसके पास खड़े हो गए. അപ്പോൾ ഈ ശബ്ദം കേട്ട ഉടനെ എന്റെ ബയാനിൽ ഇരുന്ന 8 യമനികൾ അവരെ എന്നെ വിട്ടു പോയി അയാളുടെ അടുക്കലേക്ക് ഓടി ചെല്ലുകയുണ്ടായി. कोई बच्चे को छीन रहा है, ചില ആള് ആ കുട്ടീനെ വാങ്ങാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടായിരുന്നു. कोई सूटकेस उठा रहा है. ചില ആൾക്കാർ ആ സൂട്ട് കേസ് പിടിച്ചു വാങ്ങാൻ വേണ്ടി എന്റെ വീട്ടിലേക്ക് എന്ന് പറഞ്ഞ് സൂട്ട് കേസ് വാങ്ങുന്നുണ്ടായിരുന്നു. और एक आदमी कह रहा नहीं, ये मेरा मेहमान रहेगा. उस आदमी को पकड़ लिया, तुम मेरे साथ चलो. ഒരാള് പോയിട്ട് പറഞ്ഞു, അല്ല ഇത് എന്റെ അതിഥിയാണെന്ന് പറഞ്ഞ് മത്സര ബുദ്ധിയോടുകൂടി ആ ആളിനെ തന്നെ പിടിച്ച് നിങ്ങൾ എന്റെ വീട്ടിലേക്ക് വരീൻ എന്ന് പറയണ്ടായി. आपस में लड़ने झगड़ने लगे कि मेरा मेहमान होगा. ഇവരെല്ലാരും പരസ്പരം തമ്മിൽ പോരടിക്കുന്ന ആൾക്കാരായി മാറി. നിങ്ങൾ ഓരോരുത്തരും തമ്മിൽ മത്സരം. ഈ വന്ന ആള്, ഈ കുടുംബം എന്റെ വീട്ടിൽ അതിഥികളാവണം എന്നതിന്റെ പേരിൽ, ആഗ്രഹത്തിന്റെ പേരിൽ. जैसे हम सब रमजान में उम्रे में मदीने को गए तो देखते हैं माहौल. നമ്മൾ മദീനയില് റമദാനില് മദീന മുനവറയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പള്ളിയിൽ പോയാൽ കാണുന്ന ഒരു കാഴ്ച പോലെ. कोई आदमी घुसता है तो वो दस्तरखान जो रोजा इफ्तारी के लिए बिठाए रहते ना, अरब पकड़ता है उनको, मेरे दस्तरखान पे बैठो, मेरे दस्तरखान पे बैठो. നമ്മൾ അതിലൂടെ നടന്നു പോകുന്ന സമയത്ത്, മഗ്രിബ് ആവുന്ന സമയത്ത് നമുക്ക് കാണാം ആൾക്കാരെല്ലാം വന്ന് നമ്മളെ കൈ പിടിച്ച് എന്റെതിലിരിക്കീൻ, എന്റെ ദസ്തർഖാന, എന്റെ വിരിപ്പിലിരിക്കീൻ, എന്റെ കൂടെ നോമ്പ് തുറക്കീൻ എന്ന് പറഞ്ഞ അറബികൾ നമ്മളെ കൈ പിടിച്ച് വലിക്കുന്നത് പോലെ. वैसा वो 7-8 लोग उस मेहमान को लेने के लिए तड़प रहे थे. അതുപോലെ ഈ 8 പേര് ഈ വന്ന അതിഥിയെ തനിക്ക് കിട്ടണമെന്നുള്ള ആഗ്രഹത്തിന്റെ പേരിൽ പരസ്പരം പിടിച്ചു വലിക്കാൻ തുടങ്ങി. तो फिर उन्हीं में से एक बड़ी उम्र के आदमी ने कहा, भाई झगड़ा मत करो, मैं फैसला करूंगा. അപ്പൊ ആ കൂട്ടത്തിലുള്ള ഒരു മുതിർന്ന ആള് പറഞ്ഞു, നിങ്ങൾ തമ്മിൽ കച്ചറുണ്ടാക്കല്ലേ, ഞാൻ തീരുമാനിക്കാം ആരുടെ വീട്ടിൽ പോകണമെന്ന്. फिर उसने फैसला किया कि इनके घर में मेहमान रहेंगे. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഈ കൂട്ടുകാരന്റെ വീട്ടിലേക്ക് അവർ താമസിക്കട്ടെ എന്ന് പറഞ്ഞു ഒരാളെ ചൂണ്ടിക്കാണിക്കണ്ട. वो आदमी गोया बहुत बड़ी नियामत और खजाना और दौलत उसे मिल गया. वो ले करके अपने उस बच्चे को और उस मेहमान को और उसकी बीवी को और उसके सामान को लेकर खुशी खुशी उसके घर चला गया. ആ ആള് വളരെയധികം സന്തോഷിച്ച് വലിയൊരു നിധി കിട്ടിയ മാതിരി, ഒരു ഖജനാവ് കിട്ടിയ മാതിരി, കോളടിച്ച പോലെ അയാൾ ഈ കുട്ടിയെ, ഭാര്യനെ, സൂട്ട് കേസുമെല്ലാം കൊണ്ടുപോയി എന്തോ ഒരു വലിയ കാര്യം നേടിയെടുത്ത പോലെ തന്റെ വീട്ടിലേക്ക് പോയി. अजनबी को, ഏതോ ഒരു അപരിചിത കുടുംബത്തെ. ये है इकराम उनके पास, ഇതാണ് യമനികളുടെ ഇക്റാം, और ये है ईमान उनके पास. ഇതാണ് യമനികളുടെ ഈമാൻ. तो हम जब गश्तों में जाते थे यमन में, ये कहना मुझे मकसूद था, इसलिए मैंने ये 2 कारगुजारियां सुनाई. तो उनको क्या बोलेंगे? ഇപ്പൊ നമ്മള് എന്തിനാ വിഷയം പറഞ്ഞത്? യമനുകാരുടെ ഈമാനെ കുറിച്ച് നമ്മൾ പറഞ്ഞത് ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. നമ്മൾ ഗസ്റ്റിൽ പോയി 1-2 പേര് പോയി അവരെ പോയി കാണുമ്പോൾ അവരോട് ഇനി എന്താണ് നമ്മൾ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുക? हम उनसे कहते हैं, आप तो हमसे बहुत अच्छे हैं. നമ്മൾ അവരോട് പറയുമായിരുന്നു, നിങ്ങൾ നമ്മളെക്കാൾ എത്രയോ മുന്തിയവർ. हमारा ईमान भी कमजोर है और हमारे अखलाक भी बिगड़े हुए हैं. നമ്മളുടെ ഈമാനും വളരെ ബലഹീനം, നമ്മുടെ സ്വഭാവം വളരെ മോശം. आपका ईमान भी अच्छा है, നിങ്ങളുടെ ഈമാൻ എത്രയോ നല്ലത്, आपका कुरान भी अच्छा है, നിങ്ങളുടെ ഖുർആൻ എത്രയോ മധുരകരം, और आपका इकराम भी अच्छा है. നിങ്ങളുടെ സേവന മനസ്ഥിതി എത്രയോ വലുത്. फिर हम हिंदुस्तान से आपके पास तबलीग में क्यों आए? നമ്മൾ ഇന്ത്യക്കാര് നിങ്ങളുടെ അടുക്കൽ തബ്ലീഗിന് വേണ്ടി എന്തിനാണ് വന്നത്?
हम आपको सिखाने के लिए नहीं आए। നമ്മൾ നിങ്ങളെ മനസ്സിലാക്കി തരാൻ പഠിപ്പിക്കാനല്ല ഞങ്ങൾ വന്നത്. हम उन यमनियों से कहते हैं हम दो बातें लेकर आए हैं आपके पास। നമ്മൾ നിങ്ങളുടെ അടുക്കലേക്ക് വന്നത് രണ്ട് കാര്യവുമായിട്ടാണ്. दो चीजें आप हमसे ले लो। രണ്ട് കാര്യങ്ങൾ നിങ്ങൾ നമ്മളിൽ നിന്നും ഏറ്റെടുക്കിൻ. नबी वाली फिक्र और नबी वाली मेहनत। നബിയുടെ ചിന്ത, നബിയുടെ പരിശ്രമം. तुम्हारे अंदर दीन है, निंगल- लेकिन तुम दीन की मेहनत को ले लो। നിങ്ങൾ ഉള്ളിൽ ദീനുണ്ട്, നിങ്ങൾ അതിന്റെ കൂട്ടത്തിൽ ദീനിന്റെ പരിശ്രമം കൂടി നിങ്ങൾ ഏറ്റെടുക്കിൻ. नबी की मेहनत, नबी का फिक्र। നബിയുടെ ഫിക്കർ, നബിയുടെ ചിന്ത, നബിയുടെ പരിശ്രമവും. फिक्र दिल में। ഫിക്കർ ഉണ്ടാകേണ്ടത് ഹൃദയത്തിൽ. किसकी फिक्र? ആരുടെ ചിന്തക, ആരുടെ ചിന്ത? इंसानियत की फिक्र। മനുഷ്യരെ കുറിച്ചുള്ള ചിന്ത. किसकी फिक्र? ആരെ പറ്റിയുള്ള ചിന്ത? आखिरत की फिक्र। ആഖിറത്തെ പറ്റിയുള്ള ചിന്ത. अल्लाह को राजी करने का फिक्र। അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തണം എന്നുള്ള വ്യാകുലത, ചിന്ത. कि एक एक इंसान अल्लाह को राजी करके दुनिया से जाकर अपनी आखिरत बना ले। ഓരോരോ മനുഷ്യരും അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് ഈ ദുനിയാവിൽ നിന്നും ആഖിറത്തിലേക്ക് പോകണം. अल्लाह को राजी करे बगैर आखिरत नहीं बन सकती। ഒരു മനുഷ്യൻ അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്താണ്ട് ഒരിക്കലും അവന്റെ ആഖിറത്തിനെ, അവന്റെ സ്വർഗത്തെ നേടിയെടുക്കാൻ സാധിക്കുകയില്ല. अल्लाह को नाराज करके दुनिया मिल सकती है, आखिरत नहीं मिल सकती। അള്ളാഹുവിന്റെ അതൃപ്തിയിൽ ചിലപ്പോൾ ദുനിയാവിൽ എന്തെങ്കിലും നേട്ടമുണ്ടായേക്കാം, പക്ഷെ ആഖിറം ഒരിക്കലും കിട്ടുകയില്ല. दुनिया तो अल्लाह ने नाफरमानों को दिया। ദുനിയാവാണെങ്കിൽ അള്ളാഹു അവനെ അനുസരിക്കുന്നവർക്കും അനുസരിക്കാത്തവർക്കും കൊടുക്കുന്ന ഒരു സ്ഥലമാണ്. जालिमों को दिया। വലിയ വലിയ അക്രമികൾക്കും അള്ളാഹു ദുനിയാവിന്റെ വിഭവങ്ങൾ കൊടുത്തിട്ടുണ്ട്. दुश्मनों को दिया। അള്ളാഹുവിന്റെ ശത്രുക്കൾക്ക് പോലും അള്ളാഹു ഇവിടുത്തെ അനുഗ്രഹങ്ങൾ കൊടുത്തിട്ടുണ്ട്. खुदाई का दावा करने वाले नमरूद और फिरौन जैसी शख्सियतों को अल्लाह ने दुनिया नवाज दिया। ഞാൻ തന്നെയാണെന്ന് ദൈവമെന്ന് അഹങ്കാരം നടിച്ചിരുന്ന ഫിർഔനിന് പോലും നമ്രൂദിന് പോലും അള്ളാഹു സുബ്ഹാനഹു തആല ഈ ദുനിയാവ് നൽകിയിട്ടുണ്ട്. क्या कहता था? अना रब्बुकुमुल आला, मैं बड़ा रब हूं। അവരെന്തായിരുന്നു പറഞ്ഞിരുന്നത്? അന റബ്ബുക്കുമുൽ ആല, ഞാൻ തന്നെയാണ് ഏറ്റവും വലിയ റബ്ബ്, ഏറ്റവും വലിയ പരിപാലകൻ എന്ന് പറഞ്ഞിരുന്നവർ. मैं तुम सबका बड़ा रब हूं। ഞാൻ എല്ലാ ദൈവങ്ങളെക്കാളും വലിയ ദൈവം എന്ന് പറഞ്ഞിരുന്നവൻ. ऐसी हुकूमत, വലിയ സാമ്രാജ്യം കൊടുത്തു അല്ലാഹു, ऐसी ताकत വലിയ ശക്തി और ऐसी सेहत दी फिरौन को कि कई सालों तक उसे सर में भी दर्द नहीं आया। ഫിർഔനിന് അള്ളാഹു എത്ര വലിയ ആരോഗ്യം നൽകിയെന്ന് വെച്ചാൽ എത്രയോ വർഷം അദ്ദേഹത്തിന് ഒരു തലവേദന പോലും വന്നിട്ടുണ്ടായിരുന്നില്ല. അത്ര മുന്തിയ ആരോഗ്യവും കൊടുത്തു. इसीलिए फरमाया दुनिया की चीजों का मिल जाना अल्लाह की रजामंदी की अलामत नहीं है और दुनिया की चीजों का न मिलना अल्लाह की नाराजगी की अलामत नहीं। ഇതിൽ നിന്നും നമ്മൾ എന്താണ് പാഠം ഉൾക്കൊള്ളേണ്ടത്? ദുനിയാവിന്റെ വിഭവങ്ങൾ കിട്ടുക എന്നത് അള്ളാഹുവിന്റെ തൃപ്തിയുടെ അടയാളമല്ല. ദുനിയാവിന്റെ വിഭവങ്ങൾ, അനുഗ്രഹങ്ങൾ കുറഞ്ഞു പോകുക എന്നത് അള്ളാഹുവിന് നമ്മളോട് അതൃപ്തിയുണ്ട് എന്നതിന്റെ തെളിവുമല്ല. और दुनिया की चीजों का न मिलना ये अल्लाह की नाराजगी की अलामत नहीं है। ദുനിയാവിന്റെ വസ്തുക്കൾ നമ്മളെടുത്ത് കുറഞ്ഞു പോകുന്നത് അള്ളാഹ്ക്ക് നമ്മളോട് ഇഷ്ടക്കേടുണ്ട് എന്നതിന്റെ തെളിവല്ല. गरीब होना ऐब नहीं है। ഒരു ദരിദ്രനായി പോകുന്നത് ഒരു മോശമായ ഐബായ ഒരു കാര്യമല്ല. मिस्कीन है, गरीब है, पैसे नहीं है, ഒരാൾ മിസ്കീനായി പോകുന്നത്, ദരിദ്രനായി പോകുന്നത്, സമ്പത്തില്ലാണ്ടായി പോകുന്നത് ഒരു തെറ്റല്ല, ഒരു മോശമായ കാര്യമല്ല. छोटे छोटे घर में रहता है, വീട് ചെറുതായി പോയി ഒരാളുടേത്, അവൻ ചെറിയ വീട്ടിൽ താമസിക്കുന്ന ആളാണ്, फटे पुराने कपड़े पहनता है, അവന്റെ വസ്ത്രങ്ങൾ കീറി പറഞ്ഞതാണ്, കീറിയതാണ്, पेवन लगे हुए हैं, അതില് തച്ചു വെച്ചിരിക്കുകയാണ്, हाँ, और सवारी भी नहीं है, അവന്റെ കയ്യിൽ ഒരു വാഹനം പോലും ഇല്ല സ്വന്തമായിട്ട്. दुनिया का कुछ नहीं है उसके पास, ദുനിയാവിന്റെ ഒരു വസ്തുവും പറയത്തക്കതായി അവന്റെ കയ്യിലില്ല. लेकिन सीने में ईमान है, പക്ഷെ ഹൃദയത്തിൽ ഈമാനുണ്ട്, വിശ്വാസമുണ്ട്, आखिरत का यकीन है, ആഖിറത്തിനെ കുറിച്ചുള്ള ചിന്തയുണ്ട്, അതിൽ ഉറപ്പുണ്ട്, अल्लाह को राजी करने का जज्बा है, അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്താനുള്ള ആവേശം അവന്റെ ഹൃദയത്തിലുണ്ട്. और जिंदगी में नबी का तरीका है, ജീവിതത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണിച്ചു തന്ന രീതികളുണ്ട്. तो उसके ऊपर अल्लाह की रहमत बरसती है। അങ്ങനെയുള്ളവന്റെ മേൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ റഹ്മത്ത് ആകാശത്തുനിന്ന് മഴ വർഷിക്കുന്ന പോലെ വർഷിക്കുന്നതാണ്. ईमान वाले के ऊपर अल्लाह की रहमत बरसती है, ഈമാൻ ഉള്ളവന്റെ മേൽ അള്ളാഹുവിന്റെ റഹ്മത്ത് വർഷിക്കുന്നതാണ്. और जो नाफरमान और काफिर होता है अगर वो राहत के नक्शों में भी होता है तो अल्लाह के अजाब के साये में होता है.
ഒരു കാഫിറായ മനുഷ്യൻ, അള്ളാഹുവിനെ അനുസരിക്കാത്ത ഒരു മനുഷ്യൻ, ദുനിയാവിന്റെ വിഭവങ്ങൾ അവന്റെ കയ്യിൽ എത്രയുണ്ടെങ്കിലും ശരി, അള്ളാഹുവിന്റെ അദാബിന്റെ ഒരു തണലിലാണ് അവൻ എപ്പോഴും ഉള്ളത്, അതിന്റെ ഒരു നേലിലാണ് അവൻ എപ്പോഴും ഉള്ളത്. तो मेरे दोस्त और बुजुर्गों, आखिरत की फिक्र, आखिरत हमारी बन जाए, वो उस वक्त होगी जब अल्लाह हमसे राजी हो जाएंगे. സോമാരെ, അതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഓരോരുത്തരും വിജയിക്കുന്നത് അള്ളാഹു നമ്മളിൽ തൃപ്തി ഉണ്ടാവുമ്പോഴാണ്. നമ്മുടെ ആഖിറം നന്നാവുന്നത് അള്ളാഹുവിന്റെ തൃപ്തിയിൽ മാത്രമാണ്. असल चीज आखिरत है. അസലായ കാര്യം ആഖിറത്താണ്. सलामती आखिरत में है, दुनिया में नहीं है. സമാധാനം ആഖിറത്തിലാണ്, ഒരിക്കലും ദുനിയാവിലുള്ള വസ്തുവല്ല. सबसे पहले और सबसे बड़े दाई खुद अल्लाह है. ഏറ്റവും വലിയ ദായി, ഏറ്റവും കൂടുതലായി നന്മയിലേക്ക് ക്ഷണിച്ചവൻ അള്ളാഹു തന്നെയാണ്. वल्लाहु यदउ इला दारिस सलाम. अल्लाह कहते हैं मैं तुम सबको दावत देता हूं सलामती वाले घर की तरफ. അള്ളാഹു സുബ്ഹാനഹു തആല അവൻ തന്നെ സമാധാനത്തിന്റെ വീടായ ദാറുസ്സലാമിലേക്ക്, വല്ലാഹു യദൂ ഇലാ ദാരിസ്സലാം, അവൻ സമാധാനത്തിന്റെ വീട്ടിലേക്ക് നമ്മളെ ക്ഷണിക്കുകയാണ്. അവൻ ക്ഷണിച്ചു കഴിഞ്ഞു. कौन सी सलामती का घर? ഏതാണ് ആ സമാധാനത്തിന്റെ വീട്? जरा पूछो പറയിൻ, ഏതാണ് ആ സമാധാനത്തിന്റെ വീട്? जी, സ്വർഗം. स्वर्गम. सलामती है वहां पर. അവിടെ സമാധാനം, സമാധാനമേ സമാധാനം. और परमानेंट है. അതാണെങ്കിൽ സ്ഥിരമായത്. दुनिया में अगर सलामती है भी तो वो परमानेंट नहीं है. ദുനിയാവിലെ സമാധാനം ഉണ്ടെങ്കിൽ തന്നെ സ്ഥിരമായതല്ല. सब टेम्पररी है. ദുനിയാവിലെല്ലാം ആപേക്ഷികം, ടെമ്പററി, കുറഞ്ഞ കാലത്തേക്കുള്ളത്. यहाँ की जवानी टेम्पररी. ഇവിടെയുള്ള യുവത്വം അതും കുറഞ്ഞ കാലത്തേക്ക്. यहाँ की खुशी टेम्पररी. ഇവിടെയുള്ള സന്തോഷം അതും കുറഞ്ഞ കാലത്തേക്ക്. यहाँ की इज्जतें टेम्पररी. ഇവിടെ അന്തസ്സുണ്ടെങ്കിൽ അതും കുറഞ്ഞ കാലത്തേക്ക്. यहाँ की सेहत टेम्पररी. ഇവിടെ ആരോഗ്യമുണ്ടെങ്കിൽ അതും കുറഞ്ഞ കാലത്തേക്ക്. यहाँ की सारी चीजें टेम्पररी और वहां की सारी चीजें परमानेंट. ഇവിടെയുള്ള എല്ലാ കാര്യങ്ങളും കുറഞ്ഞ കാലത്തേക്ക്, താൽക്കാലികം. हमारे एक दीनदार साथी ने घर बनाया. നമ്മുടെ ഒരു കൂട്ടുകാരൻ ഒരു വീടുണ്ടാക്കി. अच्छा सा घर बनाया. നല്ലൊരു വീടുണ്ടാക്കി. सहूलतों वाला. നല്ല സൗകര്യമുള്ള ഒരു വീടുണ്ടാക്കി. मेहमान आए तो रह सकते हैं. അതിഥികൾ വന്നാൽ താമസിക്കാനുള്ള സ്ഥലം. सहूलतों वाला घर, इसकी इजाजत है. സൗകര്യമുള്ള വീട് ഉണ്ടാക്കാൻ അനുവാദമുണ്ട്. तो उन्होंने घर का नाम रखा, नाम. അദ്ദേഹം വീട്ടിനൊരു പേര് വെക്കാൻ തീരുമാനിച്ചു. सब रखते हैं ना नाम. നമ്മളെല്ലാരും നമ്മളെ വീട്ടിനൊരു പേര് വെക്കാറില്ലേ? यहाँ रखते हैं केरला में. जी बहुत बड़ा बड़ा रखता है. बड़ा रखते हैं. तो उन्होंने घर का नाम रखा. അദ്ദേഹം ആ വീട്ടിനൊരു പേര് വെച്ചു. क्या नाम रखा? എന്തായിരിക്കും പേര് വെച്ചത്? आरजी मंजिल. ആർസി മൻസിൽ, താൽക്കാലിക ഭവനം. आरजी मंजिल. ആർസി മൻസിൽ ഉറുദുവില് പറഞ്ഞാൽ താൽക്കാലിക ഭവനം. अंग्रेजी में कहो तो ट्रांसिएंट अबोर्ड. ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ട്രാൻസിയന്റ് അബോർഡ്, താൽക്കാലികമായി താമസിക്കാനുള്ള ഒരു ഇടം. आज मैं हूं, कल कोई और रहेगा. ഇന്ന് ഞാനായിരിക്കും, നാളെ വേറെ ആരെങ്കിലും കയറി താമസിക്കും. आज मेरा बेडरूम है, कल किसी और का बेडरूम रहेगा. ഇന്ന് അത് എന്റെ ബെഡ്റൂം ആണെങ്കിൽ നാളെ ഈ ബെഡ്റൂമിൽ വേറെ ആരെങ്കിലും പോയി കിടക്കും. अभी मैं सुबह यहाँ ट्रेन से आया. ഇന്ന് ഞാൻ ഇങ്ങോട്ടേക്ക് രാവിലെ ട്രെയിനിലാണ് വന്നത്. मेरा बर्थ रिजर्व था. എന്റെ ബർത്ത് റിസർവ് ചെയ്യപ്പെട്ട ബർത്തായിരുന്നു. मेरा बर्थ था. അത് എന്റെ ബർത്തായിരുന്നു. लेकिन कोई सो नहीं सकता था उस पर. അത് വേറെ ആരും അവിടെ ഇരിക്കാൻ അനുവാദം ഉണ്ടായിരുന്നില്ല. उस बर्थ पर मेरा नाम रजिस्टर्ड था, कंप्यूटर में सेव्ड था. ആ ബർത്തിൽ എന്റെ പേര് എഴുതപ്പെട്ടതായിരുന്നു, ലിഖിതമായിരുന്നു. കമ്പ്യൂട്ടറിൽ അതിന്റെ പ്രിന്റ് ഔട്ട് ഉണ്ടായിരുന്നു. सब जानते थे कि मेरा बर्थ था. അതെല്ലാവർക്കും അറിയാമായിരുന്നു അത് എന്റെ ബർത്താണ്. और मैं भी जानता था वो मेरा बर्थ था. എനിക്കും അറിയാമായിരുന്നു അത് എന്റെ ബർത്താണ്. लेकिन कब तक के लिए? പക്ഷെ എപ്പോ വരെ സഹോദരന്മാരെ? कब तक के लिए? എത്ര വരെ? ट्रेन से उतरे, बर्थ गया. ഞാൻ ട്രെയിനിൽ നിന്ന് ഇറങ്ങി, എന്റെ ബർത്ത് പോയി. अब वो ट्रेन भी है और वो बर्थ भी है, लेकिन उसके ऊपर किसी और का नाम. ആ ട്രെയിനുമുണ്ട്, ഇപ്പോൾ ബർത്തുമുണ്ട്, പക്ഷെ അതിൽ വേറെ ആരുടെയോ പേരുകൾ എഴുതി വെക്കപ്പെട്ടു वो കഴിഞ്ഞു. किसी और का हो गया. അത് വേറെ ആരുടേതോ ആയി കഴിഞ്ഞു. ऐसे ही ये घर किसी और का हो जाएगा. ഇതുപോലെ ഈ വീട്, ഞാൻ ഉണ്ടാക്കിയ വീട് വേറെ ആരോ കൈയാറാനുള്ളതാണ്. परमानेंट कोई चीज नहीं है. ഇവിടെ സ്ഥിരമായി ഒന്നും തന്നെ ഇല്ല. हमारे बेंगलोर में एक साहब ने एक हॉस्पिटल खोला. നമ്മളെ നാട്ടില്, हमने नहीं भाई, നമ്മളെ ബാംഗ്ലൂരില് ഒരു കൂട്ടുകാരൻ ഒരു ഹോസ്പിറ്റൽ ഉണ്ടാക്കി. बड़ा हॉस्पिटल. വലിയൊരു ഹോസ്പിറ്റൽ ഉണ്ടാക്കി. और उस हॉस्पिटल का नाम रखा लिव 100.
അദ്ദേഹം ആ ഹോസ്പിറ്റലിന് പേരിട്ടത് ലിവ് 100, ജീവിക്കൂ 100 എന്ന് പേരിട്ടു. नाम लिव 100, ലിവ് 100 എന്ന് പേരിട്ടു. नाम क्या तो यहाँ आ गए तो मैं 100 साल जीती कर. അദ്ദേഹം അതെന്താണ് അതുകൊണ്ട് ഉദ്ദേശം എന്ന് വെച്ചാൽ, നിങ്ങൾ ഇവിടെ വന്ന് നിങ്ങൾ ചികിത്സ നേടിയാൽ 100 വർഷം നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കും. वो मैसेज वो कन्वे करना चाहता था लोगों को. അദ്ദേഹം ഇതായിരുന്നു ആ പേരിലൂടെ ജനങ്ങൾക്ക് അറിയിക്കാൻ ഉദ്ദേശിച്ചിരുന്ന സന്ദേശം. हमारे पास आ जाओ, हम ऐसा ट्रीटमेंट करेंगे 100 साल तक मरोगे नहीं. ഞങ്ങളെടുക്കൽ നിങ്ങൾ വന്നാൽ എങ്ങനത്തെ ചികിത്സ ഞങ്ങൾ നൽകുമെന്നാൽ എന്ന് വെച്ചാൽ 100 വർഷത്തേക്ക് നിങ്ങൾ മരിക്കുകയില്ല, 100 വയസ്സ് വരെ. और हाल ये हुआ कि हॉस्पिटल खुलकर 2 साल में हॉस्पिटल बंद हो गया. പക്ഷെ അവസ്ഥ എന്തായെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഹോസ്പിറ്റൽ അദ്ദേഹം തുടങ്ങി 2 വർഷത്തിന്റെ ഉള്ളിൽ ഹോസ്പിറ്റൽ തന്നെ പൂട്ടിപ്പോയി. हमारे पास लेके आ गए इक्विपमेंट्स, आप किसी भी तरह 50% में इक्विपमेंट ले लो. എന്നിട്ട് ഞങ്ങളെടുക്കൽ വന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ വാങ്ങി വെച്ച എക്യുപ്മെന്റ്സ് ഉണ്ട്, ഒരു 50% വില തന്നിട്ടെങ്കിലും ദയവ് ചെയ്ത് ഈ എക്യുപ്മെന്റ്സ്, ഈ മെഷീനറികൾ, ഉപകരണങ്ങൾ നിങ്ങളൊന്ന് വാങ്ങിൻ എന്ന് വന്ന് പറഞ്ഞ് ഞങ്ങളെടുക്കൽ വരെയുണ്ടായി. तो बर्थ किसी और का हो गया. ആ ബർത്ത് വേറെ ആരുടേതോ ആയി കഴിഞ്ഞു. एक बर्थ था, वो भी किसी और का हो गया. ആകെ ഉണ്ടായിരുന്നത് ഒരു ബർത്താണ്, ആ ബർത്തും വേറെ ആരുടേതോ ആയി കഴിഞ്ഞു. रात को अगर टीटी आकर मुझे ये कहता, രാത്രി ടി വന്നിട്ട് എങ്ങാണ്ടും എന്നോട് പറയുകയാണ്, अगर ये कहता, कहा नहीं, अगर ये कहता, പറഞ്ഞിട്ടില്ല, അഥവാ പറഞ്ഞെങ്കിൽ ये कहता एक और बर्थ खाली है, आप उसको खरीद लो. ടി രാത്രി എന്റെ അടുക്കൽ വന്നിട്ട് അഥവാ പറയുകയാണെങ്കിൽ, ഇതാ ഒരു ബർത്തും കൂടി കാലിയായിട്ടുണ്ട്, നിങ്ങൾ അതും കൂടി എടുത്തോളിൻ. बोलो मैं खरीदता. അപ്പൊ ഞാൻ വാങ്ങുമായിരുന്നോ സഹോദരന്മാരെ? अरे भाई मेरी तो जरूरत इससे पूरी हो रही है, एक और लेके क्या करूं? അപ്പൊ ഞാൻ അയാളോട് പറയും, എന്റെ ആവശ്യം ഇവിടെ പൂർത്തിയായല്ലോ, ഈ ബർത്തൻ എനിക്ക് മതിയല്ലോ, ഇനിയൊരു ബർത്തും കൂടി കിട്ടിയിട്ട് എനിക്ക് എന്താ ആവശ്യം? अब वो टीटी अगर यूं कहे 50% में ले लो, അപ്പൊ ടി പറയാണ്, ഞാൻ നിങ്ങൾക്ക് ഒരു ഓഫർ തരാം, 50% തന്നാ മതി, നിങ്ങൾ എടുത്തോ. तो अगर मैं खरीद लूं उसको 50% पे, तो मुझसे बड़ा कितना बेवकूफ कोई होगा दुनिया में. അഥവാ ഞാൻ എങ്ങാണ്ടും ആ ഓഫർ കൊള്ളാമല്ലോ, 50% ആ ബർത്തും കൂടി വാങ്ങിച്ചാൽ എന്നെക്കാളും വലിയ പൊട്ടൻ വേറെ ആരെങ്കിലും ഉണ്ടാവോ സഹോദരന്മാരെ? जैसे वो ट्रेन का सफर है, ऐसे जिंदगी का सफर है. ഇതുപോലെയാണ് സഹോദരന്മാരെ നമ്മുടെ യാത്ര. ട്രെയിനിലെ യാത്ര, അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിന്റെ യാത്ര. അതുപോലെ തന്നെ सोने के लिए एक सहूलत की जगह, കിടക്കാൻ വേണ്ടി ഒരു സൗകര്യമുള്ള ഒരു സ്ഥലം, और इस्तंजे के लिए एक सहूलत की जगह, നമ്മുടെ ഇസ്തിഞ്ച മലമൂത്ര വിസർജനത്തിന് വേണ്ടി ഒരു സൗകര്യത്തിനുള്ള ഒരു സ്ഥലം, और खाने के लिए कुछ मिल जाए अच्छा, गरम गरम, ताजा ताजा. തിന്നാന് എന്തെങ്കിലും ചൂടുള്ള ഫ്രഷായ എന്തെങ്കിലും ചില വിഭവങ്ങൾ തിന്നാൻ കിട്ടണം. और पड़ोस में पैसेंजर भी अच्छा मिले. അതേപോലെ ചുറ്റുവട്ടത്തുള്ള നമ്മുടെ സഹയാത്രികരും കുറച്ച് നല്ല മാന്യന്മാരായി കിട്ടൽ. खांसने वाला पैसेंजर पड़ोस में मिल गया तो मेरी नींद खराब हो जाएगी. ഒരാള് നമ്മുടെ അടുക്കൽ ഒരു യാത്രക്കാരൻ ചുമയോട് ചുമ, എന്റെ ഉറക്കം പോയി പോവും. नहीं तो स्नोरिंग पेशेंट, അഥവാ എന്റെ അടുക്കൽ ഒരാള് വൻ കൂർക്കം വലിക്കാരൻ, तो मेरी नींद खराब हो जाएगी. അപ്പോഴും എന്റെ ഉറക്കം പോയി പോവും. पड़ोसी अच्छा हो, അതുകൊണ്ട് അടുത്ത് താമസിക്കുന്ന അയൽവാസി നല്ല ആളായി തീരൽ. इसीलिए फजाइल की किताब में रब्बना आतिना फिद दुनिया हसना व फिल आखिरती हसना, कि अल्लाह मेरी दुनिया को भी अच्छी बना दे, मेरी आखिरत को भी अच्छी बना दे. इसकी तफसीर में लिखा है, दुनिया का अच्छा बनने से मुराद अच्छा पड़ोसी मिले. അതുകൊണ്ട് നമുക്ക് താലീം കിതാബിൽ നമ്മൾ കാണാം, റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന എന്നുള്ള ആയത്തിന്റെ വിശദീകരണത്തിൽ ഷെയ്ഖ് എഴുതിയിട്ടുണ്ട്, ദുനിയാവിലുള്ള നന്മ കൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു കാര്യം നല്ല അയൽവാസികൾ ഉണ്ടായി തീരുക എന്നതുമാണ് എന്ന് അതിന്റെ വിശദീകരണത്തിൽ എഴുതിയിട്ടുണ്ട്. मेरे दोस्तों और बुजुर्गों, ये दुनिया की हर चीज टेम्पररी है. അതുകൊണ്ട് സഹോദരന്മാരെ നമ്മൾ മനസ്സിലാക്കണം, ഈ ദുനിയാവിലുള്ള മുഴുവൻ വസ്തുക്കളും വെറും താൽക്കാലികം മാത്രമാണ്. ये समझाने के लिए दुनिया में नबी आते थे. ഇത് മനസ്സിലാക്കി കൊടുക്കാൻ, ഇത് പറഞ്ഞു തരാൻ വേണ്ടി മാത്രമാണ് നബിമാർ വന്നിരുന്നത്. कि सलामती का घर वो जन्नत है, സമാധാനത്തിന്റെ വീട് അത് സ്വർഗമാണ്, वहाँ खुशियां हैं, അവിടെ സന്തോഷങ്ങളാണ്, वहाँ महले हैं, बागात हैं, सब परमानेंट है. അവിടെ ഭവനങ്ങളുണ്ട്, തോട്ടങ്ങളുണ്ട്, എല്ലാം സ്ഥിരമായിട്ടുള്ളതാണ്. जवानी परमानेंट है, बुढ़ापा नहीं है. അവിടെ നിങ്ങൾക്ക് കിട്ടുന്ന യുവത്വം അത് സ്ഥിരമായിട്ടുള്ളതാണ്, നിങ്ങൾ ഒരിക്കലും വൃദ്ധനാവുകയില്ല. ला यस्मऊना
फीहा लगवम वला तासीमा, कोई बेकार बात नहीं होगी, कोई दिल को ठेस पहुंचाने वाली बात जन्नत में नहीं होगी. സ്വർഗത്തിൽ ഒരു മോശമായ വർത്താനം, കുത്തുവാക്കുകൾ, ഒരു കുറ്റപ്പെടുത്തലുകൾ, ഒരു മോശമായ വർത്തമാനം പോലും സ്വർഗത്തിൽ ഉണ്ടാവുകയില്ല. लगवम वला तासीमा, कोई बेकार बात जन्नत में नहीं होगी और कोई दिल को ठेस पहुंचाने वाली बात जन्नत. ലഗ്വൻ വലാ തഅസീമ, പായ് വർത്തമാനമില്ല, കുത്തുവാക്കുകളുമില്ല. खुशियां इल्ला कीलन सलामन सलामा, ഉള്ളത് എന്താണ്? ഇല്ല കീലൻ സലാമൻ സലാമ, അവിടെ സമാധാനം സമാധാനം എന്ന മുദ്രാവാക്യം മാത്രം. 70,000 फरिश्ते दाखिल होकर हर लम्हा 70,000 खुशी की खबरें सुनाएंगे. गुड न्यूज. 70,000 മലക്കുകൾ വന്ന് ഓരോ മലക്കും വ്യത്യസ്തമായ നിങ്ങൾക്ക് സന്തോഷ വാർത്തകൾ, 70,000 സന്തോഷ വാർത്തകൾ, നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന റിവാർഡുകൾ, നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന നേമത്തുകളെ, നിങ്ങളെ സന്തോഷ വാർത്ത നിങ്ങളെ കേൾപ്പിച്ചുകൊണ്ടേയിരിക്കും. एक फ्रैक्शन ऑफ ए सेकंड के लिए भी कोई गम की न्यूज भी नहीं रहेगी. ഒരു സെക്കൻഡ് അല്ലെങ്കിൽ അതിന്റെ കുറവ്, ഒരു ഫ്രാക്ഷൻ, അതിന്റെ ചെറുത് പോലും, ചെറിയൊരു ഇടവേള പോലും ഒരു വേദനിപ്പിക്കുന്ന വിഷമിക്കുന്ന ഒരു സംസാരം, അതിന്റെ വർത്തമാനങ്ങൾ, ഖേദം ഒന്നും സ്വർഗത്തിലില്ല. कोई खौफ के हालात नहीं होंगे. അവിടെ പരിഭ്രമിക്കേണ്ട ഒരു സന്ദർഭം സ്വർഗത്തിലില്ല. ऑफिस में बैठे हैं, दिन के 11 बजे बीवी का फोन आ गया. നമ്മൾ ഓഫീസിൽ ഇരിക്കുകയാണ്, 11 മണി പകലാണ്. ആ സമയത്ത് വീട്ടിൽ നിന്നും ഭാര്യയുടെ ഒരു ഫോൺ വന്നു. फोन उठा के देखे तो बीवी का नंबर. നമ്മൾ ഫോൺ എടുത്ത് നോക്കിയപ്പോൾ അത് നമ്മുടെ ഭാര്യയാണ് വിളിക്കുന്നത്, ഭാര്യയുടെ നമ്പർ. ये मामूल नहीं था. 11 बजे वो करती नहीं थी. उसको मालूम था, उसको मालूम है कि 11 बजे मैं ऑफिस में बिजी होता हूँ. അപ്പൊ നമ്മൾ അപ്പൊ തന്നെ ചിന്തിക്കും, ഞാൻ സ്ഥിരമായിട്ട് ഈ സമയത്ത് എന്റെ ഭാര്യ എന്നെ വിളിക്കാറില്ല, 11 മണിക്ക് ഓഫീസിൽ ഇരിക്കുന്ന സമയമാണെന്ന് അവൾക്കറിയാം, ഞാൻ ബിസിയാണ്, തിരക്കുള്ള സമയമാണെന്ന് അവൾക്കറിയാം. പക്ഷെ അവളുടെ ഫോൺ വന്നിരിക്കുകയാണ്. फोन देखकर टेंशन होता है दिल में. टेंशन. ആ ഫോണ് കണ്ടാൽ, അത് ഭാര്യയാണെന്ന് മനസ്സിലാക്കിയാൽ ഉടനെ തന്നെ ഒരു ടെൻഷൻ ഹൃദയത്തിൽ പെട്ടെന്ന് വരും. क्यों फोन करी? क्या हो गया? എന്തിനാ വിളിച്ചത്? എന്തായിരിക്കും കാരണം? फिसल के गिर गई? ഓളങ്ങാണ്ടും കാല് തെന്നി വീണു പോയോ? फ्रैक्चर हो गया? അവിടെ കാലെങ്ങാണ്ട് ഒടിഞ്ഞോ? गैस बर्स्ट हो गया? ഗ്യാസ് അറ്റം പൊട്ടിത്തെറിച്ചോ വീട്ടില്? चोर घुस गया? കള്ളൻ എങ്ങാണ്ടും കേറിയോ? बच्चा गिर गया? മോൻ എങ്ങാണ്ടും വീണു പോയിട്ടുണ്ടാവുമോ? कोई तो इमरजेंसी होगा कि 11 बजे दिन में ऑफिस के टाइम में बीवी ने कर दिया, तो थोड़ा टेंशन दिल में पैदा होता है. എന്തെങ്കിലും ഒരു എമർജൻസി വരാണ്ട്, അത്യാവശ്യ സന്ദർഭം വരാണ്ട് എന്റെ ഭാര്യ ഒരിക്കലും 11 മണിക്ക് തിരക്കുള്ള സമയം, അവൾക്ക് അറിയുന്ന സമയം എന്നെ ഒരിക്കലും വിളിക്കുകയില്ല. तो फर्स्ट रिंग में आदमी उस फोन को उठा लेता है. फर्स्ट रिंग में ആദ്യത്തെ റിങ്ങിൽ തന്നെ ആ ഫോണ് ആളെടുക്കും. क्या है कि मालूम नहीं, എന്താണ് അറിയില്ല, എന്താണ് വാർത്ത, क्या है कि जल्दी चाबी, क्या हो गया, सब खैरियत? ആദ്യം തന്നെ നമ്മൾ ഫോൺ എടുത്ത് ചോദിക്കുന്നത് എന്താണ്, എല്ലാം കുഴപ്പമൊന്നുമില്ലല്ലോ, സുഖം തന്നെയല്ലേ? तो कहती है अल्लाह का फजल जी, सब खैरियत, अम्मी आको ही जरा गोश्त भेजो. അപ്പൊ ഭാര്യ പറയാണ്, അൽഹംദുലില്ലാ സുഖം തന്നെ, ഉമ്മ വന്നിട്ടുണ്ട്, നിങ്ങൾ കുറച്ച് ഇറച്ചി വാങ്ങി കൊടുത്താക്കിൻ. वो फ्यू सेकंड्स का टेंशन भी जन्नत में नहीं होगा. ആ കുറഞ്ഞ നേരത്തേക്ക് ഹൃദയത്തിൽ വന്നു പോയൊരു ടെൻഷൻ ഉണ്ടല്ലോ, ഒരു പരിഭ്രാന്തി ഉണ്ടല്ലോ, അതുപോലും ഇല്ല കേട്ടോ സ്വർഗത്തിൽ. मेरे दोस्तों बुजुर्गों, ऐसी जन्नत को भूल कर, इंसानियत तो इंसानियत है, मुसलमान आज जिंदगी गुजार रहा है. സഹോദരന്മാരെ, ഇതുപോലത്തെ സ്വർഗം, ഈ സ്വർഗത്തെ മറന്നുകൊണ്ടാണ് മുഴുവൻ മനുഷ്യർ പോട്ടെ, ഈ വിവരം അറിഞ്ഞ മുസ്ലിമീങ്ങൾ പോലും ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. जन्नत याद नहीं, ഇന്ന് സ്വർഗം നമ്മൾക്ക് ഓർമ്മയിലില്ല, जन्नत का तसव्वुर नहीं. ആ സ്വർഗത്തെ കുറിച്ചുള്ള ഒരു ചിത്രം നമ്മളെ തലയിലില്ല. बल्कि अल्लाह माफ फरमाए, एक बड़ा मजमा नौजवानों का, मुसलमानों का, वो जन्नत और जहन्नम के मामले में शक में पड़ा हुआ है. അള്ളാഹു മാപ്പാക്കട്ടെ, ഇന്ന് വലിയൊരു ശതമാനം, പ്രത്യേകിച്ച് ചെറുപ്പക്കാർ, അവര് സ്വർഗമുണ്ടോ എന്ന വിഷയത്തിൽ അവർക്ക് ആശങ്കയാണ്, അവർ കൺഫ്യൂസ്ഡ് ആണ്, ഇല്ല എന്ന രീതിയിൽ അവർ സംസാരിച്ച് തുടങ്ങിയിരിക്കുകയാണ്. जुबान कहते नहीं, लेकिन दिल मानता नहीं. ചിലപ്പം അവര് നാവ് കൊണ്ട് പറയുന്നുണ്ടാവില്ല, പക്ഷെ അവര് ഹൃദയത്തിൽ അതിനെക്കുറിച്ചുള്ള ഒരു ചിന്തയില്ല, അതിനവര് സമ്മതിക്കുന്നില്ല. जुबान से कहने के लिए तैयार नहीं कि जन्नत नहीं है, और दिल मानने के तैयार नहीं कि जन्नत है.
നാവ് കൊണ്ട് ചിലപ്പം അവര് പറയാൻ തയ്യാറില്ല, പക്ഷെ ഹൃദയം സ്വർഗമുണ്ടെന്ന് സമ്മതിക്കാനും തയ്യാറില്ല. जुबान अलग है और दिल अलग है. അവരുടെ വർത്തമാനം വേറെയാണ്, അവരുടെ ഹൃദയത്തിലുള്ളത് വേറെയാണ്. जुबान के बोल दिल में उतर जाए. നമ്മൾ പറയുന്നത് നമ്മുടെ ഹൃദയത്തിൽ ഇറങ്ങണം. ये जन्नत है जहन्नम है. സ്വർഗമുണ്ട്, നരകമുണ്ട്. जन्नत भी है जहन्नम भी है. मानता है तो करके देख, नहीं मानता है तो मर के देख. സ്വർഗവുമുണ്ട്, നരകവുമുണ്ട്. അനുസരിക്കുന്നെങ്കിൽ നീ ജീവിച്ച് നാളെ ആഖിറത്തിലെത്തി നേരിട്ട് കാണ്. ഇല്ലെങ്കിൽ നീ പോയി നരകത്തിൽ അംഗീകരിക്കേണ്ട നരകത്തിൽ പോയി ചാട്. कल्ला सौफ तालमून सुम्म कल्ला सौफ तालमून कल्ला लौ तालमून इल्मुल यकीन. तुम देखोगे जरूर. अल्लाह कहते तुम देखोगे जरूर देखोगे. അള്ളാഹു പറയാണ്, തീർച്ചയായിട്ടും നീ കാണുക തന്നെ ചെയ്യും, നീ കാണുക തന്നെ ചെയ്യും, തീർച്ചയായും നീ അറിയുക തന്നെ ചെയ്യും. लतरउन्नहा ऐनुल यकीन. देखकर यकीन आ जाएगा. മാത്രമല്ല, കാഴ്ചയിൽ, ആദ്യത്തെ കാഴ്ചയിൽ തന്നെ ഉൾക്കാഴ്ചയോടുകൂടി അത് നിന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ അതിന്റെ യക്കീൻ ഉണ്ടായിത്തീരും. हमारे बुजुर्गों में एक थे मौलाना सईद अहमद खान साहब रहमतुल्लाहि अलैह. നമ്മുടെ മഹാന്മാരിൽ സയ്യിദ് ഖാൻ മൗലാന എന്ന് പറഞ്ഞ വലിയൊരു പണ്ഡിതൻ ഉണ്ടായിരുന്നു. पूरे अरब के वो अमीर थे. മുഴുവൻ അറേബ്യയുടെയും നമ്മുടെ പ്രവർത്തനത്തിന്റെ ഉത്തരവാദിയായിരുന്നു അദ്ദേഹം. वो फरमाते थे गुज़िश्ता 1000 सालों में इस पूरी उम्मत से 3 बड़ी बड़ी गलतियां हुई. അദ്ദേഹം പറയുമായിരുന്നു, കഴിഞ്ഞ 1000 വർഷത്തിൽ ഈ മുസ്ലിം ഉമ്മത്തിൽ ഉണ്ടായ 3 പ്രധാനപ്പെട്ട അപരാധം, 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ, നഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞ് അദ്ദേഹം എണ്ണി പറയുമായിരുന്നു. इज्तिमाई तौर पर മുഴുവൻ ഉമ്മത്തിൽ നിന്നും നഷ്ടപ്പെട്ടു പോയ 3 കാര്യങ്ങൾ. इज्तिमाई तौर पर इस पूरी उम्मत से 3 बड़ी बड़ी चूक और गलतियां हुई. ഈ ഉമ്മത്തില് പൊതുവായി മൊത്തം ഉമ്മത്തിൽ ഉണ്ടായ വലിയ വീഴ്ച, വലിയൊരു തെറ്റ്, 3 കാര്യങ്ങൾ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുമായിരുന്നു. पहली गलती ये हुई कि जन्नत को भूल गए. ആദ്യത്തെ തെറ്റ് ഈ ഉമ്മത്ത് ചെയ്തത് സ്വർഗത്തെ മറന്നുപോയി. भूल गए. മറന്നുപോയി. क्या भूल गए? എന്താണ് മറന്നത്? घर भूल गए. വീട്, സ്വന്തം പുര മറന്നുപോയി. आदम अलैहिस्सलाम कहां से आए? ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം എവിടെ നിന്ന് വന്നു? बोलो कहां से आए? എവിടെ നിന്ന് വന്നു? പറയിൻ. जन्नत से आए. और जाएंगे कहां? സ്വർഗത്തിൽ നിന്ന് വന്നു. പോകേണ്ടത് എങ്ങോട്ടാണ്? जन्नत में जाएंगे. സ്വർഗത്തിലേക്കാണ് പോകേണ്ടത്. घर को भूल गए. സ്വന്തം പുര മറന്നുപോയി. दूसरा फरमाया जन्नत की तरफ बुलाना भूल गए. രണ്ടാമത്തെ കാര്യം മറന്നത് എന്താണ്? ആ വീട്ടിലേക്ക്, സ്വർഗത്തിലേക്ക് വിളിക്കാൻ മറന്നുപോയി. जन्नत की दावत अल्लाह ने दी है, उसको इस उम्मत ने भुला दिया. സ്വർഗത്തിലേക്കുള്ള ക്ഷണിക്കാനുള്ള തൗഫീക്ക്, ക്ഷണിക്കണം എന്നുള്ള കാര്യം നമ്മളോട് പറഞ്ഞത് അള്ളാഹുവാണ്. അത് ഇന്ന് ഉമ്മത്ത് മറന്നുപോയിരിക്കുകയാണ്. बुलाना भूल गए. സ്വർഗത്തിലേക്ക് ക്ഷണിക്കാൻ മറന്നുപോയി. और तीसरा फरमाया काफिरों की जन्नत में हाथ डालना शुरू कर दिया. മാത്രമല്ല, കാഫിരീങ്ങളുടെ സ്വർഗത്തിൽ കൈ കടത്താനും തുടങ്ങി. कौन सी काफिरों की जन्नत? കാഫിരീങ്ങളുടെ സ്വർഗം എന്ന് പറഞ്ഞാൽ എന്താണ്? ये दुनिया. ഈ ദുനിയാവാണ് കാഫിരീങ്ങളുടെ സ്വർഗം. അതിലേക്ക് കൈയിട്ട് വാരൽ. अद्दुनिया अद्दुनिया सिजनुल मुमिन व जन्नतुल काफिर. ये दुनिया मोमिन के लिए कैद खाना है और काफिर के लिए क्या है? जन्नत है. सारा मजा उसको यहीं पर है. ഈ ദുനിയാവ് സിജുനുൽ മുഅ്മിൻ, മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അത് ജയിലറയാണെങ്കിൽ, കാഫിരിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ദുനിയാവ് സ്വർഗമാണ്. हजरत हसन रजी अल्लाह तआला अन्हु एक मर्तबा अपनी सवारी में जा रहे थे. ഹദ്റത്ത് ഹസൻ റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ അദ്ദേഹത്തിന്റെ ഒരു സവാരിയിൽ അദ്ദേഹത്തിന്റെ മൃഗത്തിന്റെ മേൽ യാത്ര ചെയ്യുകയായിരുന്നു. अच्छा लिबास पहने हुए थे. നല്ല വസ്ത്രം അദ്ദേഹം ധരിച്ചിരുന്നു. सवारी भी अच्छी थी. അദ്ദേഹത്തിന്റെ വാഹനവും നല്ല വാഹനമായിരുന്നു. तो एक यहूदी भीख मांगता हुआ सामने से आ रहा था. ഒരു യഹൂദി ഭിക്ഷ ചോദിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് വന്നു. फटे पुराने कपड़े, അദ്ദേഹത്തിന്റെ വസ്ത്രം കീറി പറഞ്ഞതായിരുന്നു. खाना भी नहीं. അദ്ദേഹത്തിന്റെ കയ്യിൽ ഭക്ഷണം ഉണ്ടായിരുന്നില്ല. तो उसने हजरत हसन की सवारी की बाग को पकड़ ली और कहा, तुम्हारे नाना ने एक बात कही है, मुझे समझ में नहीं आ रहा है. അദ്ദേഹം ഹദ്റത്ത് ഹസൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ വാഹനത്തിന്റെ കടിഞ്ഞാണിന് പിടിച്ചു. എന്നിട്ട് പറയണ്ടായി, നിങ്ങളുടെ ഉപ്പാപ്പ, വെല്ലിപ്പ, നാന, ഉമ്മയുടെ ഉപ്പ ഒരു കാര്യം പറഞ്ഞത് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല.
कंफ्यूजन हो गया। അതിൽ എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്. देखो ये बातिल की एक मेहनत है, नौजवानों के दिल दिमाग में कंफ्यूजन डालो। ബാത്തിലിന്റെ ഒരു രീതിയാണ്, അവർ ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയാണ് ചെറുപ്പക്കാരുടെ അവരുടെ തലയിൽ അവരുടെ ചിന്താ മണ്ഡലത്തിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കി തീർക്കുക, शक शक पैदा करो। സംശയം ഉണ്ടാക്കി തീർക്കൽ. शक का ऑपोजिट है यकीन। സംശയം അതിന്റെ എതിർ കാര്യം എന്താണ്? ഓപ്പോസിറ്റ് എന്താണ്? യക്കീൻ, ദൃഢവിശ്വാസം. सारे मुनाफिकीन शक वाले और सारे सहाबा यकीन वाले। അതിന്റെ വിപരീതം, മുഴുവൻ മുനാഫിക്കീങ്ങളും ആരാണ്? അവര് സംശയമുള്ളവരായിരുന്നു. മുഴുവൻ മുഅ്മിനീങ്ങൾ ആരായിരുന്നു? യക്കീൻ ഉള്ളവരായിരുന്നു, ദൃഢവിശ്വാസമുള്ളവരായിരുന്നു. ऐसा यकीन था सहाबा का जैसे आदमी देखकर यकीन करता है। സഹാബാക്കളുടെ യക്കീൻ, ദൃഢവിശ്വാസം എത്ര വലുതായിരുന്നു എന്ന് വെച്ചാൽ നേരിട്ട് കാണുന്നത് പോലെ അവർ വിശ്വസിച്ചിരുന്നു. और मुनाफिकीन हुजूर की हर बात पर शक करते थे। എന്നാലോ മുനാഫിക്കീങ്ങളാണെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന എല്ലാ കാര്യങ്ങളിലും അവർ സംശയത്തോടു കൂടിയിട്ടായിരുന്നു കണ്ടിരുന്നത്. एक है शक, दूसरा है यकीन। ഒന്ന് സംശയം, ഒന്ന് ദൃഢവിശ്വാസം. शक की मिसाल ब्रेक की। സംശയം അതിന്റെ ഒരു ഉദാഹരണം ബ്രേക്ക് പോലെയാണ്. गाड़ी में ब्रेक, വാഹനത്തിൽ ഒരു ബ്രേക്ക് ഉള്ളത് പോലെ. और यकीन की मिसाल एक्सेलरेटर की। യക്കീൻ, ദൃഢവിശ്വാസം, ഉറപ്പ്, അതിന്റെ വിശ്വാസം ആക്സിലറേറ്റർ പോലെ. जब एक्सेलरेटर दबाएंगे तो गाड़ी टेक में भी चढ़ जाएगी। ആക്സിലേറ്ററിൽ ചവിട്ടിയാല് ഒരു വാഹനം അത് കയറ്റത്തിലും കുതിച്ചു കയറും. और जब ब्रेक पे दबाएंगे तो गाड़ी डाउन में भी नहीं उतरेगी। എന്നാലോ ബ്രേക്കിൽ ചവിട്ടി കഴിഞ്ഞാൽ ഇറക്കത്തിൽ പോലും വണ്ടി മുന്നോട്ട് പോവുകയില്ല. शक वाला माहौल में भी दीन पर नहीं चल सकेगा और यकीन वाला माहौल नहीं होगा तो भी दीन पर चल लेगा। ഒരു മനുഷ്യന് സംശയമുള്ള ആളാണ്, അയാൾ നല്ല ദീനിയായ മാഹോലിൽ നല്ല ചുറ്റുപാടുണ്ടെങ്കിലും അയാൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കൂല. എന്നാൽ ഒരാളുടെ ഹൃദയത്തിൽ ഉറപ്പുണ്ട്, യക്കീൻ ഉണ്ടെങ്കിൽ അയാളുടെ ചുറ്റുപാട് മോശമായിരുന്നാലും ശരി, അയാൾ ദീനിന്റെ പരിശ്രമത്തിൽ ദീനിൽ മുന്നേറും. ट्रेन में कोई नमाज नहीं पढ़ रहा है, ये पढ़ लेगा। ട്രെയിനിൽ ആരും നമസ്കരിക്കുന്നില്ല, എന്നാലും ഈ ആള് നമസ്കരിക്കും. शादी की मजलिस है, कोई नमाज नहीं पढ़ रहा है, ये पढ़ेगा। ഒരു കല്യാണത്തിന് പോയി ആരും തന്നെ പള്ളിയിലേക്ക് പോകുന്നില്ല, നമസ്കരിക്കുന്നില്ല, എങ്കിലും ഉറപ്പുള്ളവൻ അവൻ നമസ്കരിക്കും. खेल का मैदान है, खेल का। ഒരു കളി നടന്നുകൊണ്ടിരിക്കുകയാണ്, മൈതാനം, കളിയുടെ മൈതാനം. फुटबॉल है, क्रिकेट है, ഫുട്ബോള്, ക്രിക്കറ്റ് കളി നടക്കുന്നു. वो तो खेल का मैदान है। അതൊരു കളി നടക്കുന്ന സ്ഥലമല്ലേ? मजे उड़ाने की जगह है, അവിടെ ഒരു ഹരം, അവിടെ ആൾക്കാര് അർമാദിക്കാൻ പോകുന്ന സ്ഥലം. प्लेस ऑफ फन एंड अम्यूजमेंट। അത് എന്തിന്റെ സ്ഥലമാണ്? മനുഷ്യന് കളിക്കാൻ ഉല്ലസിക്കുന്ന സ്ഥലം. यकीन होगा तो खिलाड़ी वहां भी नमाज पढ़ेगा। അഥവാ അവൻ ഉറപ്പുണ്ടെങ്കിൽ അവൻ ആ സ്ഥലത്തും അവൻ നമസ്കരിക്കും. कि नमाज पढ़ेगा और पढ़ के दिखाएगा। अल्लाह ने तबलीग की मेहनत से वो करके दिखा दिया। आज खिलाड़ी खेल के मैदान में नमाज पढ़ता है। അള്ളാഹു സുബ്ഹാനഹു വ തആല ദാവത്തിന്റെ പരിശ്രമത്തിന്റെ ബർക്കത്ത് കൊണ്ട് അത് ഇന്ന് നമ്മൾക്ക് കാണിച്ചു തരികയുണ്ടായി. മനുഷ്യർ കളിക്കുന്ന വേളയില്, കളി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും നമസ്കാരത്തിന്റെ സമയത്ത് ഉറപ്പുള്ളവൻ നമസ്കരിക്കുന്നത് നമ്മൾ കണ്ടു. तो उस यहूदी फकीर ने कंफ्यूजन पैदा करने की कोशिश की। അപ്പം യഹൂദി ഈ കടിഞ്ഞാണ് പിടിച്ച് ഹസൻ റളിയല്ലാഹു അൻഹുവിനോട് ഒരു ചോദ്യം ചോദിച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചു. देखो तुम्हारे नाना कहते हैं मोमिन के लिए खैत खाना है और काफिर के लिए जन्नत है, और तुम कहते हो तुम मोमिन और मैं काफिर। मेरा हाल देखो कैसा है और तुम्हारा हाल देखो कैसा है। നിങ്ങളുടെ വെല്ലിപ്പ പറഞ്ഞത് എന്താണ്? വെല്ലിപ്പ പറഞ്ഞല്ലോ, ദുനിയാവെന്ന് പറഞ്ഞാൽ ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ജയിലറ പോലെയാണ്, ഒരു കാഫിറിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗം പോലെയാണ്. എന്നാൽ നിങ്ങളുടെ അവസ്ഥയും എൻ്റെ അവസ്ഥയുമായി ഒന്ന് താരതമ്യം ചെയ്ത് നോക്കി, നിങ്ങൾ എത്ര നല്ല അവസ്ഥയിലാണ്. നിങ്ങൾ വാഹനപ്പുറത്ത് നല്ല വസ്ത്രം ധരിച്ചുകൊണ്ട്, ഞാനൊരു കാഫിറായ ഞാൻ ആണെങ്കിൽ ഈ കീറി പറഞ്ഞ വസ്ത്രവുമായിട്ട്, ഇത് നിങ്ങളുടെ വെല്ലിപ്പ പറയുന്നതുമായിട്ട് ചേരുന്നില്ലല്ലോ. हजरत हसन रजी अल्लाह तआला ने फरमाया, मेरे नाना ने जो कहा वो सच है, तेरी सोच गलत है। അപ്പം ഹസൻ റളിയല്ലാഹു തആല അൻഹു പറയുകയുണ്ടായി, എന്റെ വെല്ലിപ്പ പറഞ്ഞത് അത് സത്യമാണ്, നിന്റെ ചിന്താഗതി അതിലാണ് തെറ്റ്. तेरी अंडरस्टैंडिंग सही नहीं है। നീ മനസ്സിലാക്കിയത് ശരിയായ രീതിയിലല്ല. पूछा कैसे? അപ്പൊ അദ്ദേഹം ചോദിക്കണ്ടേ, എന്താണ്, എങ്ങനെ എന്താ, ഏത് രീതിയിൽ? तो हजरत हसन रजी अल्लाह ने फरमाया, अल्लाह मुझे जो जन्नत में देने वाले हैं नेमतें, उसके मुकाबले में ये जेल खाना है। ഹസൻ റളിയല്ലാഹു തആല അൻഹു പറയുകയുണ്ടായി, എനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിൽ നൽകാൻ പോകുന്ന നേമത്തുകൾ, അനുഗ്രഹം,
അതുമായി താരതമ്യം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എന്റെ ഈ അവസ്ഥ അത് ജയില് പോലെയാണ്, ജയിലുള്ളൊരു ജീവിതം പോലെയാണ്. हाँ, और तुझे जो हाल जहन्नम में करने वाले हैं, नाफरमान का और काफिर का, अल्लाह का इनकार करने वाला का जो हाल जहन्नम में होने वाला है, उसके मुकाबले में ये तेरे लिए जन्नत है. അള്ളാഹു സുബ്ഹാനഹു വതആല നിന്റെ ഈ അവസ്ഥയുണ്ടല്ലോ, ഇത് നാളെ നിനക്ക് ഖിയാമത്ത് നാളിൽ തരാൻ പോകുന്ന നരകവുമായി തട്ടിച്ചു നോക്കുമ്പോൾ നിന്റെ ഇപ്പോഴത്തെ അവസ്ഥ അത് നിനക്ക് സ്വർഗമാണ് എന്ന് ആ യഹൂദിയോട് പറയുകയുണ്ടായി. तो मेरे दोस्त और बुजुर्गों, नबियों की दावत होती थी आखिरत की दावत. നബിമാരുടെ ദാവത്ത് ആഖിറത്തിലേക്കുള്ള ദാവത്തായിരുന്നു, ക്ഷണമായിരുന്നു. बोलो सब आखिरत की दावत देंगे. എല്ലാരും ആഖിറത്തിലേക്ക് ദാവത്ത് ചെയ്യുകയില്ലേ ഇൻഷാ അല്ലാഹ്? പറയിൻ. जब आखिरत की दावत देंगे तो दुनिया की मोहब्बत निकल जाएगी. ആര് ആഖിറത്തിനെ കുറിച്ച് അതിലേക്ക് ക്ഷണിക്കാൻ തുടങ്ങുന്നുവോ ദുനിയാവിനോടുള്ള മുഹബ്ബത്ത്, സ്നേഹം അവന്റെ ഹൃദയത്തിൽ നിന്നും ഇല്ലാണ്ടാവും. जब दुनिया की मोहब्बत निकल जाएगी तो दीन में मजा आना शुरू हो जाएगा. ദുനിയാവിനോടുള്ള മുഹബ്ബത്ത് നമ്മുടെ ഹൃദയത്തിൽ നിന്നും ഇല്ലാണ്ടാകുമ്പോൾ ദീനിൽ മാധുര്യം, ദീനിൽ ആനന്ദം നമുക്ക് കണ്ടെത്താൻ സാധിക്കും. उसके लिए आखिरत की दावत देना. ഇതിനാണ് നമ്മൾ ആഖിറത്തിനെ കുറിച്ച്, ആഖിറത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്നത്. बोलो कौन कौन दावत देंगे? ആരെല്ലാം ആഖിറത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കും, ദാവത്ത് ചെയ്യും? കൈപൊക്കിൻ. अल्लाह सबको कबूल फरमाए. അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാവരെയും കബൂലാക്കുമാറാകട്ടെ. गश्तों में निकाल कर यही सिखाया जाता है. ഇതാണ് നമ്മളോട് ഗസ്റ്റുകളിൽ പുറത്തിറങ്ങി പോയി ചെന്ന് ആളുകളെ കണ്ട് നടത്തുന്ന ഗസ്റ്റുകളിൽ ഇത് പറയാനാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. दो दो तीन तीन साथी जमात बना बना कर एक एक आदमी से मिलते हैं ना, यही आखिरत की दावत देने के लिए जाते ഈ हैं. 2-3 പേരായിട്ടുണ്ടാക്കി സംഘങ്ങളാക്കി പോയി പുറത്തുപോയി ആൾക്കാരെ കൈപിടിച്ച് നമ്മൾ പറയുന്നുണ്ടല്ലോ, അത് ഈ ആഖിറത്തിന്റെ ദാവത്ത് പഠിക്കാനാണ്, ആഖിറത്തിന്റെ ദാവത്ത് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. और ये समझाया जाता है जब तुम गश्त में जाओ और बड़ी बड़ी बिल्डिंगें देखो, बड़ी बड़ी कारें देखो, तो दिल को ये समझाओ कि ये खत्म होने वाली चीज है, इसकी इब्तिदा भी मिट्टी है और इसकी इंतहा भी मिट्टी है. अल्लाह ने अब एक शक्ल दी है, इससे बेहतर शक्ल जन्नत में अल्लाह मुझे देंगे. ഗസ്റ്റുകളിൽ നമ്മൾ ഇറങ്ങി പോകുമ്പോൾ, नजरों की हिफाजत में ये है. ഗസ്റ്റുകളിൽ സാധാരണ നമ്മൾ ഇറങ്ങി പോകുമ്പോൾ ചിലപ്പോൾ വലിയ ബിൽഡിങ്ങുകൾ, വലിയ വലിയ കടകൾ, കെട്ടിടങ്ങൾ കാണുന്ന സമയം, ആ സമയത്ത് നമ്മൾ പറയണം, നമ്മുടെ ഹൃദയത്തിൽ പറയണം, ആ കടകൾ കാണുമ്പോൾ നമ്മൾ പറയണം, ഈ കെട്ടിടങ്ങൾ ഇതിന്റെ തുടക്കവും മണ്ണിൽ നിന്നാണ്, നാളെ ഇത് മണ്ണാകാനുള്ളതാണ്. ഈ തുടക്കവും മണ്ണിൽ, അവസാനവും മണ്ണിൽ, അതിന്റെ ഇടയിലുള്ള ഒരു അവസ്ഥ മാത്രമാണ് ഇത് എന്ന് പറയുകയും എന്നേക്കും നിലനിൽക്കുന്നത് ആഖിറമാണെന്ന് നമ്മുടെ ഹൃദയത്തോട് ബോധ്യപ്പെടുത്തുകയും ചെയ്യണം. ഇതാണ് നമ്മുടെ കണ്ണുകളെ സൂക്ഷിക്കുന്ന ഗസ്റ്റിന്റെ അമലുകൾ. बड़ी बिल्डिंग है, बड़ी अट्रैक्टिव है, बड़ा महल है, വലിയ ബിൽഡിംഗ്, ഭയങ്കര ആകർഷകമായ ഒരു ബിൽഡിംഗ്, चमक रहा है, चमक रहा है. അത് കടന്നിങ്ങനെ കത്തി തിളങ്ങിക്കൊണ്ടിരിക്കുകയാണ്. दिल मुतासिर होता है. ഹൃദയം അത് കാണുമ്പോൾ അതിനെ സ്വാധീനിക്കും. तो दिल को समझाना, इसकी इब्तिदा मिट्टी है. അപ്പൊ നമ്മൾ ഹൃദയത്തിനെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം, ഇത് ഇതിന്റെ തുടക്കം ഒരു മണ്ണിൽ നിന്നാണ്. कहां से पैदा हुई? ഈ ബിൽഡിംഗ് എവിടുന്നാണ് തുടങ്ങിയത്? बोलो भाई, कहां से आई? എവിടുന്നാണ് ഒരു ബിൽഡിംഗ് തുടക്കം? പറയിൻ. मिट्टी. മണ്ണിൽ നിന്ന്. 100 साल के बाद क्या होगी? ഒരു 100 വർഷം കഴിഞ്ഞാൽ എന്താവും? मिट्टी. വീണ്ടും മണ്ണ്. अब अल्लाह ने उसे एक शक्ल दी है. ഇപ്പോൾ അതിന്റെ ഇടയിൽ അള്ളാഹു അതിനൊരു രൂപം നൽകിയിരിക്കുകയാണ്. इससे बेहतरीन शक्ल अल्लाह जन्नत में देंगे. ഇതിനേക്കാളും വലിയ രൂപകൽപ്പനകൾ അള്ളാഹു സുബ്ഹാനഹു വതആല സ്വർഗത്തിൽ നൽകും. बड़ी कार देखो, बड़ी कार, വലിയൊരു കാർ കൊണ്ട്, വലിയൊരു കാർ, बहुत भारी कार, ഭയങ്കര വലിപ്പമുള്ള ഒരു വമ്പൻ കാർ, ലേറ്റസ്റ്റ്. उसकी इब्तिदा क्या है? അതിന്റെ തുടക്കം എന്താണ്? कहां से आया वो लोहा? പറയിൻ, എവിടെ നിന്നാണ് തുടങ്ങിയത്? कहां से आई वो मशीन? मर्सिडीज बेंज की मशीन कहां से आई? മെർസിഡസ് ബെൻസിന്റെ എഞ്ചിൻ അത് എവിടുന്നാണ് ഉണ്ടാക്കിയത്? എന്തിൽ നിന്നാണ് उसका ഉണ്ടാക്കിയത്? कुशन कहां से आया? അതിന്റെ കുഷ്യൻ, നമ്മൾ ഇരിക്കുന്ന കുഷ്യൻ ഉണ്ടല്ലോ, ആ കുഷ്യൻ എവിടുന്നാണ് ഉണ്ടാക്കിയത്? कहां से आया? എന്തിൽ നിന്നാണ് തുടങ്ങിയത്? मिट्टी से आया. അതെല്ലാം മണ്ണിൽ നിന്നാണ് ഉണ്ടായത്. अभी हम लोग अमेरिका जमात में जाके आए, वहाँ ऐसी कारों में हमको गश्त में लेकर के गए, बैठो तो वो सीट मसाज करता है. ഇപ്പൊ നമ്മൾ ഈയിടെ അമേരിക്കയിൽ പോയി. അപ്പൊ അമേരിക്കയിൽ പോയപ്പോ നമ്മളെ ഗസ്റ്റിനൊക്കെ കൊണ്ടുപോകുന്ന കൂട്ടുകാര് നമ്മളെ എങ്ങനത്തെ കാറിലായിരുന്നു കൊണ്ടുപോയിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാല്, കാറിൽ ഇങ്ങനെ ഇരുന്നാ മതി, സീറ്റ് തന്നെ നമ്മൾ എന്ത് ചെയ്തു തരും? ബാക്കിൽ നിന്ന് മസാജ് ചെയ്തു തരും. ऐसी कार. लेकिन उसकी इब्तिदा क्या है? അതിന്റെ തുടക്കം എന്താണ്?
मिट्टी, और उसकी इंतहा क्या है? അതിന്റെ തുടക്കം മണ്ണിൽ നിന്ന് അതിന്റെ അവസാനവും अब अल्लाह മണ്ണിൽ. ने एक शक्ल दी है, जन्नत में अल्लाह उससे अच्छी शक्ल देंगे, उससे ഇപ്പോൾ- अच्छी कार देंगे. ഇപ്പോൾ അതിനൊരു രൂപം അള്ളാഹു നൽകിയതാണ്. ഇതിനേക്കാളും വലിയ കാറുകൾ, വലിയ വാഹനങ്ങൾ, വലിയ കെട്ടിടങ്ങൾ അള്ളാഹു സ്വർഗത്തിൽ നമുക്ക് നൽകും. उसी अमेरिका में एक आदमी आया, ഈ യാത്രയിൽ, അതേ യാത്രയിൽ അമേരിക്കയിൽ ഒരാള് നമ്മളെ അടുക്കലേക്ക് വന്നു. बहुत मुतासिर हो गया था हमारी जमात से, നമ്മളെ ജമാഅത്തിനെ കണ്ട് ഭയങ്കര ഇഷ്ടപ്പെട്ട് താല്പര്യപ്പെട്ട് വന്നതാണ് അദ്ദേഹം. और वो आदमी कोई मामूली आदमी नहीं था. ആ വന്ന ആള് ഒരു സാധാരണക്കാരനായിരുന്ന ഒരാളായിരുന്നില്ല. ये गूगल होता है ना, गूगल, गूगल का जो टॉप मोस्ट आदमी है, उसके नीचे जो बोर्ड है, उसका एक मेंबर था वो. അദ്ദേഹം ഗൂഗിൾ കമ്പനി ഉണ്ടല്ലോ, ആ കമ്പനിയിലെ മുതലാളി കഴിഞ്ഞാലുള്ള ആദ്യത്തെ വട്ടം, ആദ്യത്തെ മാനേജ്മെന്റ് ഗ്രൂപ്പിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരാള്. वो हमारी जमात के साथ आता था, मुसलमान था भाई. അദ്ദേഹം മുസ്ലിം ആയിരുന്നു. അദ്ദേഹം നമ്മുടെ ജമാഅത്തിന്റെ കൂടെ കൂടി. तो एक कार लेकर आए, അദ്ദേഹം ഒരു കാറുമായി വന്നു. और वो कार थी ऑटोमेटिक टेस्ला. അദ്ദേഹം കൊണ്ടുവന്ന കാറ് ഓട്ടോമാറ്റിക് ടെസ്ല കമ്പനിയുടേത്. जानते हैं टेस्ला कार? ടെസ്ല അറിയില്ല എല്ലാവർക്കും? हाँ, सबको मालूम है, എല്ലാവർക്കും केरला में सबको मालूम. കേരളത്തിൽ എല്ലാവർക്കും അറിയാം टेस्ला, ടെസ്ല. उसमें बिठा के गश्त में ले गए. അതിലിരുത്തി നമ്മളെ കൊണ്ടുപോയി ഗസ്റ്റ് ചെയ്യാൻ വേണ്ടി. ऑटोमेटिक कार, ഓട്ടോമാറ്റിക് കാറ്, वो खुद से चलती है. അത് സ്വന്തം പോയിക്കോളും. राइट से गाड़ी आई तो खुद से हट जाता है, इधर से गाड़ी आई तो इधर हट जाता है, वाले सामने गाड़ी रही तो खुद स्लो हो जाता है. വലതു ഭാഗത്തുനിന്ന് ഒരു കാർ വരുമ്പോൾ കുറച്ച് ഇടത്തോട്ട് മാറും, ഇടതു ഭാഗത്തുനിന്ന് ഒരു കാർ വരുമ്പോൾ കുറച്ച് വലത്തോട്ട് മാറും. മുമ്പിൽ ഒരു കാർ വരികയാണെങ്കിൽ അത് അവിടെ നിൽക്കും, खुद स्लो हो जाता है. സ്വന്തമായിട്ട് അത് ഒന്ന് സ്ലോ ആവും. എല്ലാം ഓട്ടോമാറ്റിക് ആയിട്ട് പോകും. कोई ब्रेक दबाता नहीं, कोई एक्सेलरेटर नहीं, सब ऑटोमेटिक हो रहा है. ബ്രേക്കും ആക്സിലേറ്റർ ഒന്നും ചവിട്ടണ്ട. फिर हम steering लोग पिടിക്കണ്ട. गश्त करते करते मस्जिद को गए, അങ്ങനെ നമ്മൾ ഗസ്റ്റ് ചെയ്ത് ചെയ്ത് തിരിച്ച് പള്ളിയിലേക്ക് വന്നു. तो वो कार पार्किंग की जगह तलाश करके पार्किंग की जगह ले जाके खड़ाई. മാത്രമല്ല കാറ് സ്വന്തമായിട്ട് പാർക്കിംഗ് ഒഴിവുള്ള സ്ഥലം തെരഞ്ഞ് കണ്ടുപിടിച്ച് പാർക്കിങ്ങിൽ പോയി സ്വന്തം കൊണ്ടുപോയി പാർക്ക് ചെയ്ത് നിർത്തി. ഓട്ടോ പാർക്കിംഗ്. वो साथी बड़ा खुश हो गया कि मैंने इंडिया की जमात के साथी को मेरी कार में गश्त कराया. അപ്പൊ അദ്ദേഹത്തിന് വലിയ സന്തോഷമായി. ഞാൻ ഇന്ത്യയിൽ നിന്ന് വന്ന ഈ ജമാഅത്തിനെ കൊണ്ട് എന്റെ ഈ കാറിൽ പോയി എനിക്ക് ഗസ്റ്റ് ചെയ്യാൻ ഭാഗ്യം കിട്ടിയല്ലോ. तो मैंने उस साथी से पूछा, क्या टेक्नोलॉजी है? देखो भाई माशाअल्लाह. मैंने कहा उसको, क्या टेक्नोलॉजी है? അപ്പൊ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, എന്തൊരു ടെക്നോളജി അല്ലേ നിങ്ങളെ കാറിൽ എന്ന് ഞാൻ അയാളോട് പറഞ്ഞു. हाँ, बहुत लेटेस्ट टेक्नोलॉजी है, इसके बाद की टेक्नोलॉजी अब तक नहीं आई, उसने कहा. അപ്പൊ അദ്ദേഹം പറഞ്ഞു ഇത് ഏറ്റവും ലേറ്റസ്റ്റ് ആയ ടെക്നോളജിയാണ്, ഇതിന്റെ അപ്പുറത്തേക്ക് ഒരു ടെക്നോളജി ഉള്ള ഒരു കാറ് വന്നിട്ടില്ല ഇതുവരെ. तो मैंने उससे पूछा, 10 साल के बाद कैसी टेक्नोलॉजी रहेगी? അപ്പൊ ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു, ഒരു 10 കൊല്ലം കഴിഞ്ഞാൽ എന്തൊക്കെ ടെക്നോളജി വരും? इससे बहुत आगे रहेगी. അപ്പൊ അദ്ദേഹം പറഞ്ഞു ഇതിനേക്കാളെല്ലാം വളരെ മുന്നിലോട്ട് പോകും. मैंने पूछा, 100 साल के बाद कैसी रहेगी? അപ്പൊ ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു 100 വർഷം കഴിഞ്ഞാൽ എന്തായിരിക്കും സിറ്റുവേഷൻ? तो और भी ज्यादा टेक्नोलॉजिकल कार होगी. അപ്പൊ അദ്ദേഹം പറഞ്ഞു ഇതിനേക്കാളെല്ലാം എത്രയോ മുന്നോറും കാർ വ്യവസായം. मैंने कहा वो कार ही नहीं होगी, कोई 2 चिप लेके यहाँ लगा लेगा और खुद उड़ता रहेगा. അപ്പൊ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു അന്ന് കാർ തന്നെ ഉണ്ടാവില്ല, ഒരു 2 കഷ്ണം ചിപ്പ് ഇവിടെ വെച്ച് മനുഷ്യൻ പറക്കാൻ തുടങ്ങും. और मैंने पूछा 100 साल के बाद कैसी होगी टेक्नोलॉजी और कैसी होगी कारें? അപ്പൊ ഞാൻ അദ്ദേഹത്തിനോട് ചോദിക്കേണ്ടായി 100 വർഷത്തിന് ശേഷം കാർ എങ്ങനെയായിരിക്കും, कैसी कारें, कैसी टेक्नोलॉजी. और फिर मैंने कहा क़यामत के करीब, अभी क़यामत नहीं आई, 4-5 महीने में क़यामत आने वाली है, उस वक्त टेक्नोलॉजी कैसी रहेगी? അപ്പൊ ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു 100 വർഷം എന്നുള്ളത് പോട്ടെ, കിയാമത്ത് നാള് വരാൻ പോവാണ്, കിയാമത്ത് നാളില് വന്നിട്ടില്ല, അതിന്റെ ഒരു 4-5 മാസം മുമ്പത്തെ ടെക്നോളജി എങ്ങനെയായിരിക്കും എന്ന് അറിയോന്ന് ചോദിച്ചു. तो बहुत लेटेस्ट रहेगी. അപ്പൊ അദ്ദേഹം പറഞ്ഞു വളരെ ഭയങ്കര ടെക്നോളജി ആയിരിക്കും എന്ന് പറഞ്ഞു. मैंने कहा जन्नत में इससे ऊंची टेक्नोलॉजी वाली कार अल्लाह ताला हमें देंगे. അപ്പൊ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു എന്നാൽ സ്വർഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അന്ന് വരാൻ പോകുന്ന ടെക്നോളജിനേക്കാളും ഉയർന്ന ടെക്നോളജി ഉള്ള കാർ സ്വർഗത്തിൽ തരും. किसी जुबान ने उसको बयान नहीं किया, किसी आंख ने उसे देखा नहीं, किसी कान ने उसके डिस्क्रिप्शन को सुना नहीं, किसी के दिल और दिमाग में उसका इमेजिनेशन नहीं गुजरा. ऐसी नियामतें अल्लाह ने जन्नत में बना करके ईमान वालों के लिए रखी है. तो मैंने उसको फौरन उस टेक्नोलॉजी से हटा के काम मुतवज्जे किया. जन्नत ये है हमारे गश्तों का मकसद. അള്ളാഹു സുബ്ഹാനഹു വ തആല ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു നാളെ സ്വർഗത്തിൽ അള്ളാഹു നൽകാൻ പോകുന്നത് എന്താണ്? ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, ഒരു കാതും ഇതുവരെ കേട്ടിട്ടില്ലാത്ത, ഒരാൾക്കും ഊഹിക്കാൻ പോലും പറ്റാത്ത, ഒരാൾക്കും പറഞ്ഞു മനസ്സിലാക്കാൻ പോലും ചിന്തിക്കാൻ പോലും പറ്റാത്ത, ഊഹിക്കാൻ പോലും പറ്റാത്ത വിഭവങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നാളെ സ്വർഗത്തിൽ ഓരോ മുസ്ലിമിനും ഓരോ മുഅ്മിനും വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല ചേർത്ത് വെച്ചിരിക്കുകയാണ്.
അള്ളാഹു സ്വരുക്കൂട്ടിയിരിക്കുകയാണ് എന്ന് ഞാൻ അദ്ദേഹത്തോട് പറയുകയുണ്ടായി. എന്നിട്ട് ഞാൻ അദ്ദേഹത്തിനെ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു. ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചത് എന്താണ്, ടെക്നോളജിയുടെ മഹത്വം പറഞ്ഞ ആളെ പതുക്കെ അയാളെ എന്ത് ചെയ്തു, ആഖിറത്തിന്റെ ടെക്നോളജി, ആഖിറത്തിന്റെ വലിപ്പം, സ്വർഗത്തിന്റെ വലിപ്പത്തിലേക്ക് മാറ്റി. സോമാരെ, ഇതാണ് ഗസ്ത് കൊണ്ട് ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഗസ്തിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം നമ്മുടെ ചിന്തകളെ മാറ്റി ആഖിറത്തിലേക്ക് മാറ്റാം. रहेंगे दुनिया में फिक्र करेंगे आखिरत की, ദുനിയാവിൽ നമ്മൾ താമസിക്കും, പക്ഷെ ചിന്ത ആഖിറത്തെ കുറിച്ചായിരിക്കും. इस्तेमाल करेंगे दुनिया की चीजों की, दावत देंगे आखिरत की. ദുനിയാവിന്റെ വസ്തുക്കൾ നമ്മൾ ഉപയോഗിക്കും, പക്ഷെ ആഖിറത്തിന്റെ കാര്യത്തിലേക്ക് ജനങ്ങളെ നമ്മൾ ക്ഷണിച്ചുകൊണ്ടേയിരിക്കും. बोलो सब दावत देंगे इंशाल्लाह. എല്ലാരും ദാവത്ത് ചെയ്യൂലേ ഇൻഷാ അല്ലാ? कौन कौन देंगे दावत? ആരെല്ലാം പറയും? കൈ പൊന്തിക്കും. ये चार बोल हमारी जुबानों से निकले. चार बोल बोलूंगा अभी मैं. ഈ 4 കാര്യം, ഞാൻ പറയുന്ന 4 കാര്യങ്ങൾ ഇത് നമ്മുടെ നാവിൽ നിന്നും വരണം. अल्लाह से होता है. ഒന്ന്, നമ്മൾ പറയണം അള്ളാഹുവിനെ കൊണ്ടേ നടക്കുകയുള്ളൂ. नमाज से मिलता है. നമസ്കാരം കൊണ്ടേ കിട്ടുകയുള്ളൂ. दुनिया हमारी जरूरत है, ദുനിയാവ് നമ്മുടെ ആവശ്യം മാത്രമാണ്. और आखिरत हमारा मकसद है. ആഖിറമാണ് നമ്മുടെ ലക്ഷ്യം. देंगे दावत ऐसी इंशाल्लाह. എല്ലാരും പറയില്ലേ ഇൻഷാ അല്ലാ? ഈ ദാവത്ത് പറയൂലേ? आज कौन कहता है अल्लाह से होता है? ഇന്ന് ആരാണ് പറയുന്നത് അള്ളാഹുവിനെ കൊണ്ട് മാത്രമേ നടക്കുകയുള്ളൂ എന്ന്? ആരാണ് ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? आज का स्लोगन है माल से होता है और मुल्क से होता है. ഇന്നത്തെ മുദ്രാവാക്യം എന്താണ്? സമ്പത്ത് കൊണ്ടാണ് നടക്കുന്നത്, അധികാരം കൊണ്ടാണ് നടക്കുന്നത്. और हमारा स्लोगन है अल्लाह से होता है और अल्लाह आमाल से करते हैं. നമ്മളുടെ സ്ലോഗൻ എന്താണ്? മുദ്രാവാക്യം എന്താണ്? അള്ളാഹുവിനെ കൊണ്ടേ നടക്കുകയുള്ളൂ, അമലുകളെ കൊണ്ടേ അള്ളാഹു നടത്തുകയുള്ളൂ. अल्लाह से होता है ला इलाहा इल्लल्लाह, आमाल से मिलता है मुहम्मदुर रसूलुल्लाह. അള്ളാഹുവിനെ കൊണ്ട് മാത്രമേ നടക്കുകയുള്ളൂ, ലാ ഇലാഹ ഇല്ലല്ലാ, അമലുകളെ കൊണ്ട് മാത്രമേ കിട്ടുകയുള്ളൂ, മുഹമ്മദ് റസൂലുള്ളാഹ്. ये तौहीद की दावत है. ഇതാണ് തൗഹീദിന്റെ ക്ഷണം. इसमें बड़ी ताकत है. ഇതിൽ വലിയ ശക്തിയുണ്ട്. इससे बातिल टूटता है. ഇതുകൊണ്ട് ബാത്തിൽ ഇല്ലാണ്ടായിപ്പും പൊളിഞ്ഞു പോകും. यूं फरमाया तौहीद को जब कुफ्र पर फेंका जाता है तो कुफ्र टूटकर पाश पाश हो जाता है. ഉലമാക്കൾ പറയാറുണ്ട്, തൗഹീദിനെ അഥവാ കുഫർ എന്ന വലിയ കുഫറിലേക്ക് തൗഹീദിനെ ഇട്ടാൽ ആ തൗഹീദ് കാരണമായി കുഫർ അലിഞ്ഞലിഞ്ഞ് കഷ്ണങ്ങളായി ഇല്ലാണ്ടായി പോകുന്നതാണ്. गफलत के माहौल में अल्लाह की याद करने वाले की मिसाल ऐसी है जैसे अंधेरे घर में चिराग. ഗഫലത്തുള്ള ഒരു സാഹചര്യത്തിൽ, ഗഫലത്തിന്റെ മാഹോലിൽ, അന്തരീക്ഷത്തിൽ അള്ളാഹുവിനെ ഓർക്കുന്നവന്റെ ഉപമ ഏതുപോലെയാണ്? അന്ധകാരത്തിൽ ഒരു വിളക്ക് കത്തിച്ചവനെ പോലെ. बाजारों में गफलत है, അങ്ങാടികളിൽ ഗഫലത്ത്, വിസ്മൃതിയുടെ അന്തരീക്ഷം. शादी खानों में गफलत है, കല്യാണങ്ങൾ വിസ്മൃതിയുടെ അന്തരീക്ഷം. अल्लाह माफ फरमाए आज घरों में गफलत है. ഇന്ന് വീടുകളിൽ അള്ളാഹുവിനെ കുറിച്ച് മറന്ന അന്തരീക്ഷം. और जरा आगे बढ़ो तो बहुत कम मसाजिद हैं, लेकिन मस्जिदों में भी गफलत दाखिल हो गई है. അതിനേക്കാളും ഏറ്റി പറഞ്ഞാൽ, കുറച്ചും കൂടി കടത്തി പറഞ്ഞാൽ, പള്ളികളിൽ പോലും, കുറഞ്ഞ പള്ളികളേ ഉള്ളൂ, പള്ളികളിൽ പോലും അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തയില്ല. അവിടെ പോലും അള്ളാഹുവിനെ കുറിച്ചുള്ള വിസ്മൃതി. नमाज में खड़ा है अल्लाह याद नहीं है. നമസ്കാരത്തിൽ നിൽക്കുകയാണ്, നമസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്, അള്ളാഹുവിന് ഓർമ്മ വരുന്നില്ല. गफलत का अंधेरा लपटा हुआ है, लपेटा हुआ है. ഒരു വിസ്മൃതിയുടെ അന്ധകാരം മനുഷ്യനെ ഇന്ന് മുഴുവനായിട്ട് ചുറ്റപ്പെട്ടിരിക്കുകയാണ്. गफलत के समंदर में डूबे हुए हैं. ഗഫലത്തിന്റെ വിസ്മൃതിയുടെ സമുദ്രത്തിൽ മുങ്ങിപ്പോയിരിക്കുകയാണ്. तो वहां जाकर अल्लाह को याद करना. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയി അള്ളാഹുവിനെ കുറിച്ച് പറയൽ, അള്ളാഹുവിനെ ഓർമ്മിക്കൽ. इसकी मिसाल ऐसी जैसे अंधेरे घर में चिराग. അതിന്റെ ഉപമ ഏതുപോലെയാണ്? ഒരു ഇരുട്ടുള്ള ഒരു വീട്ടിൽ കയറി ഒരു വിളക്ക് കത്തിക്കുന്നവനെ പോലെ. तो जाएंगे इंशाअल्लाह. അങ്ങനെ ചെയ്യുമോ? ഇൻഷാ അല്ലാഹ് പറയും. नबियों की दावत होती थी बेतलबों में. നബിമാരുടെ ദാവത്ത്, നബിമാരുടെ പരിശ്രമം നടന്നിരുന്നത് താല്പര്യമില്ലാത്തവരിലേക്ക്, ബേത്തലബ് ആൾക്കാരിലേക്ക്. अब ये जो हो रहा है ना, ये बयान है, दावत नहीं है. ഇപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ബയാനാണ്, ദാവത്തല്ല. तकरीर है, प्रसंगम. ഇപ്പോൾ പറയുന്നത് പ്രസംഗമാണ്, തക്രീറാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ये दावत नहीं है असल में. ഇത് ദാവത്തല്ല യഥാർത്ഥത്തിൽ. दावत वहां होती है जहां लोग बेतलब होते हैं. ദാവത്ത് ചെയ്യേണ്ട ഇടം എവിടെയാണ്? ആഗ്രഹമില്ലാത്തവർ, താല്പര്യമില്ലാത്തവർ,
തേടാത്തവർ ആഗ്രഹിക്കാത്തവരെടുത്ത് പോയി ബേത്തൽ ആൾക്കാരെടുത്ത് പോയി പറയുന്നതിനാണ് ദാവത്ത് എന്ന് പറയുന്നത്. यहाँ कितना आग्रह है, देखो कैसा गौर से सुन रहे हैं. നിങ്ങളിലാണെങ്കിൽ എത്ര ആഗ്രഹത്തോടു കൂടിയിട്ടാണ് നിങ്ങൾ ഇരിക്കുന്നത്, എത്ര ശ്രദ്ധയോടു കൂടിയാണ് നിങ്ങൾ മജ്‌ലിസിൽ ये ഇരിക്കുന്നത്. तालिबीन का मजमा है और गाफिलीन का मजमा बाहर है. നിങ്ങൾ ആരാണ്? താലിബീങ്ങൾ, തേട്ടമുള്ളവർ. എന്നാൽ പുറത്താരാണുള്ളത്? ഗാഫിലീങ്ങൾ, വിസ്മൃതിയിൽ കഴിയുന്നവർ, ഗഫലത്തിലുള്ളവർ. बोलो आपको समझाना आसान है कि उनको समझाना आसान है? നിങ്ങളെ ഒരു കാര്യം പറഞ്ഞു മനസ്സിലാക്കലാണോ എളുപ്പം, അവരെ ഒരു കാര്യം പറഞ്ഞു മനസ്സിലാക്കലാണോ എളുപ്പം? പറയും. क्या भी नो परे. ഒന്നും പറയുന്നില്ലല്ലോ. इनको समझाना आसान है कि उनको समझाना आसान है? നിങ്ങളെ ഒരു കാര്യം പറഞ്ഞു മനസ്സിലാക്കി തരൽ, അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു മനസ്സിലാക്കി തരലാണോ എളുപ്പം, അവരെ മനസ്സിലാക്കലാണോ എളുപ്പം? एक बच्चा अच्छा खाता है, प्लेट में रख के दे दो तो खा लेगा. एक बच्चा खाता नहीं है, एक एक निवाला लेकर माँ उसके पीछे पीछे भागती है. ഒരു കുട്ടി നല്ലോണം ഭക്ഷണം കഴിക്കുന്ന കുട്ടി, അവന് പ്ലേറ്റിൽ ഭക്ഷണം വെച്ചു കൊടുത്താൽ അവൻ സ്വന്തമായി തിന്നോളും. എന്നാൽ വേറൊരു കുട്ടി, അവന് തിന്നാൻ താല്പര്യമില്ല, അവന്റെ പിന്നാലെ പ്ലേറ്റുമായി ഓരോരോ പിടി അവന്റെ വായിൽ വെച്ചു കൊടുക്കാൻ വേണ്ടി ഉമ്മ പിന്നാലെ ഓടേണ്ടി വരുന്നു. आज की औरतों का सबसे बड़ा मुजाहिदा बच्चे को खाना खिलाना. ഇന്നത്തെ കാലത്തെ പെണ്ണുങ്ങളുടെ ഏറ്റവും വലിയ ത്യാഗം കുട്ടികൾക്ക് ഭക്ഷണം കഴിപ്പിക്കലാണ്. बच्चा खाने तैयार नहीं और माँ छोड़ने तैयार नहीं. കുട്ടികൾ തിന്നാൻ തയ്യാറില്ല, ഉമ്മ അവരെ വിടാനും തയ്യാറില്ല. एक एक निवाले को अंदर उतारने के लिए क्या क्या ड्रामा करना पड़ता है. ഓരോരോ ഉരുള ആ കുട്ടിന്റെ വായിൽ കുത്തി കയറ്റാൻ വേണ്ടി ഉമ്മമാർ എന്തെല്ലാം ഡ്രാമ കളിക്കേണ്ടി വരുന്നു. माँ जानती है ये ग़िज़ा उसके अंदर जाएगा तो खून बनेगा, बच्चे को ताकत आएगी, लेकिन बच्चा इसको जानता नहीं है, वो तो खेल तमाशे में मशगूल है. ഉമ്മക്കറിയാം ഈ ഓരോ ഉരുള എന്റെ കുട്ടിയില്, ആ കുട്ടിയുടെ രക്തം, മജ്ജ, മാംസം ആ കുട്ടിയില് ശക്തി ഉണ്ടാക്കും, കുട്ടിയെ വളർത്തും എന്ന് ഉമ്മക്കറിയാമെങ്കിൽ കുട്ടിക്കാണെങ്കിലോ ഇതെല്ലാം കളി തമാശ മാത്രം. അവൻ ഇതിനെ കുറിച്ച് അറിവില്ല, താല്പര്യമില്ല. तो एक एक को पकड़ के दावत देना. ഓരോരുത്തരെയും പോയി ചെന്ന് കണ്ട് പിടിച്ച് അവരോട് ദാവത്ത് ചെയ്യണം. नूह अलैहिस्सलाम कहते हैं मैं जाता और वो भाग जाते. നൂഹ് നബി അലൈഹി സ്വലാം പറയുന്നു, ഞാൻ അവരിലേക്ക് പോകുമ്പോൾ അവര് എന്നെ കാണുമ്പോൾ ഓടിക്കളയുമായിരുന്നു. कुरान में अल्लाह ने ये लफ्ज फिरारा फिरारा, वो देखकर फरार हो जाते, दौड़ के भाग जाते. ओ नूह आ रहे हैं. അവരെന്നെ കാണുമ്പോൾ ഫിറാറ എന്ന വാക്ക് അവർ ഓടുമായിരുന്നു, മുങ്ങുമായിരുന്നു എന്നാണ് ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞിരുന്നത്. और कभी सामने आ जाते नूह अलैहिस्सलाम, उनको पकड़ लेते तो अपने चेहरों पर कपड़ा डाल लेते और कानों में उंगलियां ठोस लेते और कहते नूह तेरी मनहूस सूरत को हम देखना नहीं चाहते. അഥവാ എങ്ങാണ്ട് നൂഹ് നബി അലൈഹി സ്വലാമിന്റെ മുമ്പിൽ ചെന്ന് പെട്ടാൽ, നൂഹ് നബി അലൈഹി സ്വലാം അവരെ കൈക്ക് പിടിച്ചാൽ ഉടനെ തന്നെ കയ്യിലുള്ള വസ്ത്രം കൊണ്ട്, തുണി കൊണ്ട് മുഖം മൂടി ചെവിയിൽ 2 വിരലുകൾ കുത്തിക്കയറ്റി നൂഹ് നബി അലൈഹി സ്വലാമിനോട് അവർ പറയുമായിരുന്നു, നിന്റെ ഈ മോശമായ മുഖം അത് കാണൽ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ അദാബാണ് എന്ന് പറയുമായിരുന്നു. हम देखना नहीं चाहते तेरी सूरत, നിന്റെ മുഖം കാണാൻ തന്നെ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല, हम सुनना नहीं चाहते तेरी बात. നമ്മൾ കേൾക്കാൻ താല്പര്യപ്പെടുന്നില്ല നിന്റെ വർത്തമാനങ്ങൾ. तो ऐसों के पीछे कितनी साल मेहनत की. ഇങ്ങനെയുള്ള കൗമിന്റെ പിന്നിൽ നൂഹ് നബി അലൈഹി സ്വലാം എത്ര കാലം പരിശ്രമിച്ചു? പറയിൻ. 950 साल का बयान नहीं था, वो 950 साल की दावत थी. 950 വർഷം അദ്ദേഹം ബയാൻ ചെയ്യുകയല്ല ചെയ്തത്, അദ്ദേഹം അവരുടെ പിന്നാലെ നടന്നു ചെന്നു പരിശ്രമിച്ചു. लैलम व नहारा, रात में भी और दिन में भी. ലൈലൻ വനഹാര, പകലിലും രാത്രിയിലും. रात में मिलते तो रात में जाते, दिन में मिलते तो दिन में जाते. രാത്രി അവരെ കാണാൻ കിട്ടുമെങ്കിൽ രാത്രി പോയി ചെന്ന് കണ്ടിരുന്നു, പകലിലാണ് അവരെ കാണാൻ കിട്ടുന്നതെങ്കിൽ പകലിൽ അവരെ ചെന്ന് പോയി കണ്ടിരുന്നു. हमारे स्टूडेंट्स का इज्तिमा चल रहा था बैंगलोर में. നമ്മളെ കുട്ടികളുടെ, വിദ്യാർത്ഥികളുടെ ഒരു ഇജ്തിമ ബാംഗ്ലൂരിൽ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. तो किसी ने आकर कहा फलां टी जॉइंट में कुछ फॉरेन स्टूडेंट्स रात भर पता नहीं क्या करते हैं, पढ़ते हैं या घूमते हैं, 3 बजे चाय पीने के लिए आते हैं. तो हमारे फिक्रमंद स्टूडेंट्स ने जमात बनाकर 3 बजे पहुंच गए, रात के 3 बजे. അപ്പം ഈ ഇസ്തിമക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പിൽ, ഇസ്തിമക്ക് വേണ്ടി ദാവത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കൂട്ടുകാരൻ വന്നിട്ട് പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിലുള്ള ചായ കുടി കേന്ദ്രത്തിൽ, ടീ ജോയിന്റ് എന്നാണ് അതിന് പറയാ, അവിടെ രാത്രി 3 മണിക്ക് കൃത്യമായിട്ട് വിദേശ വിദ്യാർത്ഥികൾ, അവര് എന്താണ് ആ സമയത്ത് ചെയ്യുന്നതെന്ന് അറിയില്ല, ചായ കുടിക്കാൻ, പക്ഷെ എന്തായാലും 3 മണിക്ക് അവർ സ്ഥിരമായിട്ട് വരാറുണ്ട്. हम नेक गुमान करेंगे कि वो रात भर पढ़कर थकान दूर करने के लिए, हम तो नेक गुमान करेंगे. നമ്മൾ ഒരിക്കലും അവരെ കുറിച്ച് മോശമായി ഊഹിക്കുകയില്ല. അവര് രാത്രി മുഴുവൻ പഠിക്കുന്നുണ്ടാകും, പഠിച്ചിട്ടായിരിക്കും 3 മണിക്ക്, രാത്രി 3 മണിക്ക് അവർ ചായ കുടിക്കാൻ വരുന്നത്. അപ്പൊ ആ 3 മണിക്ക് അവര് കൂടുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ നമ്മുടെ കൂട്ടുകാർ ഉറക്കമൊഴിഞ്ഞിരുന്ന് രാത്രി 3 മണിക്ക് അവരെ ചെന്ന് കാണാൻ തയ്യാറായി.
वो भी स्टूडेंट थे, वो कोई फरिश्ते नहीं थे। ആ തയ്യാറായ കുട്ടികൾ അവരും വിദ്യാർത്ഥികളാണ്, അവര് മലക്കുകളൊന്നുമല്ല. वो कोई बहुत बड़े बुजुर्ग नहीं थे, इतनी बड़ी दाढ़ी वाले, वो स्टूडेंट थे, लेकिन उनको फिक्र थी कि ये स्टूडेंट्स भी दीन की समझ ले लें। അവരും വലിയ തബ്ലീഗിന്റെ പരിശ്രമത്തിൽ വലിയ ബുസുർഗിങ്ങൾ, വലിയ താടിയുള്ളവർ, അങ്ങനത്തെ ആൾക്കാരൊന്നല്ല. വിദ്യാർത്ഥികൾ, പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ. പക്ഷെ അവരുടെ ഉള്ളിൽ ചിന്ത ഉണ്ടായിരുന്നു, നമ്മുടെ ഈ കൂട്ടുകാരും ഈ വിദ്യാർത്ഥി സമൂഹവും ഈ പരിശ്രമമായി ബന്ധപ്പെടണം എന്ന ചിന്തയുടെ പേരിൽ അവർ കാത്തു രാത്രി പോയി. तो एक एक के पास जाना, ഓരോരുത്തരുടെ അടുക്കലും പോകൽ. ये नबियों का तरीका है। ഇതാണ് നബിമാരുടെ പരിശ്രമം. हमारी जमातें मंगलूर के इलाके में काम करने के लिए गई। നമ്മുടെ ജമാഅത്ത് മാംഗ്ലൂരിൽ പരിശ്രമിക്കാൻ വേണ്ടി പോയി, മംഗലാപുരം. वहां पर तबलीग बहुत मुश्किल है, അവിടെ തബ്ലീഗിന്റെ പരിശ്രമം ഭയങ്കര പ്രയാസമാണ് ചെയ്യൽ. लोग जानते नहीं है नबी का काम है, ജനങ്ങൾക്ക് അറിയില്ല നബിമാർ ഇങ്ങനെ ഒരു പരിശ്രമം ചെയ്തിരുന്നു എന്ന കാര്യം. इसलिए मुखालिफत करते हैं। അതുകൊണ്ട് അവര് പരിശ്രമത്തിന് എതിരെ നിൽക്കും എപ്പോഴും. जान लेंगे तो साथ देंगे। അഥവാ അവർ അറിഞ്ഞിരുന്നെങ്കിൽ കൂടെ നിൽക്കുമായിരുന്നു. एक जमात एक मस्जिद में जाकर उतरी, ഒരു ജമാഅത്ത് പോയി ഒരു പള്ളിയിൽ പോയി ഇറങ്ങി. मस्जिद में उतर कर सामान रख के दुआ करके मुलाकातों में जाना था। അവര് ചെയ്യാൻ പോയിരുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ജമാഅത്ത് പോയി പള്ളിയിൽ പോയി സാധനങ്ങൾ വെച്ച് ദുആ ചെയ്ത് ജനങ്ങളെ കാണാൻ വേണ്ടി പോകണം. तो उस्ताद ने इस जमात को देख लिया, ഉസ്താദ് ജമാഅത്തിനെ കണ്ടുപോയി. गुस्से में आ गए। അദ്ദേഹത്തിന് വലിയ ദേഷ്യം വന്നു. कहां से आए? എവിടെ നിന്നാണ് വന്നത്? हम बेंगलुरु से आए। അവർ പറഞ്ഞു ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് വന്നതാണ്. बेंगलुरु से मंगलूर ബാംഗ്ലൂരിൽ നിന്നും മാംഗ്ലൂരിലേക്ക് हम आए। നമ്മൾ വന്നു. क्यों आए? എന്തിനാ നിങ്ങൾ വന്നത്? तुम्हारे आने की कोई जरूरत नहीं है। നിങ്ങൾ ഇവിടെ വരേണ്ട ഒരു ആവശ്യം ഇവിടെ ഇല്ല. हम लोग ನಾವು ಇದ್ದೀವಿ, ನಾವು ಹೇಳ್ಕೊಳ್ತೀವಿ, ನೀವು ಏನು ಬರೋದ್ ಬೇಕಾಗಿಲ್ಲ. ಕನ್ನಡ में बोला മനസ്സിലായി മനസ്സിലായി. മനസ്സിലായി? ഇവിടെ നമ്മൾ എല്ലാ നാട്ടിലും പറയുന്ന ഇവിടെ നമ്മളുണ്ട്, നിങ്ങൾ ആവശ്യമൊന്നുമില്ല, ഇവിടുത്തെ കാര്യമൊക്കെ നമ്മൾ ചെയ്തോളാം. हम बोल लेंगे, तुम बेंगलुरु से आकर बोलने की कोई जरूरत नहीं है। നമ്മൾ പറഞ്ഞോളാം, നിങ്ങൾ ബാംഗ്ലൂരിൽ നിന്നൊന്നും വന്നിട്ട് ഈ കാര്യം പറയേണ്ട ആവശ്യമൊന്നുമില്ല. तो अब वो इतना डांट के बोल रहा है तो उससे आर्ग्यूमेंट थोड़ी करेंगे। അയാളാണ്, അദ്ദേഹമാണെങ്കിൽ ഭയങ്കര ചൂടായിട്ടാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിനോട് ഒരു വാദപ്രതിവാദത്തിന് പോകുന്നത് ശരിയല്ല. हमारे तबलीग में आर्ग्यूमेंट नहीं है, നമ്മളെ തബ്ലീഗില് വാഗ്വാദം വാദപ്രതിവാദം ഇതൊന്നുമില്ല. हमारे पास मुज़ाकरा है, रिमाइंडर है। നമ്മളെടുക്കൽ ആകെ ഉള്ളത് എന്താണ്? ചർച്ചകളാണ്, മുദാക്കറകളാണ്. आर्ग्यूमेंट में नहीं पढ़ना। നമ്മൾ ആരുമായി വാദപ്രതിവാദത്തിൽ ഏർപ്പെടാറില്ല. अंग्रेजी में कहते हैं आर्ग्यूमेंट जनरेट्स हीट, डिस्कशन थ्रोज लाइट। ഇംഗ്ലീഷിൽ പറയാറുണ്ട് ആർഗ്യുമെന്റ് കൊണ്ട്, വാദപ്രതിവാദം കൊണ്ട് ചൂടും പുകയുമാണ് ഉണ്ടാവുന്നത്. പക്ഷെ ചർച്ചകൾ കാരണമായി എന്താണ്? കാര്യങ്ങളിലേക്ക് വെളിച്ചം വീശും, വെളിച്ചം അറിവ് കിട്ടും. In argument it is seen who is right, and in discussion it is seen what is right. ആർഗ്യുമെന്റ്, വാദപ്രതിവാദത്തിൽ എന്താണ് സാധാരണ ആൾക്കാർ തെളിയിക്കാൻ ശ്രമിക്കുന്നത്? ആരാണ് ശരിയെന്ന്. എന്നാൽ ചർച്ചകളിൽ എന്താണ് നമ്മൾ സാധാരണ പറയാ? എന്താണ് ശരി എന്നതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. मुज़ाकरा करेंगे, बोलो करेंगे। അപ്പൊ നമ്മൾ എപ്പോഴും ആൾക്കാരുമായി നമ്മൾ ചർച്ചകളെ ചെയ്യാൻ പാടുള്ളൂ, നല്ല സൗമ്യമായ രീതിയിൽ. അങ്ങനെയല്ലേ എല്ലാവരും ചെയ്യുള്ളൂ ഇൻഷാ അല്ലാ. आर्ग्यूमेंट करेंगे कि मुज़ाकरा करेंगे? വാദപ്രതിവാദം ചെയ്യുമോ അല്ലെങ്കിൽ സൗമ്യമായ രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുമോ? मुज़ाकरा कहते हैं रिमाइंडर को, याद दिलाना। അപ്പൊ മുദാക്കറ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓർമ്മപ്പെടുത്തൽ. നല്ല രീതിയിൽ. ये मैं नहीं कह रहा हूँ, ये कुरान में अल्लाह ताला रसूलुल्लाह सल्लल्लाहु अलैहि वसल्लम को कह रहे हैं। ഇത് ഞാൻ പറയുന്ന കാര്യമല്ല കേട്ടോ, ഇത് അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞ കാര്യമാണ്. फज़क्किर इन्नमा अंत मुज़क्किर, फज़क्किर याद दिलाइए, रिमाइंड पीपल, इन्नमा अंत मुज़क्किर, आपको याद दिलाने के लिए भेजा गया है। അല്ലാഹു സുബ്ഹാനഹു लस्ता अलैहिम बिमुसैतिर, आपको टास्क मास्टर बना करके नहीं भेजा गया कि आप उनके हलक के नीचे उतारो। सिर्फ याद दिलाना आपका काम है, हिसाब लेना हमारा काम है। അല്ലാഹു ഖുർആനിൽ പറയണ്ടായി, നിങ്ങൾ ഫദക്കിർ, നിങ്ങൾ ഓർമ്മപ്പെടുത്തുവിൻ, നിങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്താനായിട്ടാണ് അയച്ചിരിക്കുന്നത്. അല്ലാണ്ട് നിങ്ങൾ അവരെ പിടിച്ച് അവരെ കാര്യത്തില് വാശി പിടിച്ച് അവരെ കൊല്ലിക്ക് പിടിച്ച് അവരെ കഴുത്തിന് പിടിച്ച് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാനല്ല. അവരെ നിങ്ങൾ ഓർമ്മപ്പെടുത്തുന്നവരായിട്ടാണ് ഞാൻ നിങ്ങൾ അയച്ചതെന്ന് ഖുർആന്റെ ആശയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു. याद दिलाना आपका काम है, हिसाब लेना हमारा काम है। നിങ്ങളുടെ ഉത്തരവാദിത്തം അവരെ ഓർമ്മപ്പെടുത്തലാണ്, അവരെ കണക്ക് ചോദ്യം ചെയ്യൽ, അവരെ കണക്കെടുക്കൽ അത് എന്റെ ഉത്തരവാദിത്തമാണ്. तो हमारे साथी ने, एक साथी सीधा साधा बेचारा, वो बहुत कोई पुराना साथी नहीं था, उस उस्ताद से कहा, उस्ताद वन केल्सा मारोना, हम एक काम करेंगे।
उस्ताद को बोलो। അപ്പൊ നമ്മളെ കൂട്ടത്തിലുള്ള ഒരു സാത്തി, അദ്ദേഹം വലിയ പഴയ ആളൊന്നല്ല പ്രവർത്തനത്തില്, ഒരു പുതിയ ആളാ. പക്ഷെ അദ്ദേഹം പറഞ്ഞു, ഉസ്താദ് നമുക്കൊരു കാര്യം ചെയ്യാം. देखो अल्लाह पाक अल्लाह के रास्ते में जाते हैं तो हिकमत का दिल दिमाग भी खोलते हैं और हिकमत के बोल भी देते हैं. ഒരു അള്ളാഹു സുബ്ഹാനഹുവതആലയുടെ വലിയ അനുഗ്രഹമാണ് ദീനിന്റെ ദാവത്തിന്റെ പരിശ്രമത്തിൽ ഒരാൾ ത്യാഗം ചെയ്യുമ്പോൾ, അള്ളാഹുവിന്റെ മാർഗത്തിൽ പുറപ്പെടുമ്പോൾ അള്ളാഹു സുബ്ഹാനഹുവതആല ഹിക്മത്തിന്റെ വാതിലുകൾ അവന്റെ തലയിൽ, അവന്റെ ഹൃദയത്തിൽ തുറക്കുകയും മാത്രമല്ല അവന്റെ സംസാരത്തിൽ ഹിക്മത്ത് ഉണ്ടാക്കുകയും ചെയ്യും. उसने साथी ने उस उस्ताद से कहा, उस्ताद ಒಂದು ಕೆಲಸ ಮಾಡೋಣ, ಇಲ್ಲಿಗೆ ಯಾರು ಬರ್ತಾರೆ ಅವ್ರಿಗೆ ನೀವು ಹೇಳಿ, ಯಾರು ಬರೋದಿಲ್ಲ ಅವ್ರಿಗೆ ಹೋಗಿ ನಾವು ಹೇಳ್ತೀವಿ. यहाँ जो आते हैं उनको आप बोलो, जो यहाँ नहीं आते उनको जाके हम बोलेंगे. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഉസ്താദ് നമുക്കൊരു കാര്യം ചെയ്യാം, ഇവിടെ വരുന്ന ആൾക്കാരോട് ഉസ്താദ് പറഞ്ഞു കൊടുക്കും, ഇവിടെ വരാത്ത ആൾക്കാരോട് നമ്മൾ പോയി പറയാം, അത് ഓക്കെ അല്ലേ എന്ന് वो ചോദിക്കട്ടെ. उस्ताद बड़े खुश हो गए, अरे अरे बहुत अच्छा है, यहाँ वालों को कुछ नहीं बोलना, बाहर वालों में जाके सबको बोलो. അപ്പൊ ഉസ്താദിനെ വലിയ സന്തോഷമായി. ഉസ്താദ് പറഞ്ഞു, ഇവിടെ വരുന്ന ഒരാളോട് നിങ്ങളൊന്നും പറയാൻ പാടില്ല, അത് ഞാൻ പറയും, പുറത്ത് പോയിട്ട് നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോളി. अब बोलो, अंदर आने वाले ज्यादा हैं कि बाहर रहने वाले ज्यादा हैं? അപ്പൊ നിങ്ങൾ പറയുന്നു, ഇപ്പോൾ പള്ളിയിലേക്ക് വരുന്ന ആൾക്കാരാണോ കൂടുതൽ, പള്ളിയുടെ പുറത്ത് ബാക്കിയുള്ള ആൾക്കാരാണോ കൂടുതൽ ഉള്ളത്? ഭൂരിപക്ഷം ആരാണ്? तो हमारी मेहनत बाहर है നമ്മളുടെ പരിശ്രമം പള്ളിയുടെ പുറത്ത്. और हमारी मेहनत उन लोगों पर है जो सुनना नहीं चाहते. നമ്മളുടെ പരിശ്രമം ആരുടെ മേലാണ്? കേൾക്കാൻ താല്പര്യമില്ലാത്തവരുടെ മേൽ. They are not interested in you, but you are interested in their akhirat. അവര് നിങ്ങളോട് ഒരു താല്പര്യം നിങ്ങളോടില്ല, നിങ്ങളോട് താല്പര്യമില്ലാത്തവർ, പക്ഷെ നിങ്ങൾ അവരുടെ ആഖിറത്തെ കുറിച്ച് താല്പര്യമുള്ളവർ. इसी से तवाज़ो पैदा होती है. ഇതിൽ നിന്നാണ് വിനയം ഉണ്ടായിത്തീരുന്നത്. വിനയം, तवाज़ो कब पैदा होगी? जब दावत देंगे. വിനയം ഉണ്ടാകുന്നത് എപ്പോഴാണ് സഹോദരന്മാരെ? शादी की जब ദാവത്ത് ചെയ്യുമ്പോൾ. शादी की जब दावत देने के लिए जाते हैं ना, बेटी की शादी है, रिश्तेदारों को बुलाना है, जिससे लड़ लिए उसके पास भी जाना पड़ता है. ക്ഷണിക്കാൻ വേണ്ടി പോകുമ്പോൾ, അത് നമ്മുടെ മകളുടെ കല്യാണമാണെങ്കിലും ശരി, മകളുടെ കല്യാണത്തിന് ക്ഷണിക്കാൻ വേണ്ടി പോവാണ് ഒരാളെടുക്കലേക്ക്, അയാളുമായിട്ട് നമ്മൾ പിണക്കത്തിലാണ്, പലപ്പോഴും നമ്മൾ അയാളുമായി കലഹമുണ്ടായിട്ടുണ്ട്. പക്ഷെ അയാളെടുത്ത് പോകുമ്പോഴും നമ്മളൊന്ന് ചെറുതാവേണ്ടി വരും, നമ്മൾ വിനയം കാണിക്കേണ്ടി വരും, നമ്മളിൽ ഒതുക്കുണ്ടായിത്തീരും. छोटा बनता है आदमी, മനുഷ്യൻ ചെറുതാകേണ്ടി വരും, झगड़े भूल जाता है, അവനുണ്ടായ കലഹം, അവനോട് കലഹിച്ചത് മറക്കേണ്ടി വരും. और ये छोटा बनना अल्लाह को बहुत पसंद है. അങ്ങനെ ചെറുതാവൽ, നമ്മുടെ വിനയം ഉണ്ടായിത്തീരൽ, അത് അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ് സഹോദരന്മാരെ. तो बोलो, छोटे बनेंगे इंशाल्लाह. എല്ലാരും ചെറുതാവാൻ തയ്യാറല്ലേ? ഇൻഷാല്ലാ. कैसे बनेंगे? എങ്ങനെ ആവും പറയും. जाएंगे तो बनेंगे. ആ ആൾക്കാരുടേക്ക് ദാവത്തുമായി ചെന്നാലേ വിനയം ഉണ്ടായിത്തീരുകയുള്ളൂ. कौन कौन जाएंगे? ആരെല്ലാം പോകാൻ തയ്യാറുണ്ട്? जाकर दावत देंगे. പോയിട്ട് ദാവത്ത് ചെയ്യൂലേ? ഇൻഷാല്ലാ. आसान काम नहीं है. അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇരിക്കിൻ. नफ्स आसानी चाहता है. മനുഷ്യന്റെ ശരീരം എപ്പോഴും എളുപ്പമാണ് ആഗ്രഹിക്കുന്നത്. नफ्स को शरीर कहते हैं. ശരീരം ഈ बोलते हैं. हाँ, इंसान के अंदर जो नफ्स है ना, जी, वो आसानी चाहता है. മനുഷ്യന്റെ നഫ്സ്, മനുഷ്യന്റെ ശരീരം എപ്പോഴും എളുപ്പമാണ് ഇഷ്ടപ്പെടുന്നത്. दीन कुर्बानी चाहता है. എന്നാൽ ദീൻ ആഗ്രഹിക്കുന്നത്, ദീൻ നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നത് ത്യാഗമാണ്. और ये कुर्बानी अल्लाह को बहुत पसंद है. ഈ ത്യാഗങ്ങൾ അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ്. और गैब की चीज समझाना कोई आसान काम नहीं है. गैब में जो चीज है, ഏതെങ്കിലും ഒരു മറഞ്ഞു കിടക്കുന്ന ഒരു കാര്യം മനുഷ്യർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. सारी दुनिया जाहिर से मुतासिर है, नबी आकर गैब की दावत देते थे. മുഴുവൻ ദുനിയാവും പ്രത്യക്ഷമായി കാണുന്ന വസ്തുക്കളാൽ സ്വാധീനിക്കപ്പെട്ടവരാണ്. अल्लाह गैब में. എന്നാൽ നബിമാരാണെങ്കിലോ പ്രത്യക്ഷത്തിൽ ഇല്ലാത്ത കാര്യങ്ങൾ, മറഞ്ഞ കാര്യങ്ങൾ ജനങ്ങളോട് പറയുന്നവരായിരുന്നു. अल्लाह गैब में. അള്ളാഹു ഗൈബിലാണ്. जन्नत और जहन्नम गैब में. സ്വർഗവും നരകവും അത് മറഞ്ഞു കിടക്കുകയാണ്. और अल्लाह के खजाने गैब में. അള്ളാഹുവിന്റെ ഖജനാവുകൾ മറഞ്ഞു കിടക്കുകയാണ്. और अल्लाह के वादे गैब में. അള്ളാഹുവിന്റെ വാഗ്ദാനങ്ങളും അത് മറവിലാണ്. अल्लाह की जात खुद गैब में. അള്ളാഹുവിന്റെ ദാത്ത്, സ്വത്തം, അതും മറവിൽ തന്നെയാണ്. फरिश्ते गैब में. മലക്കുകൾ അത് നമ്മൾക്ക് കാണാൻ സാധിക്കാത്ത മറവിലാണ്. दीन पर चलने का नफा भी गैब में. ദീനനുസരിച്ച് മനുഷ്യൻ ജീവിച്ചാൽ അതിന്റെ പ്രയോജനവും അതും ഗൈബിലാണ്. दीन का नफा नजर नहीं आता. ദീനിന്റെ പരിശ്രമത്തിന്റെ പ്രയോജനം ചിലപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുകയില്ല. नजर नहीं आती सो चीज समझाना आसान है कि मुश्किल है? കാണാൻ സാധിക്കാത്ത ഒരു കാര്യം പറഞ്ഞു മനസ്സിലാക്കൽ എളുപ്പമാണോ ബുദ്ധിമുട്ടാണോ?
हमारे मौलाना उमर साहब पालनपुरी रहमतुल्लाह अलैह मिसाल देके समझाते थे. മൗലാന ഉമർ പാലംപരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ഉദാഹരണം കൊണ്ട് മനസ്സിലാക്കി തരുമായിരുന്നു. छोटे बच्चे के सामने दो चीजें रखो. ഒരു ചെറിയ കുട്ടിയുടെ മുമ്പിൽ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ വെക്കുക. एक लाल लाल जिलेबी, दूसरा 1 लाख रुपए का चेक. ഒന്ന് നല്ല ചൂടുള്ള ചുവന്ന ജിലേബി, ഒന്ന് 1 ലക്ഷം രൂപയുടെ ചെക്ക്. तो बच्चा किसकी तरफ हाथ बढ़ाएगा? കുട്ടി ഏതിന് നേരെ കൈനീട്ടും? बोलो. പറയിൻ. लाल ചുവപ്പ്, अट्रैक्शन, നല്ല ആകർഷണീയം, मजा मजा. നല്ല സ്വാദുള്ളത്. अभी देखो जिलेबी बोले तो सबके मुंह से पानी आ रहा ഇപ്പൊ है. ജിലേബി എന്ന് പറഞ്ഞപ്പോ നിങ്ങളുടെ വായിലെല്ലാം വെള്ളം, കപ്പലൊട്ടിക്കാനുള്ള വെള്ളം. अट्रैक्शन एंड एंटरटेनमेंट, दो चीजें हैं उसकी. അതിൽ ആകർഷണമുണ്ട്, അതിൽ ആസ്വാദനമുണ്ട്. तो बच्चा उसकी तरफ हाथ बढ़ाता है. കുട്ടി അതിലേക്ക് കൈനീട്ടും. 1 लाख रुपए का चेक, उसमें इंटरेस्टेड नहीं है. 1 ലക്ഷം റുപ്യന്റെ ചെക്ക് അത് അതിന്റെ മുമ്പിലുണ്ട്, പക്ഷെ അതിനോട് താല്പര്യമില്ല. और चॉइस एक ही है, दो नहीं है. ഒന്നേ എടുക്കാൻ പറ്റുള്ളൂ, ഒന്നേ ഉള്ളൂ, ഒരു ചോയ്സേ ഉള്ളൂ. Only one choice ഒന്നേ എടുക്കാൻ സാധിക്കുള്ളൂ, ഒരു ചോയ്സ്. and only one chance. മാത്രമല്ല ഒറ്റ പ്രാവശ്യം ഒരു ചാൻസേ ഉള്ളൂ. One chance, one choice. ഒരൊറ്റ പ്രാവശ്യം, ഒരു പ്രാവശ്യം മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. तो अब बच्चा जब उसकी तरफ हाथ बढ़ाता है, बाप कहता बेटा ये खत्म होने वाली चीज है, ये जो कागज का टुकड़ा है ना, ये बहुत नफे की चीज है. അപ്പൊ ബാപ്പ പറയാണ്, മോനെ അത് എടുക്കല്ലേ, ഇത് തിന്നാൽ തീർന്നു പോകുന്ന സാധനമാണ്, നീ ആ കടലാസ് ഉണ്ടല്ലോ, ആ കടലാസ് എടുത്തോ, അതാണ് നിനക്ക് പ്രയോജനകരം. इसको छोड़ दे, इसको ले ले. ഈ ജിലേബി വിട്ടേക്ക് മോനെ, കാരണം നിനക്ക് ഒന്നേ എടുക്കാൻ അനുവാദമുള്ളൂ, അതുകൊണ്ട് നീ ആ കടലാസ് എടുക്കും മോനെ. तो बच्चा, मौलाना कहते थे, बच्चा थोड़ी देर के लिए बाप की तरफ देखता है और देखकर यूं सोचता है, मेरे बाप को तो मैं बहुत समझदार समझता था, आज मेरा बाप बेवकूफ की तरह क्यों बात कर रहा है. അപ്പം ഈ കുട്ടി വാപ്പനൊന്ന് നോക്കും, എന്നിട്ട് ഇങ്ങനെ ആലോചിക്കും, എന്റെ ബാപ്പ ഒരു ബുദ്ധിയുള്ള ആളാണെന്നല്ലോ ഞാൻ കരുതിയിരുന്നത്, ഇയാൾ ഇത്ര മണ്ടനായിരുന്നോ എന്ന് ആ കുട്ടി ഒരു വേള ചിന്തിക്കും. फिर बाप समझाता है, छोड़ता नहीं, बेटा तू नहीं जानता, मैं जानता हूं. അപ്പൊ വാപ്പ പറയും, മോനെ നീ ഇത് തെരഞ്ഞെടുക്കല്ലേ, നിനക്ക് അറിയൂല, നീ അറിയാത്ത കാര്യം ഞാൻ അറിയും. तूने देखा नहीं है, मैंने देखा है. You have not seen the harsh realities of life. You have only seen the four corners of this house. तू नहीं जानता, मैं जानता हूं. नबी समझाते. ठीक है, बोलो. അപ്പം അദ്ദേഹം പാപ്പ പറയും, മോനെ നീ ഇത് എടുക്കല്ല, കാരണം നീ ഈ വീട്ടിന്റെ 4 മൂലയെ നീ കണ്ടിട്ടുള്ളൂ, പുറത്തുള്ള ജീവിതം, അതിന്റെ പ്രയാസം നീ കണ്ടിട്ടില്ല, അത് കണ്ടവനാണ് ഞാന്. അതുകൊണ്ട് മകനെ നീ ജിലേബി എടുക്കല്ലേ, നീ ഈ ചെക്ക് വാങ്ങി ആ കടലാസിന്റെ കഷ്ണം എടുക്കുക എന്ന് ബാപ്പ പറഞ്ഞുകൊണ്ടിരിക്കും. ये कागज का टुकड़ा है ना, इसमें जिलेबी की फैक्ट्री बन सकती है. മോനെ ഈ ഫാക്ടറി, ഈ കടലാസ് കഷ്ണം ഉണ്ടല്ലോ, ഈ കഷ്ണം നീ ഏറ്റെടുത്താൽ അതുകൊണ്ട് ഈ ജിലേബി ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറി തന്നെ നമുക്ക് വേണമെങ്കിൽ ഉണ്ടാക്കാം. तू एक जिलेबी देख रहा है, मैं तो पूरी फैक्ट्री देख रहा हूं. നീ കാണുന്നത് ആ ജിലേബിയിൽ ഒരു ജിലേബി ആണെങ്കിൽ ഞാൻ ആ കടലാസിൽ ഒരു ഫാക്ടറി തന്നെ കാണുന്നുണ്ട്. लेकिन लो, बच्चा समझता नहीं. പക്ഷെ ആ കുട്ടിക്ക് മനസ്സിലാവില്ല. बच्चा समझता है बाप नादान, और बाप समझता है बच्चा नादान. കുട്ടി വിചാരിക്കും ബാപ്പ് വലിയൊരു മണ്ടനായി പോയല്ലോ. ബാപ്പൊക്കെ മനസ്സിലാവും, കുട്ടിക്ക് മനസ്സിലാവുന്നില്ലല്ലോ, അവൻ മണ്ടൻ. ऐसे ही दुनिया में नबी जब कहते एक अल्लाह से होता है, एक अल्लाह को राजी कर लो, तुम्हारे सारे मसले हल हो जाएंगे, तो कुफ्फारे मक्का ने कहा 360 बुतों से हमारे प्रॉब्लम्स हल नहीं हो रहे हैं, और तुम कहते हो एक नजर नहीं आने वाले खुदा से प्रॉब्लम हल हो जाए. कैसी पागल की बातें कह रहे हो. इसीलिए सादिक और अमीन का लक़ब वापस ले लिया और पागल का लक़ब दे दिया. ഇതുപോലെ സഹോദരന്മാരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഏകനായ അള്ളാഹുവിനെ കൊണ്ട് മാത്രമേ നടക്കുകയുള്ളൂ, വേറെ ആർക്കും സ്വന്തമായിട്ട് കഴിവില്ല. ഈ അള്ളാഹു ആണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും നടത്തി തരാൻ കഴിവുള്ളവൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞപ്പോൾ മക്കയിലെ കുഫാറുകൾ, കാഫിരിങ്ങൾ, അവര് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയുണ്ടായി, 360 വിഗ്രഹങ്ങൾ ഞങ്ങൾ ആരാധിച്ചു പോരുന്ന ഈ 360 വിഗ്രഹങ്ങളെ കൊണ്ട് പോലും നമ്മുടെ കാര്യങ്ങൾ നടക്കുന്നില്ല. ആ സമയത്താണ്, ആ വേളയിലാണോ നീ പറയുന്നത് ഒരൊറ്റ അള്ളാഹുവിന് നമ്മുടെ കാര്യങ്ങൾ പൂർത്തിയാക്കാൻ സാധിക്കുമെന്ന് ആ വിഗ്രഹത്തെ ആരാധിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുകയുണ്ടായി. आज भी कोई अलग माहौल नहीं है. മാത്രമല്ല അതുവരെ സാദിഖ്, സത്യസന്ധൻ, വിശ്വസ്തൻ, അമീൻ എന്ന് വിളിച്ചിരുന്ന ആ വിളിപ്പേര്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിളിപ്പേരിനെ അവർ തിരികെ എടുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഭ്രാന്തൻ എന്ന പട്ടം ചാർത്തി കൊടുക്കുകയുണ്ടായി. टाइटल दिए, टाइटल. ആ ടൈറ്റിൽ, ആ പട്ടം ചാർത്തി കൊടുത്തു. पागल है. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഭ്രാന്തനാണ്.
और आज भी कोई माहौल अलग नहीं है। ഇന്നും ഏതാണ്ട് അതുപോലെ ഏറെക്കുറെ അതുപോലത്തെ അവസ്ഥ തന്നെയാണ് ലോകത്തുള്ളത്. वो कहते थे बुतों से होता है, അന്നത്തെ കാലത്ത് ജനങ്ങൾ പറയുന്നത് വിഗ്രഹങ്ങളെ കൊണ്ട് आज നടക്കുമെന്നായിരുന്നു. लोग कहते हैं माल से होता है, ഇന്നാണെങ്കിൽ ജനങ്ങൾ പറയുന്നത് സമ്പത്ത് കൊണ്ടാണ് നടക്കുന്നത്, हुकूमतों से होता है അധികാരങ്ങളെ കൊണ്ടാണ് നടക്കുന്നത്, और डिग्रियों से होता है। ഡിഗ്രികളെ കൊണ്ടാണ് നടക്കുന്നത്. तो आज भी वही बोले, ഇന്നും അതേപോലത്തെ വർത്താനാണ് उनको जाकर कहेंगे अल्लाह से होता है। അങ്ങനെയുള്ള ജനങ്ങളോടാണ് നമ്മൾക്ക് പോയി പറയാനുള്ളത്, അള്ളാഹുവിനെ കൊണ്ട് മാത്രമേ നടക്കുകയുള്ളൂ. तो लोग कहेंगे ये पागल हो गया है, അപ്പൊ ജനങ്ങൾ പറയും ഇവന് പ്രാന്തായി കേട്ടോ. इसलिए कि नबी की दावत वैसे ही चलेगी। നബി എല്ലാ നബിയുടെ ദാവത്തും അതിന് ഒരു രീതിയുണ്ട്, അത് അങ്ങനെ തന്നെ നടക്കുകയുള്ളൂ. सारी दुनिया के मालदार कैपिटलिस्ट, ലോകത്തുള്ള മുഴുവനും സമ്പത്തുള്ള ആൾക്കാര് ക്യാപിറ്റലിസ്റ്റുകൾ, सारी दुनिया के अक्लमंद साइंटिस्ट, ലോകത്തുള്ള മുഴുവൻ ബുദ്ധിജീവികൾ സയന്റിസ്റ്റുകൾ, और सारी दुनिया के पावरफुल इंपीरियलिस्ट, അതുപോലെ ലോകത്തുള്ള മുഴുവൻ സാമ്രാജ്യ ശക്തികൾ ഇംപീരിയലിസ്റ്റുകൾ सब जमा होके मीटिंगें कर रहे हैं അവരെല്ലാരും ഒരുമിച്ച് ചേർന്ന് സംഘടിച്ച് മീറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. कि ये क्लाइमेट चेंज जो हो रहा है ये बंद हो जाए। ഈ ക്ലൈമറ്റ് ചേഞ്ച്, ലോകത്തുള്ള ക്ലൈമറ്റ് വ്യതിയാനം അതിനെ എങ്ങനെ മാറ്റാൻ സാധിക്കും എന്ന് ഇന്ന് ഒരുമിച്ച് ചേർന്നിരുന്ന് ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ്. बादल बेकाबू हो गए हैं, മേഘങ്ങൾ കൈപ്പിടിയിലാവുന്നില്ല, മേഘങ്ങൾ വൈതെറ്റി വരുന്നു. बारिश बेकाबू हो गई है, മഴയുടെ വർഷക്കാലങ്ങൾ തെറ്റിക്കൊണ്ടുവരുന്നു, हवा बेकाबू हो गई है, കാറ്റ് വർദ്ധിച്ചു വരുന്നു. मीटिंगें चल रही हैं कि इनको काबू में कैसे लाया അതിനെ जाए। കാലാവസ്ഥ വ്യതിയാനം അത് പരിധിയിലാക്കി തീർക്കാൻ വേണ്ടി ലോകത്തുള്ള സാമ്രാജ്യ ശക്തികൾ ബുദ്ധിയുള്ളവരെല്ലാരും ഒരുമിച്ച് ചേർന്ന് ഇന്ന് വലിയ വലിയ മീറ്റിംഗുകൾ നടത്തിക്കൊണ്ടിരിക്കുക. क्लाइमेट चेंज का ताल्लुक हमारी अक्ल से और हमारे पैसों से नहीं है, क्लाइमेट चेंज का ताल्लुक मुसलमान की ज़कात से है। കാലാവസ്ഥ വ്യതിയാനം അത് നമ്മളുടെ ബുദ്ധിയിലോ നമ്മുടെ പൈസയിലോ അല്ല. കാലാവസ്ഥ വ്യതിയാനം അതിന്റെ വരുതി അത് എന്തിന്റെ കൺട്രോളിലാണ്? മുസ്ലിമീങ്ങൾ നൽകേണ്ടുന്ന സമ്പത്ത് അതിനനുസൃതമായിട്ടാണ്. അതിന്റെ മാനദണ്ഡം അത് നേരെയായി തീരൽ മുസ്ലിമിന്റെ സക്കാത്ത് കൊണ്ടാണ്. हदीस की रोशनी में है कि जब ज़कात का निजाम बिगड़ेगा तो आसमानों में बारिश का निजाम बिगड़ेगा। ഹദീസിന്റെ വെളിച്ചത്തിലുണ്ട്, മുസ്ലിമീങ്ങൾ സക്കാത്തിന്റെ പ്രക്രിയ അത് തെറ്റിച്ചു കളഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ആകാശത്തുള്ള കാലാവസ്ഥയിൽ വ്യതിയാനങ്ങൾ വരുത്തും. अब किसी को जाकर यूं कहो तो कहेंगे पागल हो गया है, ഇതെങ്ങാണ്ടും ആരോടെങ്കിലും പോയി പറഞ്ഞാൽ ആൾക്കാർ എന്ത് പറയും? നിങ്ങൾക്ക് ഭ്രാന്തായിരിക്കുകയാണ് കേട്ടോ എന്ന് പറയും. लेकिन यही दावत सच्ची दावत है, ഇതാണ് യഥാർത്ഥത്തിൽ പറയേണ്ടുന്ന കാര്യം, ഇതിലേക്കാണ് നമ്മൾ ക്ഷണിക്കേണ്ട കാര്യം. ये नबी की बात है और सच्ची बात है। ഇതാണ് നബി പറഞ്ഞ കാര്യം, ഇതാണ് സത്യമായ കാര്യം. तो इस सच्ची बात की दावत पूरी दुनिया में चलाना है। ഈ സത്യമായ കാര്യം ലോകം മുഴുവനും പ്രചരിപ്പിക്കേണ്ട ഉത്തരവാദിത്തമാണ് സഹോദരന്മാരെ നമ്മൾക്കുള്ളത്. चलाएंगे भाई, അത് പറയോ? പ്രചരിപ്പിക്കുമോ? व्हाट्सएप में चलाएंगे। അത് നമ്മൾ എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്? വാട്സപ്പിലൂടെ ഇത് പ്രചരിപ്പിക്കാനാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? दावत व्हाट्सएप में चलाएंगे। ദാവത്ത് വാട്സപ്പിൽ ഉന്തിക്കൊണ്ടാണോ? मुझे एक हदीस आई, എനിക്കൊരു ഹദീസ് व्हाट्सएप में आई, വാട്സപ്പിൽ വന്നു. हदीस आई, ഹദീസ് വാട്സപ്പിലൂടെ എനിക്ക് വന്നു. ओ पूरी अच्छी थी हदीस तो माशाल्लाह। നല്ല ഹദീസായിരുന്നു. हदीस तो अच्छी ही होती है। ഹദീസ് എല്ലാം നല്ലത് തന്നെ. नीचे एक स्टेटमेंट लिखा था, അതിന്റെ അടിയിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു. if you are a Muslim you will forward it. അതിന്റെ അടിയിൽ threatening statement. അതിന്റെ അടിയിൽ ഒരു ഭീഷണി, നിങ്ങൾ മുസ്ലിം ആണെങ്കിൽ നിങ്ങൾ ഇത് ഫോർവേഡ് ചെയ്യണം. सब फॉरवर्ड, എല്ലാവർക്കും നിങ്ങൾ ഫോർവേഡ് ചെയ്യണം. सब फॉरवर्ड, एक भी इनवर्ड नहीं। എല്ലാം നമ്മൾ ഇന്ന് ഫോർവേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഉള്ളോട്ട് പോകുന്നില്ല, हम ഉള്ളോട്ട് इसका കയറുന്നില്ല. इनकार नहीं करते, നമ്മൾ ഇതിനെതിരല്ല, ഇത് വേണ്ടെന്നല്ല നമ്മൾ लेकिन हम പറയുന്നത്. कहते हैं दावत नबी के तर्ज पर चलाओ, आसमानों में हिदायत के फैसले होंगे। നമ്മൾ പറയുന്നത് ദാവത്തിന്റെ പരിശ്രമം നബിമാര് ചെയ്ത രീതിയിൽ നിങ്ങൾ ചെയ്യിൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിദായത്തിന്റെ തീരുമാനങ്ങൾ ആകാശത്ത് നിന്ന് തുറക്കും. नबी एक एक के पास जाते थे, നബി ഓരോരുത്തരുടെ അടുക്കലേക്കും പോകുമായിരുന്നു. बेस्ट फॉर्म ऑफ इनविटेशन इज पर्सनल। ഏറ്റവും നല്ല ക്ഷണത്തിന്റെ രീതി നേരിട്ട് പോയി ജനങ്ങളെ ക്ഷണിക്കലാണ്, മുഖതാവിൽ ക്ഷണിക്കലാണ്. मिलना, അവരെ പോയി കാണൽ, सलाम करना, അവരോട് സലാം പറയൽ, खैरियत पूछना, അവരുടെ ക്ഷേമാന്വേഷണം നടത്തൽ, उसे करीब करना, അവരുമായി ബന്ധമുണ്ടാക്കി തീർക്കൽ, फिर उसे दावत देना, അതിനുശേഷം അവർക്ക് നല്ല രീതിയിൽ അവരുടെ ദീനിന്റെ കാര്യം പറഞ്ഞ് അവരെ ക്ഷണിക്കൽ, उसे समझा बुझा कर इस माहौल में लेकर आना। അവരെ പറഞ്ഞു മനസ്സിലാക്കി എങ്ങനെങ്കിലും നമ്മുടെ ദീനിയായ മാഹോലിലേക്ക് കൊണ്ടുവരൽ.
जब ये चलेगा जमीन में तो आसमानों में हिदायत का निजाम चलेगा। നമ്മൾ ഈ കാര്യങ്ങൾ നമ്മുടെ നാടുകളിൽ നമ്മൾ പരിശ്രമിച്ചുണ്ടാക്കി തീർത്താൽ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള നല്ല തീരുമാനങ്ങൾ ആകാശങ്ങളിൽ നിന്നും നമ്മളിലേക്ക് വരും. दोस्त और बुजुर्गों, हम क्या समझते हैं कि एक आदमी को समझाएंगे तो वो समझ जाएगा, ऐसा नहीं है। നമ്മൾ സാധാരണ മനസ്സിലാക്കുന്നത് എന്താണ്? ഒരാളെ പറഞ്ഞു മനസ്സിലാക്കിയാൽ ആൾക്ക് മനസ്സിലാവും എന്നാണ്. हमारे बच्चे को हम नहीं समझा सकते, लोग को क्या समझाएंगे? നമ്മളെ മക്കളെ പോലും പറഞ്ഞ കാര്യം മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല, പിന്നെ എങ്ങനെ ആൾക്കാരെ പോയി നമ്മൾ മനസ്സിലാക്കും? जमीन में जब दावत का निजाम चलता है तो आसमानों में हिदायत का निजाम चलता है। ദുനിയാവില് ഭൂമിയിൽ നമ്മൾ ദാവത്തിന്റെ പരിശ്രമത്തിന്റെ ഒരു പ്രക്രിയ നമ്മൾ പൂർത്തിയാക്കി കഴിഞ്ഞാൽ ആകാശത്ത് നിന്നും ഹിദായത്തിന്റെ ഒരു തീരുമാനം മുകളിൽ നിന്നും ഉണ്ടാകുന്നതാണ്. हिदायत अल्लाह देते हैं, ഹിദായത്ത് കൊടുക്കേണ്ടവൻ അള്ളാഹു മാത്രമാണ്. अल्लाह दिलों को पलटते हैं, അള്ളാഹു ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നതാണ്. अल्लाह दिलों में बात को उतारते हैं അള്ളാഹു ഹൃദയങ്ങളിൽ ദീനിന്റെ കാര്യങ്ങൾ ഇട്ടുകൊടുക്കുന്നതാണ്. और उसके उतारने के तरीके अजीब अजीब हैं। മാത്രമല്ല അത് ഇറക്കുന്ന ഹിദായത്ത് കൊടുക്കുന്ന അള്ളാഹുവിന്റെ വഴികൾ വലിയ അത്ഭുതകരമായ ആശ്ചര്യകരമായ വഴികളാണ്. दो कारगुजारियां सुनाता हूं, രണ്ട് കാർഗുസാരികൾ ഞാൻ वक्त हो നിങ്ങൾക്ക് गया है, കേൾപ്പിക്കാം. दो छोटी छोटी എനിക്ക് സമയമായി, എന്നാലും രണ്ട് ചെറിയ കാര്യങ്ങൾ ഞാൻ പറയാം. सुनेंगे। നിങ്ങൾ കേൾക്കാൻ തയ്യാറുണ്ടോ? दोस्तों बुजुर्गों, तबलीग के काम को समझकर करेंगे तो कभी नहीं छोड़ेंगे, बगैर समझे करेंगे तो बगैर समझे छोड़ देंगे। സോമരെ ദീനിന്റെ പരിശ്രമം മനസ്സിലാക്കിയാൽ ആരും ഈ പരിശ്രമം വിട്ടിട്ട് പോവുകയില്ല. മനസ്സിലാക്കാണ്ട് ഈ പരിശ്രമം ചെയ്താൽ അവർ പരിശ്രമത്തെ ഉപേക്ഷിച്ച് പോയി കളയും. ये नुबुवत की मेहनत है, ഇത് നുബുവത്തിന്റെ പരിശ്രമമാണ്. ये नबी का काम है, ഇത് നബിയുടെ ജോലിയാണ്. नबी के तरीके पर ही होगा। ഇത് നബിയുടെ രീതിയിൽ തന്നെ നടക്കുകയുള്ളൂ. फिर अल्लाह आसमानों में हिदायत का निजाम चलाएंगे। ഇങ്ങനെ നമ്മൾ പരിശ്രമിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്തു നിന്നും ഹിദായത്തിന്റെ തീരുമാനങ്ങൾ ഇറക്കും. उसी अमेरिका में हमारी जमात चल रही थी अभी, ഇതേ അമേരിക്കയിൽ एक നമ്മൾ महीना पहले ഒരു മാസം മുമ്പ് നമ്മുടെ ജമാഅത്ത് യാത്ര ചെയ്യുകയായിരുന്നു. एक आदमी, ഒരാള് बड़ा इंजीनियर था, वो सीईओ था किसी कंपनी का, वो अपने बच्चे को लेकर हमारी जमात के पास। ഒരാള് ഒരു വലിയ കമ്പനിയുടെ സിഇഒ അദ്ദേഹത്തിന്റെ മകനെയും കൂട്ടി നമ്മളെ പള്ളിയിലേക്ക് വരികയുണ്ടായി. नौजवान 22 साल का, 22 വയസ്സുള്ള മകനുമായി അദ്ദേഹം വന്നു. कट्टा एकदम हैंडसम, നല്ല ഭംഗിയുള്ള നല്ല ബോഡി നല്ല ആരോഗ്യ ദൃഢഗാത്രനായ ഒരാളെ കൂട്ടി लाके हमारी जमात के साथ तालीम में बिठा दिया। കൊണ്ടുവന്ന് നമ്മുടെ ജമാഅത്തിൽ നമ്മുടെ താലീമിൽ നമ്മളെ കൂടെ ഇരുത്തി. बाप भी बैठ गया, വാപ്പയും വന്നിരുന്നു. उनको जो लेकर आए थे रहबर, वो पीछे से मेरे कान में आकर कहने लगे, जरा समझाइए इसको, ये जो नौजवान है ना, ये इस्लाम छोड़कर ईसाई बनना चाहता है। അപ്പോൾ ഇദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുവന്ന ആള് റഹബർ വന്നിട്ട് നമ്മളോട് പറയണ്ടായി, എന്റെ ചെവിയിൽ വന്നിട്ട് അവർ കേൾക്കാത്ത രീതിയിൽ പറയണ്ടായി, നിങ്ങളൊന്ന് പറഞ്ഞു മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കണം. ഈ ചെറുപ്പക്കാരനുണ്ടല്ലോ, അവന് ഇസ്ലാം വിട്ട് അവൻ ക്രിസ്തു മതത്തിൽ ചേരാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. बाप परेशान है बेटे के ताल्लुक से, ബാപ്പ അത് കാരണമായി വലിയ വിഷമത്തിലാണ്, വലിയ സങ്കടത്തിലാണ്. जब तरबियत करने का वक्त था उस वक्त गफलत थी, जब बिगड़ गए तो अब फिक्र कर रहे हैं। തർബിയത്ത് ചെയ്യേണ്ട സമയത്ത്, ശിക്ഷണം കൊടുക്കേണ്ടിരുന്ന സമയത്ത്, ആ സമയത്ത് വിസ്മൃതിയുടെ മാഹോലിൽ വിട്ടു. ഇപ്പോൾ ഗഫലത്ത് വന്നപ്പോൾ, ഒരു പ്രയാസം വന്നപ്പോൾ ഇപ്പോൾ ഫിക്ർ ചെയ്ത് കൊണ്ടുവന്നിരിക്കുകയാണ്. सैलाब आने के बाद बांध बन रहा है, बाड़ बन रहा है, सैलाब आ गया, अब बना रहा है दीवार, कैसे रोकेंगे? വെള്ളപ്പൊക്കം വന്നതിന് ശേഷം കടൽ മതിലുകൾ കെട്ടുന്നത് പോലെ, വെള്ളപ്പൊക്കത്തിന് ശേഷം വെള്ളം കയറാതിരിക്കാൻ മതിൽ കെട്ടുന്നത് പോലെ. तो हम तालीम कर रहे थे ഞങ്ങൾ താലീം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. और तालीम में अजीब अल्लाह माफ करने वाले, अल्लाह बराह रास्त गुनाहों को माफ करते हैं जब बंदा तौबा करता है। वया मीडिया नहीं है माफी के लिए कि तुम जाकर किसी को कहो कन्फेस करो और वो माफ कर दे तो खुदा भी। अजीब तालीम में बात आ रही थी कि अल्लाह गफूर और रहीम है, बंदों को बराह रास्त माफ करते हैं। वो तालीम में बैठ के सुन रहा था। അപ്പൊ താലീമില് നമ്മളിങ്ങനെ താലീം കണ്ടിന്യൂ ചെയ്തു. താലീം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹദീസുകൾ വായിക്കപ്പെട്ടു. അതിൽ ആ സമയത്ത് വായിച്ചിരുന്നത് എന്താണെന്ന് വെച്ചാൽ, അള്ളാഹു വലിയ പൊറുക്കുന്നവനാണ്. അവൻ മനുഷ്യൻ ചെയ്യുന്ന ഏത് വലിയ തിന്മയും അവൻ അഥവാ തൗബ ചെയ്താൽ അവൻ നേരിട്ട് തന്നെ പൊറുക്കുന്നതാണ്. അള്ളാഹ്ക്ക് ഒരു കാര്യം, അള്ളാഹു തിന്മകൾ പൊറുക്കാൻ വേണ്ടി സാധാരണ ആരുടെങ്കിലും അടുത്ത് പോയി കുമ്പസരിക്കുക, എന്നിട്ട് ആ കുമ്പസരിക്കപ്പെട്ട ആളുകൾ പറയും നിനക്ക് മാപ്പാക്കി തന്ന് എന്ന് പറഞ്ഞതിന് ശേഷം ദൈവം മാപ്പാക്കി കൊടുക്കുക, ഇതിനൊന്നും ആവശ്യം അള്ളാഹ്ക്കില്ല. അള്ളാഹു നേരിട്ട് തന്നെ തന്റെ അടിമകൾക്ക്
ബറാഹ റാസ്ത് ഒരു നേരിട്ട് തന്നെ അള്ളാഹു മാപ്പാക്കി കൊടുക്കും, ഡയറക്റ്റ് ആയിട്ട് മാപ്പാക്കി കൊടുക്കും എന്നുള്ള ഹദീസ് ആ സമയത്ത് വായിക്കപ്പെടുകയുണ്ടായി. मुज़ाकरा हो रहा था वो, ആ സമയത്ത് അതിനെക്കുറിച്ച് ചർച്ച വന്നു. खैर वो बड़ा अच्छा खुश हुआ, मुतासिर हुआ. फिर दोपहर में मकामी साथियों ने खूब खिलाया. അപ്പൊ ആ ചെറുപ്പക്കാരന് വലിയ സന്തോഷമായി, ആ ചെറുപ്പക്കാരന് ഇഷ്ടമായി. ചെറുപ്പക്കാരൻ ഉച്ചക്ക് നമ്മുടെ കൂടെ തന്നെ ഉണ്ടായി. ഉച്ച സമയത്ത് ഭക്ഷണം കൊണ്ടുവന്നപ്പം നാട്ടിലുള്ള ആൾക്കാർ, കൂട്ടുകാര് ആ ചെറുപ്പക്കാരനെ ഇരുത്തി നല്ലോണം ഭക്ഷണം കഴിപ്പിച്ചു. खिलाकर लगाओ. അപ്പൊ നമ്മൾ അത് അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം നമ്മളെ പ്രവർത്തനത്തിന്റെ ഒരു രീതിയാണ് ജനങ്ങൾക്ക് നല്ല ഭക്ഷണം കൊടുക്കുക. അത് കാരണമായി ആൾക്കാർക്ക് അടുപ്പമുണ്ടായിത്തീരും. Reach the heart of a person through his stomach. അതിന് പറയാറുണ്ട്, ഒരു മനുഷ്യന്റെ ഹൃദയത്തിലേക്കുള്ള വഴി അത് വയറിലൂടെയാണ്. तो बड़ा इकराम किया मकामी साथियों ने, इकराम से बड़ा मुतासिर हुआ. ഇക്രാം ചെയ്തു. ഇക്രാം ചെയ്തതിന്റെ പേരില് അദ്ദേഹത്തിന്, ആ ചെറുപ്പക്കാരന് വലിയ താല്പര്യം ഉണ്ടായി തുടങ്ങി. वो सारा दिन रहा. മുഴുവൻ ദിവസം നമ്മളെ കൂട്ടത്തിൽ അവൻ സമയം 11 बजे आया था, वो मगरिब तक रहा. 11 മണിക്ക് അവൻ വന്നതാണ് ജമാഅത്തിന്റെ അടുക്കലേക്ക്. മഗ്രിബ് വരെ അവൻ നിന്നു. उसको माहौल अच्छा लगने लगा. അവന് നമ്മുടെ ആ കൂട്ടുകെട്ട്, ആ അന്തരീക്ഷം അവന് വളരെ ഇഷ്ടപ്പെട്ടു തുടങ്ങി. दोस्ती हो गई. നമ്മളുമായിട്ടെല്ലാം അവൻ हमने ഇണക്കമായി. कोई नेगेटिव बात उससे नहीं की. നമ്മൾ അവനോട് ഒരു നെഗറ്റീവായ ഒരു കാര്യം അവനോട് പറഞ്ഞില്ല. यस्सिरु वला तुअस्सिरु, बश्शिरु वला तुनफ्फिरु. आसानियां दिखाओ, मुश्किलें मत दिखाओ. बशारतें सुनाओ, नफरतें मत दिलाओ. എന്താണ് ചെയ്തത്? യസ്സിറു വലാ തുഅസ്സിറു, എളുപ്പമാക്കി കൊടുക്കിൻ, പ്രയാസം ഉണ്ടാക്കല്ലേ. ബശ്ശിറു വലാ തുനഫിറു, നല്ല നല്ല കാര്യങ്ങൾ, സന്തോഷ വാർത്ത അറിയിക്കിൻ, വെറുപ്പുണ്ടാക്കുന്ന കാര്യങ്ങൾ പറയല്ലേ. तो मगरिब तक रहकर चला गया. മഗ്രിബ് വരെ അദ്ദേഹം നമ്മുടെ കൂട്ടത്തിൽ കൂടി, എന്നിട്ട് പോയി, തിരിച്ചുപോയി. दूसरे दिन फिर आ गया. പിറ്റേന്ന് ആ ചെറുപ്പക്കാരൻ വീണ്ടും വന്നു. दूसरे दिन फिर आ गया वो, വീണ്ടും നമ്മളെ കൂടെ വന്നു. और फिर तालीम में बैठा, खाने में रहा. താലീമിൽ നമ്മളെ കൂടെ കൂടി, ഭക്ഷണത്തിൽ നമ്മളെ കൂടെ കൂടി. असर के बाद हम लोग उमूमी गश्त में गए. അസറിന് ശേഷം നമ്മൾ ഉമൂമി ഗസ്തിന് വേണ്ടി പുറത്തേക്ക് പോയി. इस उमूमी गश्त को मामूली नहीं समझना. നമ്മൾ ചെയ്യുന്ന ഈ ഉമൂമി ഗസ്തുകൾക്ക് അതിനെ നിങ്ങൾ ഒരു ലൈറ്റായിട്ട് എടുക്കരുത്, അതിനെ ലാഘവത്തോടു കൂടി എടുക്കാൻ പാടില്ല. उमूमी गश्त से उमूमी हिदायत के फैसले होते हैं. ഉമൂമി ഗസ്തിലൂടെ പൊതുവായ ഹിദായത്തിന്റെ തീരുമാനം അല്ലാഹു എടുക്കും. और उमूमी बेदीनी को दूर करने के फैसले होते हैं. മാത്രമല്ല, പൊതുവായിട്ട് ഇന്ന് ലോകത്ത് കാണപ്പെടുന്ന ദീനില്ലായ്മ അതിന്റെ വേരറുക്കാൻ ഏറ്റവും നല്ല അമല് ഉമൂമി ഗസ്തുകളാണ്, പൊതുവായി പുറത്ത് നടക്കുന്ന ഗസ്തുകളാണ്. गश्त अपनी मस्जिद में करेंगे, फिकर पूरी दुनिया की रखेंगे. നമ്മളെ ഗസ്തുകൾ എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? നമ്മൾ ചെയ്യുന്നത് ചിലപ്പോൾ നമ്മളെ പള്ളിയുടെ ചുറ്റുവട്ടങ്ങളിലാണ് നമ്മൾ ഗസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ വെക്കേണ്ടത്, ഫിക്കർ വെക്കേണ്ടത് ലോകത്ത് മുഴുവനും ദീനുണ്ടാവണം എന്നുള്ള ചിന്തയിലാണ്. गश्त होगा मकामी, फिकर होगी आलमी. നമ്മുടെ ഗസ്റ്റ് നടക്കുന്നത് മക്കാമിലാണെങ്കിലും നമ്മുടെ ഫിക്കർ ഉണ്ടാവേണ്ടത്, ചിന്ത ഉണ്ടാകേണ്ടത് ലോകം മുഴുവനും ദീനുണ്ടാവണം എന്നുള്ള ചിന്തയാണ്. तो दोस्तों और बुजुर्गों, ये हुआ कि हम उसको भी गश्त में एक जगह भेजे, मैं भी दूसरी जगह गश्त में गया. അപ്പൊ അവനെ ഒരു വേറെ സ്ഥലത്തേക്ക് ഗസ്റ്റിന് അയച്ചു, ഞാൻ വേറൊരു സ്ഥലത്തേക്ക് ഗസ്റ്റിന് പോയി. अमल से गुजारा उसको, अमल से गुजारा. അദ്ദേഹത്തിന് നമ്മുടെ അമലുകളിലൂടെ ഒരു എത്തിനോട്ടം അദ്ദേഹത്തിന് കിട്ടി. അമലിലൂടെ അദ്ദേഹത്തിന് സഞ്ചരിക്കാൻ സാധിച്ചു. हम एक यूनिवर्सिटी में गश्त में गए. നമ്മൾ പോയത് ഒരു യൂണിവേഴ്സിറ്റിയിലാണ്. वहाँ बात कर रहे थे तो एक नौजवान मिला. നമ്മൾ ആ യൂണിവേഴ്സിറ്റിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരനെ കിട്ടി. उमूमी गश्त में ഉമൂമി ഗസ്റ്റില് मैं थोड़ी देर बात किया तो उसने कहा, आई हैव बिकम ए मुस्लिम ऑन October 18th. ആ സമയത്ത് ആ ചെറുപ്പക്കാരൻ പറയണ്ടായി, ഞാൻ ഒക്ടോബർ 18-ാം തീയതിയാണ് ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. उस वक्त वो 1.5 महीने का मुसलमान था. അന്നത്തേക്ക് അദ്ദേഹം 45 ദിവസം പഴക്കമുള്ള മുസ്ലിം ആയിരുന്നു. तो मैंने उसकी नख्त तश्कील की, यू कम विद अस टू द मॉस्क. അപ്പൊ ഞാൻ അവനെ കൂടെ തന്നെ കൂട്ടി, ഉടനെ തന്നെ നക്കതായിട്ട് നമ്മളെ കൂട്ടത്തിൽ വരി, പള്ളിയിലേക്ക് വാ എന്ന് പറഞ്ഞു കൂട്ടി. तो बेचारा वो तैयार हो गया. അപ്പൊ അവൻ പെട്ടെന്ന് തന്നെ നമ്മളെ കൂട്ടത്തിൽ വരാൻ തയ്യാറായി. तो दूर दूर जाते हैं उमूमी गश्त के लिए भी कारों में, तो उसको भी हमने कार में बिठा लिया. നമ്മൾ സാധാരണ അവിടെ ഗസ്റ്റ് ചെയ്യുന്നത് തന്നെ കാറിലാണ്. കാരണം ദൂര പ്രദേശങ്ങളിലേക്കാണ് നമ്മൾ ഗസ്റ്റിന് പോകുന്നത്. കാറിൽ അദ്ദേഹത്തിന് നമ്മളെ കൂടെ കൂട്ടി. वो भी बैठ गया. അവനും കാറിൽ കയറി. बाहर स्नो पड़ रहा था, പുറത്ത് ഭയങ്കരമായിട്ട് സ്നോ, മഞ്ഞ് വീണുകൊണ്ടിരിക്കുകയായിരുന്നു. तो अंदर बैठ गया वो. കാറിന്റെ ഉള്ളിൽ കയറിയിരുന്നു. तो चलते चलते मैंने पूछा, why did you become a Muslim? യാത്രയിൽ ഞാൻ അവനോട് ചോദിച്ചു, നീ മുസ്ലിം ആകാനുള്ള കാരണം എന്താണ്? तो उसने कहा, I studied all the religions, I liked Islam, that is why I embraced Islam. അപ്പം അദ്ദേഹം പറയണ്ടായി, ഞാൻ എല്ലാ മതങ്ങളെയും കുറിച്ച് പഠിച്ചു, എനിക്ക് ഇസ്ലാം ഇഷ്ടപ്പെട്ടു, അതുകൊണ്ടാണ് ഞാൻ ഇസ്ലാം സ്വീകരിച്ചത്. मैं पूछा, what are your parents? അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങളുടെ മാതാപിതാക്കൾ എന്താണ്, ആരാണ്? तो कहा, they are Christians. എന്റെ മാതാപിതാക്കൾ ക്രിസ്ത്യാനികളാണ് എന്ന് और പറഞ്ഞു. उन्होंने मुझे घर से निकाल दिया. അവര് എന്നെ എന്റെ വീട്ടിൽ നിന്നും പുറത്താക്കി.
मैं फिलाडेल्फिया से यहाँ आया हूँ और जॉब की तलाश में हूँ और शेल्टर फॉर होमलेस हुकूमत की तरफ से एक निजाम होता है, वहां मैं रुका हुआ हूँ. അപ്പൊ അദ്ദേഹം പറയണ്ടായി, ഞാൻ എൻ്റെ വീട് ഫിലാഡൽഫിയയിലാണ്, അവിടെ നിന്ന് ഞാനിപ്പോൾ ഒരു തൊഴിലന്വേഷിച്ച് ഈ പട്ടണത്തിലേക്ക് വന്നിരിക്കുകയാണ്. ഞാനിപ്പോൾ താമസിക്കുന്നത് ഗവൺമെന്റുകൾ കൊടുക്കുന്ന വീടില്ലാത്തവർക്കുള്ള ഭവനം, അതിൽ സാധാരണ രീതിയിൽ ഒരു ദിവസത്തേക്കായിട്ട് അവർക്ക് താമസിക്കാൻ അനുവാദം കിട്ടും. ഷെൽട്ടർ ഹോം ഫോർ ഹോംലെസ് എന്ന് പറഞ്ഞ സാധനം ഉണ്ട് അമേരിക്കയിൽ, അതിലാണ് ഞാനിപ്പോൾ താമസിക്കുന്നത്. तो वो भी आया बयान में बैठा. അപ്പൊ അദ്ദേഹം ബയാനിൽ വന്നിരുന്നു. जो पढ़ के इस्लाम में आया वो भी बैठा है और जो इस्लाम छोड़ के जाना चाहता है वो भी बैठा है. ഇപ്പൊ നമ്മുടെ ബയാനിൽ രണ്ട് ടൈപ്പ് ആൾക്കാർ, ഒന്ന് മതത്തിനെ കുറിച്ച് പഠിച്ച് ഇസ്ലാമിലേക്ക് വന്ന ആള്, ഒന്ന് മുസ്ലിമായി ജനിച്ചിട്ട് മതം വിടാൻ വേണ്ടി ആഗ്രഹിച്ചു നിൽക്കുന്ന ആള്. രണ്ടാളും നമ്മളെ മജ്‌ലിസിലുണ്ട്. तो हमारे एक साथी की सीधा साधा बयान था, कोई लंबा चौड़ा अट्रैक्टिव एक्सप्लेनेटरी बयान नहीं था, सीधा साधा बयान था. बयान के बाद तश्कील की तो लोगों ने नाम लिखाया और उसके बाद मैंने खाने के दौरान वो जो आया और ये जो जाना चाह रहा दोनों को साथ बिठा दिया. അപ്പം നമ്മുടെ അന്നത്തെ ബയാൻ തീരുമാനിച്ചിരുന്നത് ഒരു കൂട്ടുകാരനായിരുന്നു. അദ്ദേഹം വലിയ വിശദീകരിച്ചിട്ടുള്ള ഒരു ബയാനൊന്നല്ല, ഒരു സാധാരണ നമ്മുടെ കൂട്ടുകാരൊക്കെ ചെയ്യുന്ന പോലത്തെ ഒരു സാധാരണ ബയാൻ ചെയ്തു. ബയാന് ये मैंने मगरिब से पहले बिठाया और मगरिब के बाद सीधे साधे साथी का बयान था. അപ്പൊ മഗ്‌രിബിന് ശേഷം ബയാൻ നടക്കുന്നുണ്ടായിരുന്നു. ബയാനിൽ ആൾക്കാർ പേരുകൾ എഴുതി. പക്ഷെ ഞാൻ മഗ്‌രിബിന് മുമ്പ് തന്നെ ആ രണ്ട് കൂട്ടുകാരെയും, പഠിച്ചിട്ട് ഇസ്ലാമിലേക്ക് വന്ന കൂട്ടുകാരനെയും ഇസ്ലാം വിട്ട് പോകണമെന്ന് താല്പര്യം ഉണ്ടായിരുന്ന രണ്ട് കൂട്ടുകാരെയും കൂടി ചേർത്ത് കൂട്ടിയിരുത്തി ചായ കുടിക്കാൻ വേണ്ടി കൂട്ടിയിരുത്തിയിരുന്നു. बयान के बाद सबसे पहला नाम लिखाने वाला वो नौजवान था जो इस्लाम छोड़कर जाने वाला. ആ കൂട്ടിയിരുത്തി കഴിഞ്ഞതിന് ശേഷം വീണ്ടും ബയാനിൽ, ഈ നേരത്തെ പറഞ്ഞ മഗ്‌രിബിന് ശേഷമുള്ള ബയാനിൽ ഒരു സാധാരണ ബയാൻ, വലിയ ബയാനൊന്നല്ല, ഒരു സാധാരണ ഒരു ബയാന് നമ്മുടെ ഏതൊരു കൂട്ടുകാരൻ ചെയ്തു. ആ ബയാന് ശേഷം തശ്കീൽ തുടങ്ങിയപ്പോൾ ആദ്യമായി എണീറ്റ് പേര് കൊടുത്തത് ആരാണ്? ഇസ്ലാം വിട്ടിട്ട് പോണമെന്ന് താല്പര്യം കാണിച്ച് ബാപ്പ കൊണ്ടുവന്ന, തലേന്ന് കൊണ്ടുവന്ന മകനാണ് ആദ്യമായി എണീറ്റ് പേര് എഴുതിച്ചത്. 40 दिन मैं नगद तैयार हूं. 40 ദിവസം ഞാൻ ഉടനെ ഇന്ന് മുതൽ പോകാൻ തയ്യാറാണെന്ന ചെറുപ്പക്കാരൻ പറയണ്ടായി. तो खुश हो गए उसके वालिद भी और वहीं बैठ के मशवरा किए और दूसरे दिन ले जाकर के एक जमात उनके इलाके में चल रही थी, मुनासिब जमात में उसको जोड़ दिया. वो चिल्ले में इस वक्त चल रहा है. അപ്പൊ അദ്ദേഹത്തിന്റെ വാപ്പക്ക് വലിയ സന്തോഷം ഉണ്ടായി. നമ്മളെല്ലാവരും കൂടിയിരുന്ന് മശൂറ ചെയ്തു. എന്നിട്ട് അദ്ദേഹത്തിന് ആ പ്രദേശത്തുള്ള അവരുടെ തന്നെ ഒരു ജമാഅത്ത്, യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ജമാഅത്തിൽ കൊണ്ടാക്കി. ആ ചെറുപ്പക്കാരൻ 40 ജമാഅത്തിലാണ് ഇപ്പോഴും. ആ ചെറുപ്പക്കാരൻ 40 ജമാഅത്തിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. इसको कहते हैं हिदायत के निजाम को हरकत में लाना. ഇതാണ് ഹിദായത്തിന്റെ തീരുമാനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട പരിശ്രമം. अल्लाह असबाब पैदा करते हैं बात को दिलों में उतारने के. അല്ലാഹു സുബ്ഹാനഹു തആല മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് ഹിദായത്ത് കൊണ്ടുവരാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു തആല കാരണങ്ങൾ ഉണ്ടാക്കി തരും. दूसरी छोटी कारगुजारी, एक आदमी, ഇനി രണ്ടാമത്തെ ഒരു ചെറിയൊരു കാർഗുസാരി. एक आदमी पेट्रोल पंप में नमाज का वक्त हो गया तो वहां अमेरिका में मुसल्ला बिछा के नमाज पढ़ रहा था. ഒരാള് പെട്രോൾ പമ്പിൽ അമേരിക്കയിൽ നിസ്കാരത്തിന്റെ സമയമായപ്പോൾ അദ്ദേഹത്തിന്റെ ജാനമാസ് വിരിച്ച് പെട്രോൾ പമ്പിൽ അദ്ദേഹം നമസ്കരിക്കുകയായിരുന്നു. दूसरा गुजरता हुआ गैर मुस्लिम उसको देखा. രണ്ടാമത്തെ ഒരു ആള് ഇദ്ദേഹത്തിന് യാത്ര ചെയ്തു പോകുന്ന ആള് ഈ നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന ആളെ കണ്ടു. उसको बड़ा अजीब दिखा. അപ്പൊ അദ്ദേഹത്തിന് അത് ഭയങ്കര ഒരു അത്ഭുതകരമായ ഒരു കാഴ്ചയായി തോന്നി. उसने पूछा हु इज दिस एंड व्हाट इज ही डूइंग. दो सवाल पूछा पुलिस वाले से. അദ്ദേഹം पुलिस वाला बाजू खड़ा था, उससे पूछा हु इज दिस एंड व्हाट इज ही डूइंग. പോലീസുകാരനുണ്ടായിരുന്നു അടുത്ത് നിൽക്കുന്ന. ആ പോലീസുകാരനോട് ചോദിച്ചു ഹു ഇസ് ദിസ്, ഇതാരാണ്, ആൻഡ് വാട്ട് ഈസ് ഹി ഡൂയിങ്, ഇയാൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. तो पुलिस वाले ने कहा ही इज ए मुस्लिम एंड ही इज प्रेइंग. പോലീസുകാരൻ പറഞ്ഞു ഹി ഈസ് എ മുസ്ലിം, അയാൾ ഒരു മുസ്ലിമാണ്, ആൻഡ് ഹി ഈസ് പ്രേയിങ്, അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. वो नमाज पढ़ के चला गया और ये भी चला गया, पुलिस वाला भी चला गया. അപ്പൊ നമസ്കരിച്ച ആള് നമസ്കാരം കഴിഞ്ഞ് ഒരു വഴിക്ക് പോയി, ചോദ്യം ചോദിച്ച ആള് അയാൾ വേറെ വഴിക്ക് പോയി, പോലീസുകാരൻ വേറൊരു വഴിക്ക് പോയി. लेकिन वो नूर वाला अमल उसने जो देखा, इसके दिल में हिदायत की चिंगारी जाग उठी. जाकर उसने इस्लाम को पढ़ के इस्लाम में दाखिल हो गया और मुसलमान हो गया. वो नमाज पढ़ने वाले को पता भी नहीं चला कि मुसलमान हो गया. പക്ഷെ സഹോദരന്മാരെ, ഈ നൂറാനിയായ അമല്, പ്രകാശം തുളുമ്പുന്ന അമലായ ഖിയാമत के दिन पता चलेगा कि किसके अमल से किसको हिदायत मिली है. ഈ മുസ്ലിമിന്റെ ഈ പ്രകാശപൂരിതമായ ഒരു നമസ്കാരം അതിന് വലിയ അസർ, വലിയ സ്വാധീനമുണ്ടാക്കി. ഈ കണ്ട് പോയ ആള്, വേറെ വഴിക്ക് പോയ ആള്, അയാളുടെ ഹൃദയത്തില്
ഒരു ചെറിയ ഒരു പൊരി, ഒരു പ്രകാശത്തിന്റെ ഒരു തീപ്പൊരി, ഒരു ചിങ്കാര അത് ഉണ്ടായി, അത് ഹൃദയത്തിലുണ്ടായി. അത് വളർന്ന് വലുതായി അദ്ദേഹം മുസ്ലിം ആകുന്നതിന് അദ്ദേഹം കാരണമായി. അദ്ദേഹം എന്തായത് ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചു, അദ്ദേഹം മുസ്ലിമായി. എന്നാൽ ഈ നമസ്കരിച്ച ആൾക്ക് അയാൾ അറിഞ്ഞിട്ട് പോലും ഇല്ല എന്റെ നമസ്കാരം കാരണമായി, എന്റെ നമസ്കാരം ഞാൻ നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്നെ കണ്ട ഒരാള് ഇസ്ലാമിലേക്ക് വന്നതായിട്ട് അയാൾക്ക് മനസ്സിലായിട്ടേ ഇല്ല. ഖിയാമത്ത് നാളിൽ വെച്ച് അയാൾക്ക് അറിയിക്കപ്പെടും, നീ അന്ന് അവിടെ നമസ്കരിച്ചിരുന്നല്ലോ, നിന്റെ നമസ്കാരം കണ്ട് ഒരാൾ ഹിദായത്തിൽ വന്നിരിക്കുകയാണ്. और पता नहीं उसके जरिए से और कितने इस्लाम में दाखिल होंगे. ഇനി അറിയുകയുമില്ല ഇയാളിലൂടെ എത്ര പേര് ഇനി ഇസ്ലാമിലേക്ക് വരും, ഹിദായത്തിലേക്ക് വരും. तो मेरे दोस्तों और बुजुर्गों, एक दावत की मेहनत है और वो नबूवत के तरीके पर है और वो कुर्बानियों के साथ होती है और वो एक एक के पास जाकर मेहनत करके दावत देना होता है. ज़मीन में जब हम ये करते हैं तो आसमानों में अल्लाह हिदायत का निज़ाम चलाते हैं. जब अल्लाह आसमानों में हिदायत का निज़ाम चलाते हैं तो उनके हिदायत देने के तरीक़े अजीब अजीब होते हैं. शुरू में रिटेल देते हैं, फिर अल्लाह होल सेल फैसले करते हैं. അതുകൊണ്ട് സഹോദരന്മാരെ, ദാവത്തിന്റെ പുണ്യകരമായ പരിശ്രമം, ഇതിനു വേണ്ടി ജനങ്ങളുടെ അടുത്തേക്ക് പോകൽ, അള്ളാഹുവിലേക്ക് ജനങ്ങളെ ക്ഷണിക്കൽ, അതിനുവേണ്ടി നമ്മൾ ത്യാഗം ചെയ്യൽ, മനുഷ്യരുടെ അടുത്തേക്ക് പോക്ക്, മനുഷ്യരെ കാണാൻ വേണ്ടിയുള്ള നമ്മളെ മെനക്കെടൽ, ഈ കാര്യങ്ങളിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഹിദായത്തുകൾ നൽകും. ഭൂമിയിലുള്ള നമ്മുടെ പരിശ്രമത്തിന്റെ പങ്ക് പൂർത്തിയാകുമ്പോൾ ആകാശത്ത് നിന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല തീരുമാനങ്ങൾ എടുക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ മനസ്സുകളെ മാറ്റും. മനുഷ്യർ അള്ളാഹുവിന്റെ ദീനിലേക്ക് കടന്നു വരും, പരിശ്രമത്തിലേക്ക് കടന്നു വരും. ആദ്യം റീറ്റെയിലായിട്ട് ഒറ്റയായിട്ട് ആൾക്കാർ വരും. പിന്നീട് ഹോൾസെയിലായിട്ട് കൂട്ടമായി അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ ദീനിലേക്ക് കൊണ്ടുവരും. बोलो, इस मेहनत में साथ देने के लिए और साथ चलने के लिए सब तैयार हैं. എല്ലാവരും ഈ പരിശ്രമത്തിന് കൂടെ നിൽക്കാൻ, ഈ പരിശ്രമത്തിന് വേണ്ടി മറ്റുള്ളവരെ തയ്യാറാക്കാൻ എല്ലാവരും തയ്യാറല്ലേ ഇൻഷാ അല്ലാഹ്? सीखने के लिए 4 महीने, करने के लिए पूरी जिंदगी. ഇത് പഠിക്കാൻ വേണ്ടി മാത്രമാണ് 4 മാസം, പരിശ്രമിക്കേണ്ടത് മുഴുവൻ ജീവിതവുമാണ്. सीखने के लिए 4 महीने ഇതിനെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു 4 മാസം അള്ളാന്റെ മാർഗത്തിൽ और पूरी जिंदगी इंशाअल्लाह करेंगे. ചെയ്യേണ്ടത് മുഴുവൻ ജീവിതവുമാണ്. पूरी दुनिया में जाएंगे, മുഴുവൻ ലോകത്തും യാത്ര ചെയ്യണം. दुनिया के कोने कोने में जाएंगे. ലോകത്തിന്റെ എല്ലാ മുക്കിലും മൂലയിലും പോകണം. लोग कमाने के लिए जाते हैं, हम दावत देने के लिए जाएंगे. ഇന്ന് മനുഷ്യര് സമ്പാദിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്, നമ്മൾ പോകേണ്ടത് അള്ളാഹുവിലേക്ക് ആഖിറത്തിലേക്ക് ക്ഷണിക്കാൻ വേണ്ടിയിട്ടാണ് പോകേണ്ടത്. लोग घूमने फिरने के लिए जाते हैं, हम दावत देने के लिए जाएंगे. ജനങ്ങൾ ഇന്ന് ലോകത്ത് വെറുതെ ചുറ്റിക്കറങ്ങാൻ വേണ്ടി, വിനോദസഞ്ചാരത്തിന് വേണ്ടി പോകുന്നെങ്കിൽ നമ്മൾ പോകേണ്ടത് മനുഷ്യരെ അള്ളാഹുവിലേക്ക് ക്ഷണിക്കാൻ, ആഖിറത്തിലേക്ക് ക്ഷണിക്കാനാണ് പോകേണ്ടത്. मेडिकल टूरिज्म के लिए जाते हैं, ഇന്ന് ജനങ്ങൾ इलाज कराने के लिए जाते हैं, हम दावत देने के लिए जाएंगे. ഇന്ന് മെഡിക്കൽ ടൂറിസം, ചികിത്സയും വിനോദസഞ്ചാരം കൂടി ഒരുമിച്ച് ചേർത്തുകൊണ്ട് അതിനുവേണ്ടി ജനങ്ങൾ പോകുന്നു. നമ്മൾ പോകേണ്ടത് ദാവത്തിന് വേണ്ടിയിട്ടാണ് പോകേണ്ടത്. आज नियत करके खड़े हो जाएं कि इंशाल्लाह 4 महीने लगाकर हम दावत का काम सीखेंगे. इंशाल्लाह करेंगे भाई. खड़े होकर बताओ कौन 4 महीने जाने के लिए तैयार है. खड़े रहें, नाम लिखने तक खड़े रहें. നിയത്ത് വെക്ക്, എല്ലാവരും എണീറ്റോളി. ആരെല്ലാം ദീനിന്റെ പരിശ്രമം പഠിച്ച് ലോകം മുഴുവനും ദീനിന്റെ പരിശ്രമം ചെയ്യാൻ നിയത്ത് വെക്കുന്നുവോ അവരെല്ലാവരും ഇൻഷാല്ലാ എണീറ്റോളി. 4 മാസം ദീനിന്റെ മാർഗത്തിൽ പോയി ദീനിന്റെ പരിശ്രമം പഠിച്ച് മരിക്കുന്നവരെ ദീനിന്റെ പരിശ്രമം ചെയ്യാൻ തയ്യാറുള്ള ആൾക്കാർ खड़े हो जाएं. എണീക്കിൻ ഇൻഷാല്ലാ. എണീക്കിൻ ഇരിക്കല്ലേ എണീക്കിൻ ഇൻഷാല്ലാ. തയ്യാറുള്ളവർ എണീക്കിൻ. भाई वहां भी कोई लिखो, इधर भी कोई लिखो. എഴുതിക്കോളി. കോഴ്സ് കഴിഞ്ഞിട്ട് 4 മാസം ഓരോരുത്തർ പേര് എഴുതിക്കോളി. തശ്കീലിന്റെ ഉത്തരവാദികൾ അവിടെ ഇവിടെ എല്ലാം എഴുതിക്കോളി. അവരുടെ പേരുകൾ എഴുതിക്കോളി. ഓരോരുത്തരുടെ പേരുകൾ എഴുതി. ബാക്കിയുള്ള ആൾക്കാർ പറഞ്ഞുകൊണ്ടേ ഇരിക്കും ഇൻഷാല്ലാ. भाई नाम लिखने तक खड़े रहें. बाकी साथी जो नाम नहीं लिखा रहे हैं वो थोड़ी देर बैठे रहें. आपकी बरकत से दूसरे लोग नाम लिखाएंगे. നിങ്ങൾ പേര് എഴുതുന്നില്ലെങ്കിലും സാരമില്ല, പക്ഷെ നിങ്ങൾ ഇരിക്കിൻ, ആരും പോകല്ലേ. കാരണം നിങ്ങളുടെ ഇരുത്തം കാരണമായി മറ്റു ചിലർ പേരുകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 4 महीने लिखाना जितना आसान है, जाना भी उतना ही आसान है इंशाअल्लाह. 4 മാസം പേര് എഴുതൽ എത്ര പ്രയാസമാണോ അത്ര തന്നെ പ്രയാസമാണ് അള്ളാഹിന്റെ മാർഗത്തിൽ പുറപ്പെടലും. अल्लाह के भरोसे लिखाएं. അതുകൊണ്ട് അള്ളാഹുവില് നമ്മൾ എന്ത് ചെയ്യും? അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് എഴുതിൻ. अल्लाह से कहें अल्लाह मुझे भी ले जा. അള്ളാഹുവിനോട് പറയുന്നു, അള്ളാഹുവേ നീ എന്നെയും കൂട്ട്, എന്നെയും കൊണ്ടുപോ. कैसे कैसों को तू ले जा रहा है, मुझे क्यों छोड़ दिया?
എങ്ങനത്തെ ആൾക്കാരെ നീ കൊണ്ടുപോകുന്നു? നീ എന്തിനാണ് എന്നെ വിട്ട് കളയുന്നത്? എന്നെയും നീ കൂട്ടല്ല. खड़े होके नाम लिखाओ जल्दी അതുകൊണ്ട് जल्दी। എണീറ്റ് പേരുകൾ പറയും ഇൻഷാല്ലാ, ഹിമ്മത്തായിട്ട് പറയും. माशाअल्लाह। മാഷാഅല്ലാ, അല്ലാഹ് കബൂലാക്കട്ടെ. പറയും ഇൻഷാല്ലാ, ആരും ഒഴിവാവില്ല സഹോദരന്മാരെ. नाम लिखने वाले पूरे मजमे में होना चाहिए। बहुत सारे लोग लिखे. जी माशाअल्लाह। എല്ലാരും എല്ലാ മൂലയിൽ നിന്ന് എഴുതിക്കൊണ്ടേയിരിക്കും ഇൻഷാല്ലാ. പറയും, കൂട്ടുകാരോട് ചോദിക്കും. പുതിയ ആൾക്കാർ വന്നിട്ടുണ്ടാവും, അവർ പേരുകൾ പറഞ്ഞോളിൻ. അള്ളാഹുവിൽ പ്രതീക്ഷ വെക്കിൻ, അള്ളാഹുവിൽ പ്രതീക്ഷ വെക്കിൻ. ലോകം മുഴുവനും സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. പറയും ഇൻഷാല്ലാ, ഹിമ്മത്തായിട്ട് പറയും. മാഷാഅല്ലാ, അല്ലാഹ് കബൂലാക്കട്ടെ. പറയും ഇൻഷാല്ലാ. സമ്പത്തിൽ, സമയത്തിൽ, ആരോഗ്യത്തിൽ എല്ലാം അല്ലാഹ് ബർക്കത്ത് ചെയ്യുമാറാട്ടെ. സമരം വിട്ടിട്ട് പോകുന്നതിനെ അള്ളാഹു സൂക്ഷിക്കും. പറഞ്ഞോളെ ഇൻഷാല്ലാ. स्टूडेंट्स हैं तो नियत कर लें, कोर्स कंप्लीट करके जॉब में जाने से पहले 4 महीने लगाएंगे। സ്റ്റുഡൻസ്, വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ അവർ നിയത്ത് വെക്കിൻ. കോഴ്സിന് ശേഷം ജോലിയിൽ ചേരുന്നതിന് മുമ്പായി ഒരു 4 മാസം പോകുന്നത് നിയത്ത് വെക്കി ഇൻഷാല്ലാ. ഹിമ്മത്തായിട്ട് പറയും. വിദ്യാർത്ഥികൾ എണീറ്റ് പേരുകൾ പറഞ്ഞോളെ ഇൻഷാല്ലാ. ചിലപ്പോൾ 3 കൊല്ലം കഴിഞ്ഞിട്ട് 5 കൊല്ലം കഴിഞ്ഞിട്ടായിരിക്കും, പക്ഷെ പറയും, നിയത്തുകൾ വെക്കിൻ. ജോലിക്ക് മുമ്പായി 4 മാസം. മാഷാഅല്ലാ, മാഷാഅല്ലാ, നല്ല മജ്ലിസ്. അൽഹംദുലില്ലാഹ്, ക്ഷമയോടുകൂടി നിങ്ങൾ കേട്ടിരുന്നു. മാഷാഅല്ലാ, അല്ലാഹ് കബൂലാക്കുമാറാകട്ടെ. ഷഫീഖ് തിരുവനന്തപുരം. എല്ലാ മജ്ലിസിലും പേര് കൊടുക്കും ഇൻഷാല്ലാ. രാവിലെ കൊടുത്തു, എന്താ ഉച്ചക്ക് വീണ്ടും കൊടുത്തൂടെ? പറയും ഇൻഷാല്ലാ, ഹിമ്മത്തായിട്ട് പറയും. ഏതാണ് കബൂലാവാന്ന് പറയാൻ പറ്റൂല. പറയും ഇൻഷാല്ലാ, ധൈര്യമായിട്ട് പറഞ്ഞോളി. അല്ലാഹു കബൂലാക്കട്ടെ. മാഷാഅല്ലാ. कोई साथी ऐसा न छूटे जिसने नाम न लिखाया हो। ഒരു ആളും ഒഴിവായി പോവരുത്. പേര് എഴുതാണ്ട്, നമ്മളെ പേര് വരാണ്ട് ആരും ഈ മജ്ലിസിൽ നിന്ന് പോകാൻ പാടില്ല. कबूलियत की घड़ियां होती हैं। അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നും സ്വീകാര്യതയുടെ ഒരു സമയം ഉണ്ടാവും. ചിലപ്പോൾ അതിൽ നമ്മൾ കബൂലായി പോവും. जी പറഞ്ഞോളെ ഇൻഷാല്ലാ, ഹിമ്മത്തായിട്ട് പറയും. മാഷാഅല്ലാ, സിറാജ് ഭായ്, കോഴിക്കോട് പാവങ്ങാട്. खड़े होकर लिखा। മാഷാഅല്ലാ, അല്ലാഹ് കബൂലാക്കട്ടെ. അല്ലാഹ് സമ്പത്തിലും സമയത്തിലും ആരോഗ്യത്തിലും ബർക്കത്ത് ചെയ്യട്ടെ ഇൻഷാല്ലാ. പേര് തന്ന എല്ലാവരും അല്ലാഹ് കബൂലാക്കട്ടെ. അല്ലാഹ് കബൂലാക്കട്ടെ. മാഷാഅല്ലാ. നാദിർ എപ്പോഴാ മോനെ? ഏപ്രിൽ. അല്ലാഹ് കബൂലാക്കട്ടെ. പറയും ഇൻഷാല്ലാ, ഹിമ്മത്തായിട്ട് പറയും. ആരും ഒഴിവാവില്ല ഇൻഷാല്ലാ. ഡോക്ടർ അസറ, ചുറ്റിരിക്കുന്ന ആൾക്കാരെ വിളിച്ചോളി ഇൻഷാല്ലാ. പറഞ്ഞോളി, തശ്കീലാക്കി ഇൻഷാല്ലാ. പറയും ഇൻഷാല്ലാ. माशाअल्लाह। शाबान में एक जमात, कहां से भाई? विराजपेट से। माशाअल्लाह, कबूल फरमाए। हाँ माशाअल्लाह, നോക്കിൻ വിരാജ്പേട്ട നാൾ വന്നിട്ടുണ്ട്. മാഷാഅല്ലാ, മാഷാഅല്ലാ, എത്ര നല്ല മജ്ലിസ്. മാഷാഅല്ലാ, എത്ര സന്തോഷത്തോടു കൂടി ഇരുന്ന്. ഇന്നലെ ആരെങ്കിലും ഈ സമയത്ത് ഇവിടെ വന്നിരിക്കോ? മാഷാഅല്ലാ, എത്ര വലിയ അത്ഭുതം. ദീനിന്റെ പേരിൽ അള്ളാഹ്ക്ക് വേണ്ടി മാത്രം കേട്ടവരാണ് നിങ്ങൾ. മാഷാഅല്ലാ, അല്ലാഹ് കബൂലാക്കട്ടെ. നിങ്ങളുടെ ത്യാഗം എത്ര വലുത്. മാഷാഅല്ലാ, നിങ്ങൾ വിട്ടിട്ട് വന്ന എല്ലാ കാര്യത്തിലും അല്ലാഹ് ബർക്കത്ത് ചെയ്യട്ടെ ഇൻഷാഅല്ലാ. ദീനിന്റെ കാര്യം നമ്മൾക്ക് മനസ്സിലായി. ലോകം മുഴുവൻ യാത്ര ചെയ്യണം സഹോദരന്മാരെ. അമേരിക്ക ഇവർക്ക് മാത്രമല്ല, നമ്മൾക്കും പോകാൻ സാധിക്കണം. ആഗ്രഹം വെക്കിൻ. ലോകത്ത് ഒരു വൻകര ഒഴിവാവാൻ പാടില്ല. എല്ലാ വൻകരയിലും നമ്മുടെ കാൽപാദങ്ങൾ എത്തിക്കണം. केरला वाले पूरी दुनिया में हैं। കേരളത്തിലുള്ളവർ മുഴുവൻ ലോകത്തിലുമുണ്ട്. अमेरिका में भी मिल गया। അമേരിക്കയിലും എത്രയോ കേരളക്കാർ. चावल की रोटी और मछली लाके खिलाया हमारी जमात। നമുക്ക് അവിടെ അരിപ്പത്തിരിയും മീൻകറിയും അമേരിക്കയിൽ നിങ്ങളെ മലയാളികൾ ഉണ്ടാക്കി കൊണ്ടുവന്ന് हमारी जमात को खिलाया वो। നമ്മളെ ജമാഅത്തിനെ കൊണ്ടുവന്ന് തീറ്റിച്ചു. तो आप भी जाओ, आपको भी खिलाएगा अल्लाह। നിങ്ങൾ പുറപ്പെട്ടു പോയി അമേരിക്കയിൽ, നിങ്ങൾക്ക് അവിടെ അരിപ്പത്തിരിയും മീൻകറി ഉണ്ടാക്കി തരും മലയാളികള്. चिमंदी भी खिलाएगा। जी, सब नियत कर लें इंशाल्लाह। എല്ലാരും നിയത്ത് വെക്കി ഇൻഷാല്ലാ. ലോകം മുഴുവനും പോണം ഇൻഷാല്ലാ. देखो, नमाज के बाद भी मुख्तसर मजलिस होगी, लेकिन अभी बहुत सारे हमारे साथी आए नहीं हैं। हमारे बहुत सारे जो हमारे साथ रहते हैं वो आए नहीं हैं। ये पूरे केरला का उमूमी इज्तिमा है। जरा फोन करके उनको बोलो, कहाँ भाई फंस गए, नूर तो यहाँ है, आप यहाँ आ जाओ। तश्कील करो फोन पे उन लोगों की और फोन करके बुलाओ, जल्दी जल्दी सब काम छोड़कर यहाँ आ जाओ। बड़ी खैर की मजलिसें यहाँ हो रही। നമസ്കാരത്തിന് ശേഷം, നമസ്കാരത്തിന് ഇനിയും സമയമുണ്ട്. ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇത് കേരളത്തിലുള്ള മുഴുവൻ മുസ്ലിമീങ്ങളും പങ്കെടുക്കേണ്ട മജ്ലിസാണ്. നമ്മുടെ കൂട്ടുകാരൻ എത്രയോ പേര് എന്തെല്ലോ കാര്യത്തിൽ കുടുങ്ങിപ്പോയിട്ടുണ്ടാവും. ഇപ്പം നമ്മൾ എന്ത് ചെയ്യുന്ന, ഓർമ്മയുള്ള ആൾക്കാർക്ക് ഫോൺ വിളിക്കും.
അവരോട് പറയും, കൂട്ടുകാരാ നീ എവിടെ കുടുങ്ങി കിടക്കുകയാണ്? ഇവിടെ വാ, ഇവിടെ എത്ര പ്രകാശപൂരിതമായ കാര്യങ്ങൾ, എത്ര നല്ല മജ്‌ലിസുകൾ നടക്കുന്നു, നീ എവിടെ പോയി, എവിടെ കുടുങ്ങി കിടക്കുകയാണ്, നീ വാ എന്ന് പറഞ്ഞ് നിങ്ങളുടെ കൂട്ടുകാരെ, നിങ്ങളുടെ കുടുംബത്തിലുള്ളവരെ നിങ്ങൾ ക്ഷണിക്കിൻ, വരാൻ വേണ്ടി പറയും. ഇനിയും സമയങ്ങളുണ്ട്, ഇനിയും മജ്‌ലിസുകളുണ്ട്, അവർക്കും കൂടി കിട്ടട്ടെ ഈ നേമത്ത്. അതുകൊണ്ട് നമ്മളെ ഓർമ്മയിലുള്ള ആൾക്കാരെല്ലാവരും ക്ഷണിക്കിൻ, പുറപ്പെട്ട് നാട്ടിൽ നിന്ന് വരാൻ വേണ്ടി അവരെ നിങ്ങൾ പ്രേരിപ്പിക്കിൻ. हदीस शरीफ में है, कामिल मोमिन, कंप्लीट मोमिन वो है जो अपने लिए पसंद करता है वही अपने भाई के लिए पसंद करे. ഹദീസിലുണ്ട്, ഒരു പരിപൂർണനായ മൂമിൻ, സത്യവിശ്വാസി ആരാണ്? ഏത് കാര്യം തന്റെ സ്വന്തം കാര്യത്തിൽ അവൻ ഇഷ്ടപ്പെടുന്നുവോ അത് തന്റെ മുഴുവൻ സഹോദരന്മാരിലേക്കും അവൻ അത് ഇഷ്ടപ്പെടണം. അതുവരേക്കും അവൻ പരിപൂർണനായ ഒരു മൂമിൻ ആവുകയില്ല. करेंगे इंशाअल्लाह. എല്ലാവരും ചെയ്യൂല ഇൻഷാ അല്ലാഹ്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക നശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത നസ്തഗ്ഫിറുക.